ഭൗമേതര ലോകങ്ങൾ എന്ന സെഷനിൽ പാനലിസ്റ്റുകളായി എത്തിയിരിക്കുന്നത് ഡോക്ടർ മനോജ് പുറവങ്കര, പ്രൊഫസർ കെ പാപ്പുട്ടി, ഡോക്ടർ ശ്യാമ നരേന്ദ്രനാഥ്, ഡോക്ടർ അജിത് പരമേശ്വരൻ എന്നിവരാണ്. ചെറിയൊരു പ്രൊഫൈൽ മാത്രമേ പരിചയപ്പെടുത്തുന്നുള്ളൂ. ഈ സെഷനിലെ മോഡറേറ്റർ ആയിട്ടുള്ള ഡോക്ടർ അജിത് പരമേശ്വരനാണ്. അദ്ദേഹം അവരെ കൂടുതലായിട്ട് തുടർന്നുള്ള സെഷനിലേക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഡോക്ടർ മനോജ് പുറവങ്കര മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിൽ സയൻറ്റിസ്റ്റാണ്. പ്രൊഫസർ കെ പാപ്പുട്ടി ഫിസിക്സ് അധ്യാപകനാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുൻ അധ്യക്ഷനാണ്. സർവ്വവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ ഡയറക്ടർ കൂടിയാണ്. ഡോക്ടർ ശ്യാമ നരേന്ദ്രനാഥ് ISROയുടെ UR റാവു സാറ്റലൈറ്റ് സെൻറ്ററിൽ സീനിയർ സയൻറ്റിസ്റ്റാണ്. ഡോക്ടർ അജിത് പരമേശ്വരൻ ബാംഗ്ലൂരിലെ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ തിയററ്റിക്കൽ സയൻസസിൽ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം നമ്മുടെ ക്യാമ്പ് ഡയറക്ടർ കൂടിയാണ്. നമ്മുടെ ഈ സെഷനിലെ മോഡറേറ്ററാണ്. ഈ 2 ദിവസം നീണ്ടു നിൽക്കുന്ന മലപ്പുറം സയൻസ് ഫെസ്റ്റിവലിൻ്റെ ചെറിയൊരു ആമുഖത്തോടു കൂടി ഈ സെഷൻ അദ്ദേഹം ആരംഭിക്കുന്നതാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിൽ വലിയൊരു ആമുഖത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു എന്താ പറയുക, പ്രീച്ചിങ് ടു ദ കൊയർ എന്ന് പറയുന്ന പോലെ ആയിരിക്കും. എന്നാൽ ഈ ഒരു സയൻസ് ഫെസ്റ്റിവലിൻ്റെ ഒരു സ്പിരിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് ശാസ്ത്രത്തിൻ്റെ പല മാനങ്ങളെ ആഘോഷിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്താണ്, അതിൻ്റെ ഏത് തരത്തിലുള്ളൊരു സാമൂഹ്യ അവസ്ഥയിലാണ് നമ്മൾ നടത്തുന്നത്, അതിൻ്റെ ഒരു സാമൂഹ്യമായ പ്രാധാന്യം എന്താണെന്നത് ബഹുമാനപ്പെട്ട ഉദ്ഘാടന പ്രസംഗകൻ വളരെ കൃത്യമായിട്ട് തന്നെ വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ ശാസ്ത്രത്തെ ആഘോഷിക്കാൻ നമുക്കറിയാം പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. എല്ലാ കാരണങ്ങളെയും ആഘോഷിക്കുക എന്നുള്ളതാണ് ഈ സയൻസ് ഫെസ്റ്റിവലിൽ നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ ഒരു സാമൂഹ്യ മണ്ഡലത്തിൽ ഒരു സോഷ്യൽ സ്ഫിയറിൽ പല മറ്റ് ഘടകങ്ങളെയും പോലെ സാഹിത്യമോ കലയോ ഫുട്ബോളോ ഒക്കെ ഉള്ള പോലെ ശാസ്ത്രത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. ആ ഒരു സ്പേസിലേക്കാണ് ഈ സയൻസ് ഫെസ്റ്റിവൽ ഏറ്റവും കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നമ്മൾ ഈ ഫെസ്റ്റിവലിൽ 6 സെഷനുകളാണുള്ളത്. തുടങ്ങുന്നത് ഭൗമേതര രോഗങ്ങൾ എന്ന സെഷനിലൂടെയാണ്. അത് മനുഷ്യനെ എക്കാലത്തും ആശ്ചര്യപ്പെടുത്തിയ ഏറ്റവും വലിയ ചോദ്യങ്ങൾ ഒന്നാണ്. നമുക്ക് സമാനമായിട്ടുള്ള ജീവൻ എന്നുള്ള പ്രതിഭാസം മറ്റ് ലോകങ്ങളിലുണ്ടോ? ആ ചോദ്യങ്ങൾക്കൊക്കെ കുറേ കാലത്തെ ഭാവനയുടെ ഒരു പാരമ്പര്യമുണ്ട്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലായിട്ടാണ് അതിനൊരു ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ മാറാൻ തുടങ്ങിയത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു ദശാബ്ദം ഇക്കാര്യത്തിൽ വലിയ മുന്നേറ്റങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട്. ഇത്തരം ഈ മാറ്റങ്ങൾ മനുഷ്യരുടെ ഒരു ഭാവനയെ ക്യാപ്ചർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, മനുഷ്യരുടെ ഇമാജിനെ ക്യാപ്ചർ ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് നമ്മുടെ ആധുനിക ലോകത്തിൻ്റെ ചിന്തയൊക്കെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടുള്ളൊരു ചർച്ചയാണ് ഈ സെഷൻ. മൊത്തം ഒരു സെഷൻ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത് വലിയൊരു ബൗദ്ധികമായിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ എന്നല്ല, കൂടുതൽ വളരെ അനൗപചാരികമായിട്ടുള്ള ഒരു ചർച്ച എന്നുള്ള രീതിയിലാണ് ഇതിനെ ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ആ രീതിയിൽ തന്നെ കണ്ടാൽ മതി. ഇതിന് അവസാനം ഇതിന് കൂടെ ചേർന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചർച്ചയുടെ ഭാഗമാവാനുള്ള അവസരമുണ്ട്. ചോദ്യങ്ങളോ ഇൻഫോംഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസോ കമൻസോ ഒക്കെ പറയാനുള്ള ഒരു സാധ്യത അവസാനമുണ്ട്. ഇതിലുള്ള പാനലിസ്റ്റുകളെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ശ്യാമ ISROയുടെ വളരെ സീനിയറായിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. ചന്ദ്രയാൻ അടക്കമുള്ള ബഹിരാകാശ പര്യവേഷണ പ്രവർത്തനങ്ങളുടെ സയൻസിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ബാംഗ്ലൂരിലാണ്. മനോജ് TAFR ബോംബെയിലെ ആസ്ട്രോണമറാണ്. അദ്ദേഹം സൗരയൂഥത്തിന് പുറപ്പെയുള്ള ഗ്രഹങ്ങളുടെ പറ്റിയിട്ടുള്ള പഠനത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ആളുകൾക്കാണ്. ജെയിംസ് വെബ് ടെലസ്കോപ്പ് അടക്കമുള്ള പുതിയ ഏറ്റവും നൂതനമായിട്ടുള്ള നിരീക്ഷണ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ഉണ്ടാക്കുന്ന വലിയ വിപ്ലവങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ആസ്ട്രോണമറാണ്. പാപ്പുട്ടി മാഷ് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 50 വർഷങ്ങളുമായിട്ട് കേരളത്തിൻ്റെ ശാസ്ത്ര പ്രവർത്തനത്തിൽ സജീവമായിട്ട് ഇടപെടുന്ന ഫിസിക്സ് അധ്യാപകനും എഴുത്തുകാരനും പ്രഭാഷകനൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും അടക്കമുള്ള പുസ്തകങ്ങൾ ഈ മേഖലയിൽ വലിയ സംഭാവന, ഏറ്റവും ചുരുക്കി കാണാൻ പറ്റാത്ത രീതിയിൽ അത്രയും വലിയ സംഭാവനയാണ്. അദ്ദേഹം എല്ലാ ആസ്പെക്റ്റിലും ഒരു സ്കോളറാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മുൻ പ്രസിഡൻ്റാണ്. സർവ്വവിജ്ഞാനകോശത്തിൻ്റെ ഡയറക്ടറായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു വൈവിധ്യമായിട്ടുള്ള സംഭാവനകൾ ചെയ്തിട്ടുള്ള ആളാണ്. ഇത്തരം ഈ ഒരു പാനലിനെ ഒന്ന് കുട്ടിയോജിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനലിൻ്റെ
ഈ ഒരു പാനൽ ഡിസ്കഷൻ തുടങ്ങാൻ പോവുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഒരുപക്ഷെ ശ്യാമയ്ക്ക് തുടങ്ങാൻ തോന്നുന്നു. ഈ ഒരു ബഹിരാകാശത്തിനെ പറ്റിയിട്ടുള്ള ഒരു കൗതുകമൊക്കെ എത്രയോ കാലമായിട്ട് മനുഷ്യരിലുണ്ട്. ഇപ്പോൾ സാഹിത്യത്തിലൊക്കെ ജൂൾ വേണിൻ്റെ ഒക്കെ ചന്ദ്രനിലേക്ക് എന്നുള്ള പിന്നെ പുസ്തകമൊക്കെ ഭയങ്കരമായിട്ട് മോഡേൺ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒരു ഭാവനയെ ക്യാപ്ചർ ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷെ എപ്പോഴാണ് ഒരു ബഹിരാകാശ പരിവേഷണം എന്നുള്ളത് ഒരു ശാസ്ത്രീയമായിട്ടുള്ള സാധ്യതയായി ആണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ വന്നു തുടങ്ങിയത്? അത് പ്രത്യേകിച്ചും ഇന്ത്യ അക്കാര്യത്ത് ഒരു 100 വർഷം മുമ്പ് ഒട്ടും ഒരു വികസിതമായിട്ടൊരു രാജ്യമായതില്ല. ഇന്ത്യയിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള മാറ്റങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ട് പകുതിയിലുണ്ടായി. എങ്ങനെയാണ് ഈ ഒരു മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യത? അതെ, അപ്പോൾ ഈ ഒരു 1990s തന്നെ ഇങ്ങനൊരു ബിക്കോസ് അപ്പോഴേക്കൊക്കെ നമുക്കറിയാം 1969 ഇസ്രോ ഉണ്ടായത് തന്നെ. അതിനു മുമ്പ് തന്നെ വിക്രം സാരാഭായ് മുതലായ ഭയങ്കര വിഷണറി ആയിട്ടുള്ള ആൾക്കാർ ഭാവന ചെയ്തത് ഈ ഇസ്രോ എന്നുള്ള ഓർഗനൈസേഷൻ ജനങ്ങൾക്ക് വേണ്ടി, അതായത് റിമോട്ട് സെൻസിങ്, അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിഭാവന ചെയ്തത്. എന്നാൽ പോലും ആദ്യത്തെ സാറ്റലൈറ്റ് ആര്യഭട്ടയിൽ 3 സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. സോ അവർ അത് ചെയ്യുമ്പോഴും എന്താ പറയുക, ഈ ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് സ്പേസ് ഉപയോഗിക്കാനുള്ള ഇത് അന്നത്തെ കാലത്ത് തന്നെ അതൊരു വലിയ കുറേ ധൈര്യം വേണം അതൊക്കെ പറയാൻ. ബിക്കോസ് അന്നത്തെ ഒരു കാലത്ത് നമുക്ക് ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ സ്പേസിൽ ചെയ്യാമെന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിനെ ഇതാക്കാൻ തന്നെ വലിയ ഒരു ധൈര്യം വേണം. പിന്നെ ഒരു 90 ആ സാധനങ്ങൾ എൻ്റെ അറിവിൽ വെച്ച് പ്രൊഫസർ കസ്തൂരിരംഗൻ ആണ്, അദ്ദേഹം ചെയർമാനായിരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഇപ്പോഴത്തെ നമ്മുടെ ഈ ടെക്നോളജിയുടെയൊക്കെ അഡ്വാൻസ്മെൻ്റ് വെച്ചിട്ട് നമുക്ക് കഴിയും ഒരു സാറ്റലൈറ്റ് എന്താ പറയുക മൂണിലേക്കൊക്കെ അയക്കാൻ അത്രയ്ക്കുള്ള ടെക്നോളജി നമുക്കുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ ഉണ്ടായത്. ഒരു 2003 ഗവൺമെൻറ് അപ്രൂവ് ചെയ്തത് ചന്ദ്രയാൻ 1 എന്നുള്ളത്. ഞാൻ ജോയിൻ ചെയ്യുമ്പോഴേക്കും അതിനൊക്കെ ഒരു രൂപമൊക്കെ വന്നിരുന്നു. എന്നാൽ കൂടെ ഇത് വളരെ സാങ്കേതികമായിട്ടൊരു ബുദ്ധിമുട്ടുള്ള ഇതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെയൊക്കെ ചിന്ത വരാൻ തന്നെ എന്താ പറയുക, ഒരു ധൈര്യവും ഇതൊക്കെ വേണം, വളരെ ഭാവനയൊക്കെ. അപ്പോൾ കുറേ അങ്ങനെ ഒരു സെറ്റ് ഓഫ് വിഷണറി ആൾക്കാരുടെ എന്താ പറയുക ആ ധൈര്യവും വർക്ക് ചെയ്യാനുള്ള ഇതും ഒക്കെ വെച്ചിട്ടാണ് അന്നത്തെ കാലത്ത് ഇത് തുടങ്ങിയത്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെയധികം അഭിമാനിക്കാവുന്ന കാര്യമാണ്. എന്താ വെച്ചാൽ ഈ ചന്ദ്രയാൻ 1, 2, 3 മാത്രമല്ല, ഇനിയും കുറേ ചാന്ദ്രദൗത്യങ്ങളൊക്കെ റീസ്റ്റോർ ചെയ്തു. ഒരു കട്ടുമില്ല നാസയ്ക്ക് അടുത്ത കൊല്ലം, അറ്റ്ലീസ്റ്റ് 2026 ഫൈനാൻഷ്യൽ ഇയറിൽ. അപ്പോൾ അത് സാധ്യമായത് നാസയുടെ ആ ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാമും, അത് നാസയുടെ വർക്ക് പബ്ലിക്കിൻ്റെ ആ ഇമാജിനേഷൻ ക്യാപ്ചർ ചെയ്യുന്നുള്ളൊരിതും, പബ്ലിക്കിൻ്റെ മാത്രമല്ല സയൻറ്റിസ്റ്റ് ഓർഗനൈസേഷൻസും സ്ഥാപനങ്ങളൊക്കെ പ്രഷറൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ജനങ്ങൾ അവരുടെ റെപ്രസെൻറ്റേറ്റീവിനെ വിളിക്കാൻ തുടങ്ങി കോൺഗ്രസ്സിൽ. എന്നിട്ട് പറഞ്ഞു ഈ നാസയുടെ ഫണ്ട് കട്ട് ചെയ്യേണ്ടതെന്ന്. അത് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പം കോൺഗ്രസ് ഇപ്പം ട്രംപ് പറഞ്ഞ കട്ടൊന്നും ചെയ്തില്ല, എല്ലാം നാസയുടെ ബഡ്ജറ്റ് ഇപ്പം വീണ്ടും പുനഃസ്ഥാപിച്ചു. അതാണ് സെയിം ഇതിൽ. അപ്പം ഞാൻ അതാണ് ഇന്നലെ പറഞ്ഞത്. അപ്പം ജനങ്ങളിലേക്ക് അത് ഒരു കാരണം നാസയുടെ ഔട്ട്റീച്ച് ആക്ടിവിറ്റി ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ജനങ്ങളുടെ ഇടയിൽ, അമേരിക്കൻ ജനതയുടെ എസ്പെഷ്യലി നാസയുടെ വർക്കിനെ പറ്റി ഇതൊരു എന്താ പറയുക, ഒരു നാഷണൽ അച്ചീവ്മെൻ്റ്, ഒരു കളക്റ്റീവ് പ്രൈഡിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ചെലവ് വഹിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ളൊരു ബോധം വന്നിട്ടുണ്ട്. അതാണ് ഇത്. ഇസ്രോന് അങ്ങനെ ഒരു സ്ഥിതി വരട്ടെ എന്നാണ് കൂടുതൽ എല്ലാവരെയും. ഇസ്രോയ്ക്ക് പോലും അതുണ്ട്, മറ്റുള്ള സയൻസ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും ഇല്ലാത്ത തരത്തിലുള്ള ജനങ്ങളുടെ ഒരു സ്ഥാനം ഇസ്രോയ്ക്ക് ഇന്ത്യയിലുണ്ട്. അതൊരു പിന്നെ വലിയൊരു ക്യാപിറ്റലാണ്. അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഇസ്രോ എന്ന് പറഞ്ഞാൽ വലിയൊരു അഭിമാന സംഭവമായിട്ട് ഇന്ത്യൻ ജനതയിൽ മുഴുവൻ ഉണ്ട്. പക്ഷെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ തോറും നമ്മളൊക്കെ എല്ലാവരോടും പറയുന്ന ഡയറക്റ്റീവ് ഇതന്നെയാണ്, കൂടുതൽ എന്താ പറയുക പറഞ്ഞ മാതിരി ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒരു നാഷണൽ എൻഗേജ്മെൻ്റ് ആയിട്ട് കൊണ്ടുപോകണം. അല്ലാതെ ഒരു ഇത് അങ്ങനെയുള്ള ഒരു ഡയറക്ഷനിലേക്ക് തന്നെയാണ് പോകണം എന്നുള്ളത്. ഇത് വേറൊരു കാര്യം, ഇപ്പം നമ്മൾ മനുഷ്യരുടെ പിന്നെ ഒരു കൗതുകം, ഒരു വണ്ടർ എന്നുള്ള സാധനത്തിനൊക്കെ ഭയങ്കരമായിട്ട് സ്പേസ് എക്സ്പ്ലോറേഷൻ. ഇപ്പോൾ മനുഷ്യർ ഈ ചന്ദ്രനിൽ കാല് കുത്തി എന്നുള്ളത് 20ാം നൂറ്റാണ്ടിലെ മനുഷ്യരെ ഭയങ്കരമായിട്ട് ക്യാപ്ചർ ചെയ്തൊരു സാധനമായിരുന്നു അല്ലേ. ഇപ്പോൾ പിന്നെ എനിക്ക് പറഞ്ഞു ഒരു സിനിമ ഉണ്ട്, നമ്മുടെ ബുദ്ധദേവ് ദാസ് ഗുപ്തയുടെ ഒരു ബംഗാളി സിനിമയാണ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിൻ്റെ കഥ ഇങ്ങനെയാണ്. പിന്നെ ഒരു ബ്രോത്തലിലെത്തിപ്പെട്ട ഒരു ചെറിയ പെൺകുട്ടി ഈ മനുഷ്യൻ ചന്ദ്രനിൽ കാല് കുത്തി എന്നുള്ള റേഡിയോ ന്യൂസ് കേട്ടിട്ട്
ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആവുകയും ആ കുട്ടിക്ക് സ്കൂളിൽ പോകണം എന്ന് വരും. എന്നിട്ട് ആ ബ്രോത്തലിലെ മറ്റ് സ്ത്രീകളെ കൂടി ആ കുട്ടിയെ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള സാധനം. ആ കാലത്തിൻ്റെ ഒരു സ്പിരിറ്റ് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുള്ളതാണ്. മാഷ്ക്ക് അങ്ങനെ ഒരു തോന്നി എങ്ങനെയാണ് ഈ ഒരു, അതായത് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി എന്നുള്ളത് ഒരു 20-ാം നൂറ്റാണ്ട് ചിന്തയൊക്കെ സ്വാധീനിച്ചിട്ടുള്ളത്? യഥാർത്ഥത്തിൽ ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തുന്നതിന് മുമ്പ് തന്നെ ബഹിരാകാശം യാത്രകൾ നമ്മളെ ആവേശപ്പെടുത്തിയിട്ടുണ്ട്. 1957 ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ബഹിരാകാശത്ത് ഒരു വാഹനം എത്തുന്നത്. അന്ന് അത് ഉണ്ടാക്കിയ ഒരു ചലനമുണ്ടല്ലോ, അത് അമേരിക്കയിലൊക്കെ ആണെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തെ പോലും അടിപൊളി മാറ്റിക്കളഞ്ഞു. റഷ്യയിലെ സോവിയറ്റ് പ്രൈമറി സ്കൂളിൽ നിന്നാണ് സ്പുട്നിക് ഉയർന്നത് എന്ന് പോലും അവർ പറയേണ്ടി വന്നു. അത്രയധികം അവരുടെ മാത്തമാറ്റിക്സിലും ഫിസിക്സിലും ഒക്കെയുള്ള വികാസം. 2 യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് നമ്മളെ വല്ലാതെ മാറ്റിയ സംഭവങ്ങളാണ്. യഥാർത്ഥത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ രൂപീകരണത്തിന് പോലും ഈ 62 വരെയുള്ള ഈ ഇത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കാരണം ഇനി അങ്ങോട്ടുള്ള കാലം ശാസ്ത്രത്തിൻ്റേതാണ്. പ്രത്യേകിച്ചും ബഹിരാകാശ യുഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നൊരു തോന്നൽ ആളുകൾക്കുണ്ടായത് അതോടുകൂടിയാണ്. അത് ശാസ്ത്രത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നടന്ന വലിയൊരു സംഭവമാണ് തീർച്ചയായിട്ടും ചന്ദ്രനിൽ കാലു 69 സംഭവിച്ചത്. അത് ഒത്തിരി ആളുകൾ അതുവരെ ഈ മാനേജ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ആളുകൾ അത് മാറി ശാസ്ത്രം പഠിക്കണം, പ്രത്യേകിച്ചും ആരംഭിക്കുകയാണ്, നമുക്ക് അതിൽ ശ്രദ്ധ ചെലുത്തണം എന്നുള്ളൊരു ചിന്തയിലേക്ക് കുട്ടികളെയൊക്കെ എത്തിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്ത് തന്നെ ശാസ്ത്രരംഗത്തുള്ള ഒരുപാട് പേര് ഈ ഒരു ആവേശത്തിൽ ശാസ്ത്രത്തിലേക്ക് വന്നവരാണെന്ന് തോന്നുന്നു. അതാണ് ഇതിൻ്റെ ഒരു അതിനെ തുടർന്നാണ് നമ്മൾ ഇന്ത്യയിലും ഒക്കെ തന്നെ വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ചൈന വലിയ തോതിൽ ആ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യ കുറച്ച് പുറകോട്ട് പോയെങ്കിലും അതിന് പകരം ചൈന വളർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ബഹിരാകാശ യുഗം വളരെ വേഗം പുരോഗമിക്കുകയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം അല്ലേ? ഈ 57 സ്പുട്നിക്കിൻ്റെ എഫക്റ്റ് മാഷ് പറഞ്ഞു അമേരിക്കൻ വിദ്യാഭ്യാസ രംഗത്തെ അടിമുടി മാറ്റിമറിച്ചു വന്നു. അത് വളരെ ശരിയാണ്. അതൊരു വളരെ റാഡിക്കലായിട്ടുള്ള ചേഞ്ച് ആയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് എല്ലാ സയൻറ്റിസ്റ്റിനെയും എഡ്യൂക്കേറ്റേഴ്സിനെയും സൈക്കോളജിസ്റ്റിനെ എഡ്യൂക്കേഷൻ സൈക്കോളജിയൊക്കെ വിളിച്ചിരുത്തി അവരോട് ഡിസ്കസ് ചെയ്തൊരു കരിക്കുലം ഉണ്ടാക്കാൻ പറയണം. അതിൻ്റെ ബലമായിട്ട് വന്ന കരിക്കുലമാണ് ഫിസിക്കൽ സയൻസ് സ്റ്റഡി കരിക്കുലം. വൺ ഓഫ് ദ ബെസ്റ്റ് കരിക്കുലം എവർ ഡിസൈൻഡ് ഇൻ ഫിസിക്കൽ സയൻസസ്. അത് നമ്മൾ എനിക്കൊരു BEd MEd ഡിഗ്രി ഉണ്ട്. അപ്പോൾ നമ്മളെ ഇതിനൊക്കെ ഒരു 2000 വരെയൊക്കെ ഇത് വളരെ പ്രൊഫൗണ്ടായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ലോകത്തെ എല്ലാ കരിക്കുലത്തെയും ഇൻഫ്ലുവൻസ് ചെയ്തൊരു കരിക്കുലം വന്നത് ഈ സ്പേസ് റേസിൽ തോറ്റുപോയോ എന്നുള്ള അമേരിക്കയുടെ സംശയം അതിൽ നിന്ന് ഉള്ള അവരുടെ കറക്റ്റീവ് മെഷേഴ്സുമാണ്. അങ്ങനെയാണ് അതിനത് മൂൺ ലാൻഡിങ്ങിൽ അവന് ബാക്കിയുള്ള ഇതൊക്കെ. ഈ ഒരു സ്പേസ് എക്സ്പ്ലോറേഷൻ എന്നുള്ളത് അതൊരു മനുഷ്യൻ്റെ ഒരു അച്ചീവ്മെൻ്റ് നല്ലതാണ്. അത് മാത്രമല്ല അപ്പോൾ അത് തുടർന്നിട്ട് ഒരു സ്പേസ് സയൻസും വന്നു അല്ലേ? മറ്റുള്ള പല സോളാർ സിസ്റ്റം ഒബ്ജക്ട്സിലേക്കും പ്രോബുകൾ വിട്ടു. അതിൽ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു. വളരെ രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ കാൾ സേഗൻ്റെ ഒരു ഇത് എനിക്ക് ഓർമ്മയുള്ളത്, അദ്ദേഹം നമുക്ക് ഈ പറഞ്ഞ ഗ്രീക്ക് മിത്തോളജി പ്രകാരം ഈ ചൊവ്വയും ശുക്രനെയും മാർസ് ആൻഡ് വീനസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള, മാർസ് ഒരു മാസ്കുലിറ്റി പുരുഷത്വത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ്, വീനസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടി ഫെമിനിറ്റി അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് കാണുന്നത്. പക്ഷേ ആക്ച്വലി പോയപ്പോൾ അത് അവിടെയുള്ള എൻവയൺമെൻറ്റ് നേരെ തിരിച്ചാണ് അല്ല. അങ്ങനെ കുറേ വളരെ നമ്മളെ ധാരണകളെ ഭയങ്കരമായിട്ട് മാറ്റിയ കുറേ പുതിയ വിവരങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനൊന്ന് എന്ത് തോന്നുന്നു ശ്യാം? ബ്യൂട്ടി മാത്രമല്ല, ആക്ച്വലി അത് കംപ്ലീറ്റ്ലി ഷ്രൗഡഡ് ആണ്, അതൊന്നും ഉള്ളിലത്തെ കാണാൻ പറ്റില്ല. അങ്ങനത്തെ വെച്ചിട്ട് അങ്ങനെ പറയാം. അല്ല അപ്പം പക്ഷെ നമ്മൾ ഈ സോളാർ സിസ്റ്റം എക്സ്പ്ലോറേഷൻ എൻ്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ഭൂമിയിലിരുന്നുകൊണ്ട് ഭൂമിനെ പറ്റി പഠിക്കാൻ ഇത്രേ പറ്റുള്ളൂ. ഇത് പുറത്തു പോയി ബാക്കിയുള്ള ഈ
കൈൻഡ് ഓഫ് ഡൈവേഴ്സിറ്റിയും പ്ലാനറ്റ്സിനെ പറ്റി പഠിച്ചിട്ടാണ് ഭൂമി തന്നെ എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എങ്ങനെ ഉണ്ടായതെന്ന് മാത്രമല്ല, ഇനി എന്താ ഉണ്ടാവാൻ പോണേന്ന് പറയാനും ഈ ബാക്കി ഗ്രഹങ്ങളിൽ പഠിക്കണോണ്ടാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ചന്ദ്രനിൽ തന്നെ ഇപ്പം ഈ ഭൂമിയുടെ ഏജ്, ഇത്രയും കാലം എന്താ ഉണ്ടായത്, ഇതൊക്കെ നോക്കണമെങ്കിൽ ചന്ദ്രനിൽ പോയി നോക്കുകയാണ് നല്ലത്. ബിക്കോസ് ഭൂമിയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിരുന്നു, ജീവൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന ഈ മെമ്മറിയൊക്കെ പോയി. ഭൂമിയുടെ ഉപരിതലത്തിൽ ഇതിൻ്റെ ഒന്നും ഇല്ല എവിഡൻസ്. നമ്മൾ ചന്ദ്രനിൽ പോയിട്ടാണ് ഇതൊക്കെ നമ്മൾ ആക്ച്വലി മനസ്സിലാക്കണത്. അപ്പോൾ ഈ സോളർ സിസ്റ്റം എക്സ്പ്ലോറേഷൻ്റെ ഒരു വലിയ പ്രധാനം ആവശ്യകത എന്ന് തന്നെ പറയാം. ജസ്റ്റ് ഒരു ഫാൻസി അല്ല, ഒരു റിയലി ആവശ്യകതയാണ് നമ്മൾ ഭൂമിയെ എങ്ങനെ സംരക്ഷിക്കണം എന്ന് മനസ്സിലാക്കാനും. വീനസിന് ഫോർ എക്സാമ്പിൾ, വീനസിൽ പണ്ടൊക്കെ സമുദ്രങ്ങളുണ്ടായിരുന്നു, പിന്നെ ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് അതൊക്കെ പോയി എന്നൊരു കൈൻഡ് ഓഫ് തിയറി ഉണ്ട്. അത് കുറച്ചൊക്കെ നമ്മളവിടെയും അത് നടന്നുകൊണ്ടിരിക്കണം. ഇപ്പം ആഗോളതലത്തിൽ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേമാതിരി ഒരു സ്ഥിതി ഭൂമിക്ക് വരുമോ എന്നറിയാൻ ഒക്കെ. പിന്നെ അപ്പോൾ ഈ പഠനങ്ങൾക്കൊക്കെ എക്സാമ്പിൾ ആവണത് ഈ മറ്റു ഗ്രഹങ്ങളാണ്. അപ്പോൾ ഇതൊരു ആവശ്യകതയും കൂടിയാണ്, ജസ്റ്റ് പോവുക എന്നുള്ളതിൻ്റെ മാത്രമല്ല. പിന്നെ ഇപ്പം ഈവൻ നമ്മളും ഇന്ത്യയിൽ ചിന്തിച്ചു തുടങ്ങി, ചന്ദ്രനിൽ പോയി അവിടെ ശരിക്കും ഹാബിറ്റാറ്റ്സ് ഉണ്ടാക്കി. അതൊക്കെ ഇപ്പോൾ ഇന്ന് ശരിക്ക് പറ്റാവുന്ന സാധ്യതകളായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഭൂമിയെ പറ്റി പഠിക്കാമെന്ന് മാത്രമല്ല, പുറത്ത് ഇതിനപ്പുറം ഇപ്പോൾ പണ്ടൊക്കെ ഈ നോർത്ത് പോൾ പോവുക സൗത്ത് പോൾ പോവുക എന്നുള്ള റേസ് പോലെയാണ് ഇപ്പോൾ ചന്ദ്രനിൽ പോയി എല്ലാം സ്റ്റേഷനൊക്കെ ഉണ്ടാക്കുക എന്നുള്ള ആ കൈൻഡ് ഓഫ് റേസ്. പിന്നെ വേറൊരു തലത്തിൽ ചിന്തിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നാറ്, നമ്മളിപ്പം കേരളത്തിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ഒരു മലയാളിയെ കണ്ട സന്തോഷം, അത് കഴിഞ്ഞ് പുറത്തേക്ക് പോയാൽ ഇന്ത്യക്കാരെങ്കിലും കണ്ട ഒരു സന്തോഷം. ഇപ്പം അതുപോലെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ നിന്ന് പോയി ആലോചിക്കുമ്പോൾ ഭൂമിയിലുള്ള ആരാണല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കാനുള്ള ഒരു ഇൻസ്പിറേഷനും എനിക്ക് തോന്നുന്നു ഈ സ്പേസ് എക്സ്പ്ലോറേഷൻ തരും നമുക്ക്. പിന്നെ ഈ സോഷ്യൽ സയൻസിലൊക്കെ ആളുകൾ കമ്പാരിറ്റീവ് സോഷ്യൽ സയൻസ്, കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എന്നൊക്കെ പറയുന്ന പോലെ വേറൊരു സ്ഥലത്ത് പോയാലേ നമ്മളെ പറ്റിയുള്ള ഒരു കോണ്ടെക്സ്റ്റ് കിട്ടുള്ളൂ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അല്ലേ. ഇപ്പോൾ ഇതൊരു വേറെ പറഞ്ഞ കാര്യം, ഈ ഒരു മറ്റുള്ള ഗ്രഹങ്ങളെ പഠിക്കുന്നതാണ് നമ്മളെ അല്ലെങ്കിൽ ഭൂമിയെ പറ്റി പഠിക്കാനുള്ള ഒരു കമ്പാരിറ്റീവ് ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് വരുന്നത്. അത് നമ്മുടെ പുതിയ ടോപ്പിലേക്ക് വരെയുള്ള ഒരു നല്ലൊരു സെഗ്വേ ആയി തോന്നുന്നു. ഇപ്പോൾ മറ്റുള്ള സോളാർ സിസ്റ്റത്തിനെ അറിയുകയാണെങ്കിലാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ ഫോർമേഷനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. അതിൽ വലിയൊരു വിപ്ലവം നടന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞൊരു 3000 വർഷമായിട്ടെങ്കിലും സൗരയൂഹത്തിലെ 7 ഗ്രഹങ്ങളെ നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു. പിന്നെ ശനി വരെയുള്ള ഗ്രഹങ്ങളെ, ഇപ്പോൾ യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും വേണമെങ്കിൽ പ്ലൂട്ടോയും കഴിഞ്ഞ ഒരു 200 വർഷത്തിനുള്ളിലാണ് ഈ ടെലസ്കോപ്പുകളുടെ കൊണ്ടാണ് കണ്ടെത്തിയത്. പക്ഷെ 1995 വരെ ഈ 9 അല്ലെങ്കിൽ 8 ഗ്രഹങ്ങളെ മാത്രമേ നമുക്കറിയില്ലായിരുന്നു. ഇപ്പം നമുക്ക് ഈ സൗരയൂഹത്തിന് പുറത്തുള്ള 6000-ഓളം ഗ്രഹങ്ങളെ അറിയാം. വലിയൊരു മുന്നേറ്റമാണ് കഴിഞ്ഞ ഒരു 25 വർഷമായി നടന്നത്. പിന്നെ സൗരയൂഹത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളുടെ കണ്ടെത്തൽ എന്നുള്ളത്, അതാണ് എക്സോ പ്ലാനറ്റ്സ് എന്ന വലിയൊരു പുതിയ മേഖലയെ തന്നെ തുറന്നു കിട്ടിയതാണ്. ഇത് എങ്ങനെയാണ് ഈ ഒരു ഫസ്റ്റ് ഇത് എങ്ങനെയാണ് സാധ്യമായത്? ആണെങ്കിൽ മനോജ് അവിടെ നിന്ന് തുടങ്ങായിരിക്കും. ഹലോ. അപ്പോൾ ഒരു വലിയ വിപ്ലവകരമായ മുന്നേറ്റമാണ് ഈ കഴിഞ്ഞ 30 കൊല്ലമായിട്ട് ഉണ്ടായിട്ടുള്ളത്. അജിത്ത് പറഞ്ഞതുപോലെ 95 വരെ നമുക്കറിയാവുന്ന ഒരേ ഒരു ഗ്രഹ സംവിധാനം നമ്മുടെ സൗരയൂഥമാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് 6000-ൽ കൂടുതൽ ഗ്രഹ സംവിധാനങ്ങളെക്കുറിച്ച് ഡെഫിനറ്റായിട്ട് തെളിവുകളോടുകൂടിയുള്ള അറിവുണ്ട്. അതുകൂടാതെ അത് നമ്മൾ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, എന്താ പറയുക, സെലക്ഷൻ ബയസും കംപ്ലീറ്റ്നെസ്സും ഒക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെ ഗാലക്സിയിലെ ക്ഷീരപഥത്തിലെ അല്ലെങ്കിൽ മിൽക്കി വേയിലെ ആകാശഗംഗയിലെ 100 ബില്യൺ സ്റ്റാർസിൽ ചുറ്റും എല്ലാത്തിനും ചുറ്റും ഗ്രഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അതായത് ഒരു ആവറേജിൽ ഒരു സ്റ്റാറിന് ചുറ്റും 1.2 ഗ്രഹങ്ങൾ എന്നുള്ള കണക്കാണ് നമ്മൾ ഇത് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. പക്ഷേ അതിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മൾ എങ്ങനെ ഇത് കണ്ടുപിടിച്ചതിന് മുമ്പേ ഒരു കാര്യം പറയാനുണ്ട്. നേരത്തെ മന്ത്രി MP രാജേഷ് പറഞ്ഞതുപോലെ ഈ സയൻസ് ഫെസ്റ്റ് ഒരു റെസിസ്റ്റൻസും കൂടി, ഒരു പ്രതിരോധം കൂടിയാണ്. ഈ ശാസ്ത്രവും ഈ ചരിത്രത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രതിരോധം ആയിരുന്നു. അതായത്
യാഥാസ്ഥിതിക മനോഭാവത്തോടും അധികാരത്തോടും കൂടിയുള്ള അത് ഈ നമ്മുടെ എക്സോ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ബഹിർഗ്രഹങ്ങൾ അല്ലെങ്കിൽ സൂര്യേതര ഗ്രഹങ്ങൾ ഭൗമേതര ഗ്രഹങ്ങളുടെ കോണ്ടെക്സ്റ്റിലും അത് ശരിയാണ്. അതിനൊരു ഒരു ചരിത്രമുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരു കാത്തലിക് ഫ്രയർ, ഒരു വൈദികൻ ആയ ജിയാഡോനോ ബ്രൂണോ ഇത് സ്പെക്യുലേറ്റ് ചെയ്തിരുന്നു. നമ്മുടെ ഗാലക്സിയിൽ ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾക്ക് ചുറ്റും മറ്റു ഭൂമികൾ ഉണ്ടാവാന്നുള്ളത്. പക്ഷെ അത് കാത്തലിക് അപ്പോൾ അതിൻ്റെ ഒരു കൊറോലറി എന്താ വെച്ചാൽ ഭൂമി അങ്ങനെ ഒരു സ്പെഷ്യൽ പ്ലേസ് അല്ല എന്നുള്ള. അപ്പോൾ അത് അന്നത്തെ അധികാരം കൈയാളിയിരുന്ന കാത്തലിക് ചില വാറ്റിക്കാനിന് സ്വീകാര്യമായിരുന്നില്ല. അപ്പോൾ ജിയഡാനോ ബ്രൂണോനെ റോമൻ ഇൻക്വിസിഷൻ നടത്തി, പിന്നെ ജയിലിൽ അടച്ച് 8 കൊല്ലം, അവസാനം കത്തിച്ച് കളിയായത് ജീവനോടെ. ഇത് ദൈവനിഷേധം പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊരു ചരിത്രം കൂടെ ഉണ്ട്. ഈ ഗ്രഹങ്ങളെ കുറിച്ചുള്ള നമ്മുടെ അറിവ് എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നുള്ളതിന്. പിന്നെ അതിനുശേഷം ഗലീലിയോ ഭൂമിയല്ല സൗരയൂഥത്തിൻ്റെ നാട്, ഒരു സൂര്യനാണ് ഭൂമിയെ ഡിസ്പ്ലേസ് ചെയ്തത്. അത് അവസാനം ഗലീലിയോക്ക് റീകാൻഡ് ചെയ്ത് ഗലീലിയോ അത് തിരിച്ചെടുത്തു ആ പ്രസ്താവന ചർച്ചിൻ്റെ ഇത് പ്രഷർ മൂലം. പക്ഷെ അങ്ങനെ അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇത് സയൻസ് ഫെസ്റ്റ് ഒരു പ്രതിരോധം, അതുപോലെ ശാസ്ത്രവും അങ്ങനെ ഒരു പ്രതിരോധത്തിലൂടെയും സമരങ്ങളിലൂടെയാണ് ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ പുതിയ അറിവും ഇതൊക്കെ അതൊന്ന് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ബഹിർഗ്രഹങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഈ കോണ്ടെക്സ്റ്റിൽ ഇതൊന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. ഇനി അജിത്ത് ചോദിച്ച ചോദ്യത്തിലേക്ക് എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിച്ചതെന്നുള്ളത്, 95-ലെ ആ കണ്ടുപിടുത്തം ഒരു പെർട്ടിക്കുലർ ഒരു രീതിയാണ്. അതിനെ റേഡിയൽ വെലോസിറ്റി ടെക്നിക് എന്ന് പറയും. അതിന് മലയാളത്തിൽ രേഖീയ അപ്പോൾ റേഡിയൽ വെലോസിറ്റി ടെക്നിക് അതിൻ്റെ എസൻസ് എന്താ വെച്ചാൽ, ഇപ്പം ഒരു നക്ഷത്രത്തിന് ചുറ്റും ഒരു ഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ സാധാരണ പറയുക ഗ്രഹം നക്ഷത്രത്തിന് ചുറ്റും പോകുന്നതാണ്. പക്ഷേ ഇപ്പം ഫിസിക്സ് പഠിച്ചിട്ടുള്ളവർക്കും അറിയാം, നക്ഷത്രവും ഗ്രഹവും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിന് ചുറ്റുമാണ് പോകുന്നത്. നക്ഷത്രവും ചുറ്റുന്നുണ്ട്. അപ്പോൾ അത് രണ്ടിനെയും ഒരു വടികൊണ്ട് ഇങ്ങനെ റിജിഡ് വടികൊണ്ട് ഉപയോഗിച്ചാൽ ആ സെൻറ്റർ ഓഫ് മാസിനെ ആസ്പദമാക്കിയിട്ട് ആ വടി ഇങ്ങനെ തിരിയുന്ന മാതിരി ആലോചിച്ചത്. അപ്പം നക്ഷത്രം ഇങ്ങനെ ആ സെൻറ്റർ ഓഫ് മാസിന് ചുറ്റും ഇങ്ങനെ പോകും. അപ്പോൾ ആ നക്ഷത്രം, അപ്പം നമ്മളിവിടുന്ന് അതിന് നക്ഷത്രം നിരീക്ഷിക്കുമ്പം നക്ഷത്രം നമ്മൾ ഇങ്ങനെ വട്ടത്തിൽ പോവുകയാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരും, ഇങ്ങോട്ട് പോകും, ഇങ്ങനെ വട്ടത്തിൽ അല്ലേ. അപ്പം നമ്മൾ അതിൻ്റെ ഒരു സ്പെക്ട്ര എടുക്കുകയാണെങ്കിൽ, സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈറ്റിനെ ഈ ഒരു പ്രിസം കൊണ്ടോ ഗ്രേറ്റിംഗ് കൊണ്ടോ ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് അതിൻ്റെ തരംഗദൈർഘ്യത്തിൽ ഇങ്ങനെ വിന്യസിച്ചാൽ അതിൽ നമുക്ക് ഒരു ഇങ്ങനെ ലൈൻസ് കാണും. ലൈൻസ് എന്ന് പറഞ്ഞാൽ ഓരോ മൂലകങ്ങളുടെയും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള, അത് ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു ഇതാണത്. ഈ ക്വാണ്ടം മെക്കാനിക്സ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എക്സോ പ്ലാനറ്റ്സിനെ അതിൽ ബഹിർഗ്രഹങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഈ ലൈൻസ് ഉണ്ടാവുന്നത് കാരണം ആ എനർജി ലെവൽസ് ക്വാണ്ടൈസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ലൈൻസ് ഉണ്ടാവുന്നത്. അത് ഓരോ മൂലകങ്ങളുടെയും എന്താ പറയുക ഈ കൈവര പോലെയാണ്. അത് ആ ലൈൻ കണ്ടാൽ നമുക്കറിയാം ഏത് മൂലകാണതെന്നുള്ളത്. അപ്പോൾ ഈ ലൈൻസ് ഈ നക്ഷത്രം ഇങ്ങോട്ട് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അത് ബ്ലൂ ഷിഫ്റ്റഡ് ആവും. ഇങ്ങനെ ഇങ്ങോട്ട് ലൈൻ അതിൻ്റെ ലാബറട്ടറി വേവിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ടാവും. അപ്പോൾ നക്ഷത്രം അങ്ങോട്ട് പോകുമ്പം അത് ഇങ്ങോട്ടും പോകും. അപ്പോൾ ഈ നക്ഷത്രം ഇങ്ങനെ തിരിഞ്ഞു വരുമ്പം ഈ നമ്മളൊരു 100 ലൈൻസ് നക്ഷത്രത്തിൻ്റെ സ്പെക്ട്രയിൽ നമ്മൾ നോക്കുകയാണ്, അത് ഇങ്ങനെ മൂവ് ചെയ്യും. പക്ഷേ ഈ നീക്കം വളരെ ചെറുതാണ്, അപ്പോൾ അതിന് നമ്മളെ സ്പെക്ട്രോഗ്രാഫിന് ഇൻസ്ട്രുമെൻ്റ് വളരെ പ്രിസൈസ് ആയിരിക്കണം. അപ്പോൾ ഈ നീക്കത്തെ ഈ ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഈ ലൈൻ എത്രത്തോളം മൂവ് ചെയ്യുന്നുണ്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ആ ഗ്രഹത്തിൻ്റെ മാസ് അല്ലെങ്കിൽ ദ്രവ്യമാനം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതായിരുന്നു ഈ റേഡിയൽ വെലോസിറ്റി ടെക്നിക്. ഇത് ഉപയോഗിച്ചിട്ടാണ് ആദ്യത്തെ ഗ്രഹം സൂര്യനല്ലാത്ത നക്ഷത്രത്തിലുള്ള ആദ്യത്തെ ഗ്രഹം കണ്ടുപിടിക്കപ്പെട്ടത്. മനോജ് പറഞ്ഞപ്പോൾ ഇപ്പോൾ ആളുകൾക്ക് ചോദിക്കാം എന്തുകൊണ്ട് ഈ ഗ്രഹത്തിനെ നേരിട്ട് നോക്കിക്കൂടാണ്. കാരണം ഈ ഗ്രഹത്തിനുള്ള ലൈറ്റ് തീരെ ഡിമ്മാണ്. അതുകൊണ്ടാണ് അല്ലേ ഈ നക്ഷത്രത്തിന് ഗ്രഹത്തിന്റെ മോഷൻ കൊണ്ട് നക്ഷത്രത്തിനുണ്ടാകുന്ന മാറ്റമാണ് നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഗ്രഹത്തിനെ നമുക്ക് ഇപ്പോൾ ഡയറക്റ്റ് ഇമേജ് ചെയ്യണമെങ്കിലും ഗ്രഹത്തിനെ നമ്മൾ കാണില്ല. നക്ഷത്രം എന്ന ഗ്രഹത്തിനേക്കാൾ എത്രയോ മടങ്ങ് ബ്രൈറ്റാണ്. അപ്പം അങ്ങനെ കാണാൻ പറ്റില്ല. ഈവൻ സ്പെക്ട്ര എടുത്താലും ഗ്രഹത്തിൽ നിന്നുള്ള ലൈറ്റ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ നക്ഷത്രത്തിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് നമുക്കതിൽ ഗ്രഹത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ഇൻഡയറക്റ്റ് മെത്തഡാണിത്.
പക്ഷേ ഇത് വളരെ സക്സസ്ഫുള്ളായി 95 മുതൽ 2000 വരെ പിന്നെ എത്രയോ ഗ്രഹങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു. അതിന് ഒരു 2000-ൽ വേറൊരു ടെക്നിക്ക്, ഈ ഗ്രഹങ്ങളെ സാന്നിധ്യം മനസ്സിലാക്കാനുള്ള വേറൊരു ടെക്നിക്ക് നമ്മൾ വികസിപ്പിച്ചെടുത്തു. അതിൻ്റെ പേരാണ് ട്രാൻസിറ്റ് മെത്തേഡ്. അതായത് ഇപ്പം നക്ഷത്രം എവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ കൂടെ ഒരു ഗ്രഹം വേണം, നിങ്ങളാണ് നിരീക്ഷിക്കുന്നത് വെച്ചാൽ ആ ഗ്രഹം നക്ഷത്രത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ നക്ഷത്രത്തിൻ്റെ വെളിച്ചം കുറച്ച് കുറയും, വളരെ കുറച്ച്. പക്ഷെ അത് നമുക്ക് അളക്കാൻ പറ്റുകയാണെങ്കിൽ അത് ആ നക്ഷത്രത്തിൻ്റെ ഏരിയനുസരിച്ചിരിക്കും. ഗ്രഹം എത്ര വലുതാണോ, വലിയ ഗ്രഹം കൂടുതൽ ബ്ലോക്ക് ചെയ്യും, ചെറിയ ഗ്രഹം കുറച്ച് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇതിൽ നീ ട്രാൻസിറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഗ്രഹസന്ധാരണം രീതിയിൽ അതിൽ നിന്ന് നമുക്ക് ഗ്രഹങ്ങളുടെ റേഡിയസ് അല്ലെങ്കിൽ വ്യാസാർദ്ധം അല്ലെ വ്യാസം, സൈസ്, വലുപ്പം മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഗ്രഹണമാണ് അല്ലേ ഇത്? ഗ്രഹണമൊക്കെ തന്നെയല്ലേ? ഗ്രഹണം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ അല്ലെങ്കിൽ സൂര്യന് മുമ്പിൽ വരുന്ന പോലെ മറക്കുന്നില്ല. ഈ ഗ്രഹങ്ങൾ ഇത്ര ചെറുതായതുകൊണ്ട് ഗ്രഹണം ചെറിയൊരു. പക്ഷെ അത് വളരെ കുറച്ച് ഇതുണ്ടാവില്ല. അപ്പോൾ ഒരു ഉദാഹരണത്തിന് വ്യാഴം നമ്മുടെ സൂര്യന് മുമ്പേ പോവുകയാണെങ്കിൽ 10,000 per million, അതൊരു ഫാക്ടർ 100, അവൻ 1 in 100. അതായത് 100 ഫോട്ടോൺസ് വരികയാണെങ്കിൽ ഒരു ഫോട്ടോൺ നഷ്ടപ്പെടും, ബ്ലോക്ക് ചെയ്യും. അപ്പോൾ വ്യാഴം വലിയ ഗ്രഹമാണ്, അതിൽ തന്നെ അത്രയേ ഉള്ളൂ സിഗ്നൽ. മറ്റേ ഭൂമി പോലത്തെ ഒരു ഗ്രഹത്തെ നമ്മൾ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ അത് ഓൾമോസ്റ്റ് എന്താ പറയുക 80 parts per million. അതായത് ആ ഡിപ്പ് അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മെഷർ ചെയ്യാനുള്ള പ്രിസിഷൻ വേണം നമ്മുടെ ഉപകരണങ്ങൾക്ക്. പക്ഷെ അത് നമുക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ രണ്ട് മെത്തേഡാണ്. വേറെയും ചില മെത്തേഡുകളുണ്ട്, പക്ഷേ ഈ രണ്ട് മെത്തേഡാണ്. ഈ 6000 ഗ്രഹങ്ങൾ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ 90% കൂടുതൽ ഈ രണ്ട് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ഇവിടെ നിർത്തണം. ശരിക്കും പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ഗ്രഹങ്ങളുടെ ചലനം കൊണ്ട് നക്ഷത്രത്തിനുണ്ടാവുന്ന ചലനത്തിനെയാണ് ഒന്ന് കാണുന്നത്. രണ്ടാമത്, ഈ ഗ്രഹങ്ങൾ നക്ഷത്രത്തിന് മുമ്പിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ഗ്രഹണങ്ങൾ അല്ലേ, അതിൻ്റെ ലൈറ്റ് ഉണ്ടാകുന്ന ചെറിയ കുറവാണ് രണ്ടാമത്തെ ടെക്നിക്ക്. അപ്പോൾ ഇതിലൊരു രസകരമായിട്ടുള്ള കാര്യം, നമ്മളിപ്പം 6000-ലധികം ഗ്രഹ സംവിധാനങ്ങൾ നമുക്കിപ്പോൾ അറിയാം. അപ്പോൾ അതിലൊരു രണ്ട് കാര്യങ്ങൾ, ഒരു 2-3 കാര്യങ്ങൾ അതിൽ എടുത്തു നിൽക്കുന്നുണ്ട്. അതൊന്ന് സൂചിപ്പിക്കട്ടെ. ഒന്ന്, ഗ്രഹങ്ങൾ സർവ്വസാധാരണമാണ്. നമ്മൾ ഇപ്പം നമ്മൾ നക്ഷത്രങ്ങൾ, നമ്മുടെ ഗാലക്സിയിലുള്ള നക്ഷത്രങ്ങളെ കുറച്ചുകൂടി ആഴത്തിൽ പഠിച്ചാൽ അതിന് ചുറ്റും ഗ്രഹങ്ങൾ ഉണ്ടാവും നമുക്ക് മനസ്സിലാവും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ നമ്മൾ പല ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒക്കറൻസ് റേറ്റ്, അത് എത്രത്തോളം ഒരു നക്ഷത്രത്തിന് എത്ര ഗ്രഹങ്ങൾ ഉണ്ടാവും എന്നുള്ള ശരാശരി നമ്പർ നമുക്കിപ്പം കണക്കാക്കാൻ പറ്റും. ആ നമ്പർ 1.2 അത് ഗ്രഹങ്ങളുടെ തരത്തിനും അനുസരിച്ചിട്ടും അതിൻ്റെ നക്ഷത്രങ്ങളുടെ പ്രത്യേകത അനുസരിച്ചും മാറും. അതിലേക്ക് ഞാൻ പിന്നെ വരാം. വേറൊരു കാര്യം, രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, ഈ ഗ്രഹങ്ങളുടെ പലവിധം ഗ്രഹങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സൗരയൂഥത്തിലുള്ള ഗ്രഹങ്ങളെ പോലെയുള്ള ഗ്രഹങ്ങളുണ്ട്. അതായത് ഗ്യാസ് ജയൻസ് അല്ലെ വാതക ഭീമന്മാർ എന്ന് പറയുന്ന വ്യാഴമായാലും ശനിയും പോലത്തെ അങ്ങനത്തെ ഗ്രഹങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഐസ് ജയൻസ്, ഹിമഭീമന്മാർ, നെപ്റ്റ്യൂൺ, യുറാനസ്, അങ്ങനത്തെ ഗ്രഹങ്ങളെയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഉള്ള ഗ്രഹം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെയും നെപ്റ്റ്യൂണിൻ്റെയും ഇടയിലുള്ള, അതായത് ദ്രവ്യമാനത്തിലും വലുപ്പത്തിലും ഭൂമിയുടെയും നെപ്റ്റ്യൂണിൻ്റെയും ഇടയിലുള്ള ഒരു ഗ്രഹമാണ് ഏറ്റവും നമ്മുടെ ഗാലക്സിയിൽ ഏറ്റവും സർവ്വസാധാരണമായി കാണപ്പെടുന്നത്. അങ്ങനെ ഒരു ഗ്രഹം നമ്മളെ സൗരയൂഥത്തിലില്ല. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു ഒരു പുതിയ ഒരു അറിവായിരുന്നു നമുക്ക്. അപ്പം നമ്മളെ സൗരയൂഥത്തിൽ ഇല്ലാത്ത ഒരു ഗ്രഹമാണ് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. മറ്റൊരു വ്യത്യാസം സൗരയൂഥമായിട്ട് കണ്ടുപിടിക്കപ്പെട്ട്, സൗരയൂഥത്തിലെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം മെർക്കുറിയാണ്, അതായത് ബുധൻ സൂര്യന് ചുറ്റും പോകാൻ 88 ദിവസം എടുക്കും. പക്ഷെ നമ്മൾ ഇപ്പം കണ്ടെടുത്ത 6000 ഗ്രഹങ്ങളിൽ ഒരു 80% ത്തിൻ്റെയും ഓർബിറ്റൽ പീരീഡ് ഡിസ്ട്രിബ്യൂഷൻ പീക്ക് ചെയ്യുന്നത് ഏറ്റവും കൂടുതലുള്ളത് 20-30 ദിവസത്തിലാണ്. അപ്പോൾ ഇതൊക്കെ അവരുടെ മാതൃനക്ഷത്രത്തിൻ്റെ വളരെ അടുത്താണ്. ഇത് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ സൗരയൂഥം പോലെയല്ല മറ്റ് ഗ്രഹ സംവിധാനങ്ങൾ, വളരെ വ്യത്യസ്തമായിട്ടാണ് കാണപ്പെടുന്നത്. ഇതൊരു പുതിയ അറിവാണ്. ഇതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇത് നമ്മുടെ ഈ
ഗ്രഹങ്ങളെ ഡിറ്റക്ട് ചെയ്യുന്ന രീതികൾ അനുസരിച്ച് അതിൻ്റെ ഒരു സിലക്ഷൻ എഫക്റ്റും ഉണ്ട്. അതായത് ഈ നമ്മുടെ ഈ റേഡിയൽ വെലോസിറ്റി ടെക്നിക്ക് ഈ ഗ്രഹം നക്ഷത്രത്തിലൊരു ചലനം ഉണ്ടാക്കണം. അപ്പോൾ അത് ഈ ഗുരുത്വാകർഷണം കൊണ്ടാണ് ആ ചലനം ഉണ്ടാകുന്നത്. അപ്പം ഗ്രഹം വലിയ ഗ്രഹവും അത് നക്ഷത്രത്തിന് അടുത്താണെങ്കിൽ അത് കൂടുതൽ അത് പിക്ക് ചെയ്യും. ഇപ്പോൾ ഒരു സിലക്ഷൻ എഫക്റ്റ് ഉണ്ട്. അതായത് എല്ലാ ഗ്രഹങ്ങളും അത് ഒരുപോലെ ഡിറ്റക്ട് ചെയ്യില്ല. അതേപോലെ തന്നെ ഈ ഗ്രഹണം എന്ന് പറഞ്ഞാൽ നേരത്തെ ട്രാൻസിറ്റ് മെത്തേഡ്, അതിലും കുറച്ചുകൂടി അടുത്താണെങ്കിൽ അത് കൂടുതൽ വലിയ ഷാഡോ പ്രൊജക്റ്റ് ചെയ്യും. അതുപോലെ ഗ്രഹം വലുതാണെങ്കിൽ അത് നമ്മുടെ സിഗ്നൽ കുറച്ചുകൂടി ശക്തമായിരിക്കും. അപ്പോൾ ഈ രണ്ട് ടെക്നിക്കും മാതൃനക്ഷത്രത്തിന് അടുത്തുള്ള ഗ്രഹങ്ങളെ കൂടുതലായിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആ സെലക്ഷന് വേണ്ടി കറക്റ്റ് ചെയ്താലേ നമുക്ക്. അപ്പം ഇപ്പം നമുക്ക് പറയാൻ പറ്റുക സൗരയൂഥ പോലെയുള്ള ഗ്രഹങ്ങൾ ഉണ്ടാവും വേറെ, പക്ഷേ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുണ്ട്. മാതൃനക്ഷത്രത്തിന് വളരെ അടുത്തുള്ള ഗ്രഹങ്ങളും അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഉള്ള നമ്മൾ 6000 ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള ഗ്രഹം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെയും നെപ്റ്റ്യൂണിൻ്റെയും ഇടയിൽ ദ്രവ്യമാനവും വലുപ്പമുള്ള ഗ്രഹമാണ്. ഇതിനെ നമ്മൾ ഇപ്പോൾ പറയുന്ന സൂപ്പർ എർത്ത് അല്ലെങ്കിൽ മിനി നെപ്റ്റ്യൂൺസ് എന്നാണ്. അത് സൂപ്പർ എർത്ത് എന്ന് പറഞ്ഞാൽ ഭൂമിയെക്കാളും വലുതും നെപ്റ്റ്യൂണിനേക്കാളും ചെറുതുമായിട്ടില്ല. ഈ സെലക്ഷൻ എഫക്റ്റ് വരെ ഒരു ഇമ്പോർട്ടൻസ് ആണ് സയൻസിൽ, ആസ്ട്രോണമിയിൽ എപ്പോഴും. കാരണം നമുക്ക് എപ്പോഴും അറിയാം, ഉറക്കെ സംസാരിക്കുന്ന ആളുകളെ നമ്മൾ ഏറ്റവും കേൾക്കുക. പക്ഷെ അതിനർത്ഥം ഉറക്കെ സംസാരിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളതെന്നോ അവർ പറയുന്നതാണ് ഏറ്റവും സെൻസിബിളോ ഒന്നുമല്ല. അത് സയൻസിൽ നമ്മൾ പ്രധാനപ്പെട്ട ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ അതിനർത്ഥം ലോകം മുഴുവൻ അങ്ങനത്തെ അല്ലെങ്കിൽ പ്രപഞ്ചം മുഴുവൻ ബ്രൈറ്റ് ആയ നക്ഷത്രങ്ങളാണെന്നില്ല. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാനുള്ളൊരു വഴി സയൻസിലുണ്ട്. കാരണം നമുക്ക് ഏത് തരത്തിലുള്ള എന്തൊക്കെയാണ് നമ്മുടെ കാഴ്ചയുടെ പരിമിതികൾ എന്ന് മനസ്സിലാക്കാനും അതിനെ മോഡൽ ചെയ്യാനുള്ള ഒരു എഫേർട്ട് സയൻസിൽ എപ്പോഴും നടത്തും. അവിടെ മാഷ്ക്ക് ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയാനുണ്ട്. എനിക്ക് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ ആദ്യം നമ്മൾ 95 കണ്ടുപിടിച്ച മിഷൽ മേയറും DJ കിലോസും കൂടി കണ്ടുപിടിച്ച അത് ആ ഗ്രഹത്തെ ചുറ്റാൻ വെറും 4.2 ദിവസം എടുത്തു. അത്രയും ചെറിയൊരു സമയമാണ്. മാത്രമല്ല വ്യാഴത്തേക്കാൾ വലുതുമാണ് ആ ഗ്രഹം. അപ്പോൾ നമ്മുടെ ഗ്രഹരൂപീകരണത്തെ സംബന്ധിച്ച് നമ്മൾ തിയറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. സൂര്യൻ ഏറ്റവും അടുത്ത് ചെറുതായിരിക്കും, അകലേക്ക് പോകുന്നതും വലുതായിരിക്കും, അല്ലേ? അങ്ങനെ ആ തിയറിയെല്ലാം പൊളിച്ചുകൊണ്ട് ആദ്യത്തെ തന്നെ വളരെ ഭീമൻ ഗ്രഹമായിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മുടെ ഗ്രഹരൂപീകരണത്തെ സംബന്ധിച്ചുള്ള സങ്കല്പം എല്ലാം മാറ്റേണ്ടി വരുമോ? രണ്ട് അതാണിപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നമുക്കൊരു 80s 90s ആകുമ്പോഴത്തേക്ക് ഈ ഗ്രഹരൂപീകരണത്തെ പറ്റി ഒരു സിദ്ധാന്തം ഉണ്ടായിരുന്നു, ഒരു സ്റ്റാൻഡേർഡ് കനോണിക്കൽ തിയറി. പക്ഷെ അത് ബേസ് ചെയ്ത് ഒറ്റ ഡേറ്റാ പോയിന്റ് ബേസ് ചെയ്തിട്ടാണ് സൗരയൂഥം. പക്ഷെ 95 ശേഷം ഇങ്ങനെ നമ്മൾ കൂടുതൽ ബഹിർഗ്രഹങ്ങളെ അല്ലെങ്കിൽ സൗരേതര ഭൗമേതര ഗ്രഹങ്ങളെ കണ്ടുപിടിക്കാൻ തുടങ്ങിയപ്പം നമ്മൾ കണ്ട ഗ്രഹ സംവിധാനങ്ങൾ, അതിൻ്റെ ഘടന വളരെ വ്യത്യാസമായിരുന്നു സൗരയൂഥം. അപ്പം അത് തീർച്ചയായും പാപ്പുട്ടി മാഷ് പറഞ്ഞ പോലെ ഗ്രഹരൂപീകരണത്തിനെ നമ്മുടെ സിദ്ധാന്തത്തെ വല്ലാതെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞ ഒരു പൊളിച്ചെഴുത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ പാപ്പുട്ടി മാഷ് പറഞ്ഞ ഉദാഹരണം, ആദ്യം കണ്ടുപിടിച്ച ഗ്രഹം വ്യാഴത്തിനേക്കാളും കുറച്ച് മാസം കുറവും 4 ദിവസം കൊണ്ട് ഇതിനെ മാതൃനക്ഷത്രത്തിന് ചുറ്റും ഒരു പ്രാവശ്യം. ഇതിനെ നമ്മൾ ഇത്തരം ഗ്രഹങ്ങൾ, അത് മാതൃനക്ഷത്രത്തിന് വളരെ അടുത്തായ ഒരു ഇതെന്താ വെച്ചാൽ അതിനുള്ള വികിരണങ്ങൾ ഇതിനെ ഭയങ്കര ചൂടാക്കും. കാരണം റേഡിയേഷൻ, നക്ഷത്രത്തിനുള്ള റേഡിയേഷൻ ഈ പ്ലാനറ്റിൽ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ആദ്യം കണ്ടുപിടിച്ച ഗ്രഹത്തിൻ്റെ ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ, താപമാനം ഒരു 1800 ഡിഗ്രി കെൽവിൻ ആയിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഹോട്ടാണ്. അപ്പോൾ അതിനെ നമ്മൾ ഹോട്ട് ജൂപ്പിറ്റേഴ്സ് അല്ലെങ്കിൽ ചുടു വ്യാഴങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്, ഈ മാതൃനക്ഷത്രത്തിന് വളരെ അടുത്തുള്ള വ്യാഴങ്ങൾ. ഇതിൻ്റെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഗ്രഹരൂപീകരണ സിദ്ധാന്തം ഉപയോഗിച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി കാരണം ഒന്നാമത് അത്ര അടുത്ത് ഒരു വ്യാഴം പോലുള്ള ഒരു ഗ്രഹത്തിന് ഉണ്ടാവാൻ പറ്റില്ല, അത്ര മെറ്റീരിയൽ ഇല്ല അതിൻ്റെ പ്രോട്ടോപ്ലാനറ്ററി ഡിസ്കിൽ. അപ്പോൾ അതിനുവേണ്ടി ആ ഡിബേറ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒരു ഉദാഹരണം നമ്മുടെ ഗ്രഹരൂപീകരണത്തിലുള്ള ഞങ്ങൾ ചാലഞ്ച് ചെയ്യുന്നുള്ളത്. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ഗ്രഹങ്ങൾ വളരെ കോമ്പാക്റ്റ് ആണ്, ഗ്രഹ സംവിധാനങ്ങൾ നമ്മളിതുവരെ കണ്ടുപിടിക്കപ്പെട്ടെ. ബുധൻ്റെ ഓർബിറ്റിന് ഉള്ളിലാണ് പല ഗ്രഹവും ഗ്രഹ സംവിധാനങ്ങളും. അതും ബുദ്ധിമുട്ടാണ്. സ്റ്റാൻഡേർഡ് പ്ലാനറ്റ് ഫോർമേഷൻ തിയറിക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം
അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ഇതൊരു വളരെ ഓപ്പൺ ഫീൽഡാണ്. ഇപ്പോൾ ഈ ഒരു ഫീൽഡ് സയൻസിൽ അതായത് നിരീക്ഷണങ്ങൾ തിയറിയേക്കാളും മുമ്പിലുള്ള ഒരു ഫീൽഡാണിത്. അതായത് തിയറി ഈസ് ക്യാച്ചിങ് അപ്പ്. നമുക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മളിതിനെപ്പറ്റി പൂർണ്ണമായിട്ടും ഒരു എന്താ പറയുക ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ നമ്മളെ സ്റ്റാൻഡേർഡ് തിയറിയെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ പുതിയ ഗ്രഹങ്ങളെ കണ്ടുപിടിക്കണം, പ്രത്യേകതകളുണ്ട്. ഇതൊരു സയൻസിൻ്റെ ഹിസ്റ്ററിയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലേ. ഒരു തരത്തിൽ തിയറിയും എക്സ്പെരിമെൻറ്റും ഇങ്ങനെ പരസ്പരം കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ കാലഘട്ടത്തിലും നമ്മളെ അറിവിനെ ഡ്രൈവ് ചെയ്യുന്നത് പലപ്പോഴും ഈക്വൽ ആയിക്കൊള്ളുന്നില്ല. ഇപ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് സെഞ്ചുറി പറയുന്ന ഒരു അല്ലേ, അത് ഒരു ഡിസ്കഷൻ വരെ ഉണ്ട്. ഇപ്പോൾ ഒരു 19ാം നൂറ്റാണ്ട് അവസാനം വരെ ആളുകൾ വിചാരിച്ചിരുന്നു നമുക്ക് ലോകത്തെ പറ്റിയുള്ള ഒരു ധാരണ ഉണ്ട്, ക്ലാസിക്കൽ ഫിസിക്സ് ഇസ് വർക്കിംഗ് എന്നുള്ളതായിരുന്നു. അപ്പോഴാണ് ഭയങ്കര വിചിത്രമായിട്ടുള്ള പല എക്സ്പെരിമെന്റുകളും വരുന്നത്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ ധാരണയിൽ വലിയ ഒരു ഗ്യാപ്പുകളുണ്ട് എന്ന് മനസ്സിലാവുകയും അടുത്ത റെവല്യൂഷൻ വരികയും ചെയ്യുന്നത്. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ ആസ്ട്രോണമി കോസ്മോളജിക്ക് ഇപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ്. നമ്മുടെ വലിയ ടെലസ്കോപ്പുകളും ഒക്കെ വെച്ചിട്ട് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റൽ ഡേറ്റ ഉണ്ട്. അത് വരുന്നത് നമ്മൾ അതിനു മുമ്പുള്ള ഡാറ്റ വെച്ചുണ്ടാക്കിയിട്ടുള്ള പല തിയറികളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ടാണ് എക്സ്പ്ലറേഷൻ്റെ വലിയൊരു കാര്യം അതാണ്. ചിലപ്പം എന്താ നോക്കാൻ പോണേന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും വാട്ട് ഇസ് ഇൻ സ്റ്റോർ ഫോർ യു മേ ബി അല്ലേ, എല്ലാം കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യണ ഒരു കാര്യമായിരിക്കാം. അപ്പോൾ എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ പ്രോഗ്രസ് ഇല്ല എന്ന് തന്നെ പറയാം. അതെ. ഇതിൽ വേറൊരു സാമൂഹ്യ ഭാഷ കൂടി ഞാൻ പാപ്പുട്ടി മാഷ്കുവിനെ ഒരു പക്ഷേ ആൻസർ ചെയ്യാൻ പറ്റിയിരിക്കും. ഇപ്പോൾ സയൻസ് പ്രോഗ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഈ ഒരു പുതിയ അറിവുകൾ വരുന്നു, ഇതിൻ്റെയൊക്കെ ഒരു ഇൻഫർമേഷൻ കണ്ടന്റ് ഇപ്പോൾ ആളുകൾക്ക് കിട്ടുന്നുമുണ്ട്. ഇപ്പോൾ നാസയുടെ ഏറ്റവും പുതിയ സാധനം എന്താണ്, അതൊക്കെ ആളുകൾക്ക് അറിയാം. ഇപ്പോൾ പക്ഷേ ഈ പറഞ്ഞ 6000 പുതിയ ഗ്രഹങ്ങളുണ്ട് എന്ന് വരെ ആൾക്കാർക്ക് അറിയാം. അത് വെച്ചിട്ട് ഒരുപക്ഷെ നമ്മുടെ സൗരയൂഹത്തിൽ തന്നെ 10,000 കോടി ഉണ്ടാവാം എന്നുള്ള ഒരു ദൂരമുണ്ട്. പക്ഷേ അതേ സമയം തന്നെ നമ്മുടെ 7 ഗ്രഹങ്ങളെ വെച്ചിട്ടുള്ള ജ്യോതിഷം എന്നുള്ളത് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ജീവിതത്തെ ഭയങ്കരമായിട്ട് നിയന്ത്രിക്കുന്നുമുണ്ട്. പാപ്പുട്ടി മാഷ് ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും രണ്ടും അറിയുന്ന ആളാണ്. ഇങ്ങനെ ഒരു വൈരുദ്ധ്യം എങ്ങനെയാണ് മാഷ് സംഭവിക്കുന്നത്? അതിന് അതൊക്കെ നമ്മുടെ സ്വഭാവത്തിലുള്ള കാര്യങ്ങളാണ്. മനുഷ്യൻ്റെ ഒരു സ്വഭാവത്തിൽ എന്ത് കാര്യം കണ്ടാലും അതിൻ്റെ കാരണം തേടുക എന്നുള്ള ഇതാണ്. അതിലാണല്ലോ സയൻസ് വളരുന്നത് തന്നെ. അപ്പോൾ പ്രാചീന മനുഷ്യൻ കാണുന്ന എന്താ, ആകാശത്ത് ഇത്തിരി പോകുന്ന ഒരു സൂര്യൻ, ഒരു തളികയുടെ വട്ടം, അത് ഈ വിശാലമായ ഭൂമിയെ എങ്ങനെ ചുട്ടുപൊഴിപ്പിക്കുന്നു, വിശ്വസിക്കാൻ തന്നെ പറ്റില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മളതിനെ ഒരു ദൈവമായിട്ട്, ഒരു സൂര്യഭഗവാനായിട്ട് ചിത്രീകരിക്കും. അതൊരു അന്ധവിശ്വാസം എന്നുള്ളതല്ല, നമ്മുടെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. കാര്യങ്ങളുടെ കാരണം തേടുക എന്നുള്ള സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് ലോകത്തിൽ എല്ലായിടത്തും സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ സൂര്യഭഗവാനാണ്, മറ്റിടത്ത് അപ്പോളോ ആണ് ഗ്രീസിൽ, അതുപോലെ റായാണ് ഈജിപ്തിൽ, എല്ലാം സൂര്യഭഗവാന്മാരാണ്. അപ്പം അങ്ങനെ ആകാശത്തിൽ ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരു വലിയ വിശ്വാസം ഉണ്ടല്ലോ. കല്യാണം കഴിക്കാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ചൊവ്വാദോഷക്കാർ. ചൊവ്വ എന്താ ഇങ്ങനെ ഭയപ്പെടാൻ കാരണം? ചൊവ്വ സന്ധ്യയ്ക്ക് കിഴക്കുദിക്കുന്ന കാലത്ത് അതിന് കടുത്ത ചുവപ്പ് നിറത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് അന്നത്തെ ആളുകൾക്ക് അറിയില്ല. കാരണം ഭൂമിയാണ് കേന്ദ്രം, ഭൂമിയെയാണ് ഈ ഗ്രഹങ്ങൾ ചുറ്റുന്നതെങ്കിൽ ഇതൊക്കെ ഒരേ ദൂരത്ത്, എപ്പോഴും ഒരേ ദൂരത്തായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ നിറം മാറ്റം ഉണ്ടാകാൻ അല്ലെങ്കിൽ കാഠിന്യം കൂടാനുള്ള സാധ്യതയില്ല. പക്ഷെ നമുക്ക് ഇന്നറിയാം, ചൊവ്വ സന്ധ്യയ്ക്ക് കിഴക്ക് ഉദിക്കുന്ന കാലത്ത് ഭൂമിയോട് ഏറ്റവും അടുത്തായിരിക്കും. സൂര്യൻ്റെ ഒരേ ഭാഗത്താണ് ഭൂമിയും ചൊവ്വയും ഉള്ളത്. സൂര്യൻ്റെ ഒരേ ഭാഗത്താണ്. ഏതാണ്ട് 6000 കോടി കിലോമീറ്ററേ ഉള്ളൂ. അതേസമയത്ത് സന്ധ്യയ്ക്ക് അല്ലെങ്കിൽ പ്രഭാതത്തിൽ കാണുന്ന കാലത്ത്, സൂര്യനെ വ്യാഴത്തെ കാണുന്ന കാലത്ത് അത് വളരെ ദൂരെയായിരിക്കും. 10-30 കോടി കിലോമീറ്ററിലധികം അകലെയായിരിക്കും. അന്നത് മങ്ങിയ കാണുക. ഈ കടും ചുവപ്പാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ ഭയപ്പെടുത്തിയത്. കടും ചുവപ്പ് കാരണം മനുഷ്യൻ കരുതിയത് ഇത് എന്തോ ഒരു യുദ്ധത്തിൻ്റെ ദേവനായിട്ടാണ് അതിനെ ചിത്രീകരിച്ചത്. ബാബിലോണിയക്കാർ യുദ്ധദേവനാണ് ചൊവ്വ, അത് വലിയ ഉപദ്രവം ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതേ വിശ്വാസമാണ് പിന്നീട് ഗ്രീസിലെത്തിയതും പിന്നീട് ഇന്ത്യയിലെത്തിയതും. ഇന്ത്യയിൽ യുദ്ധദേവനായിട്ട് തന്നെയാണ് അതിനെ ചിത്രീകരിച്ചത് ആദ്യകാലത്ത്.
അപ്പോൾ അതിനെ ഭയങ്കര പേടിയാണ് നമുക്കിവിടെ. അത് ചില ഇപ്പം കല്യാണത്തിൻ്റെ കാര്യങ്ങൾ ആലോചിക്കണമെങ്കിൽ കുട്ടിയുടെ അല്ലെങ്കിൽ ആ കുട്ടി ജനിക്കുന്ന സമയത്ത് പടിഞ്ഞാറ് അസ്തമിക്കുന്ന ഗ്രഹം ഏതാണെന്നാണ് പ്രധാനം. 7ാമത്തെ രാശിയിൽ എന്താണോ നിൽക്കുന്നത്, 7ാം രാശിയാണ് വിവാഹ കാര്യങ്ങൾ ചിന്തിക്കേണ്ട രാശി. അതുകൊണ്ട് 7ാമത്തെ രാശിയിൽ ചൊവ്വ നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ അപകടം അവിടെ പതിയിരിക്കുകയാണ്. കാരണം ഇയാൾക്കല്ല കുഴപ്പം, ഇയാൾ കല്യാണം കഴിക്കാൻ പോകുന്ന മറ്റേ കക്ഷിക്കാണ് കുഴപ്പം. ഒരു പെൺകുട്ടിക്കാണെങ്കിൽ വിവാഹദോഷമെങ്കിൽ ആണിനാണ് അപകടം ഉണ്ടാകുക. നേരെ തിരിച്ചായിരുന്നു, ഈ കുട്ടിക്ക് തന്നെയാണ് അപകടം ഉണ്ടാകുകയെങ്കിൽ കുറച്ചും കൂടി ചാൻസ് കൂടുമായിരുന്നു കല്യാണത്തിനുള്ള. കാരണം ഒരു ചാൻസും കൂടെ വേറെ കിട്ടാനുണ്ടല്ലോ. ഇതല്ല, ഇത് മറ്റേ കക്ഷിക്കാണ് കുഴപ്പം എന്നുള്ളത് കൊണ്ട് ഈ ആളുകൾ കല്യാണത്തിന് മുടക്കം വളരെ എളുപ്പമാണ് ഇനി. അപ്പോൾ അതിന് പരിഹാര പൂജയൊക്കെ ഉണ്ട്. പരിഹാര പൂജ ജ്യോത്സ്യന്മാർ നിർവഹിച്ചു തരും, കാശ് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നല്ലൊരു വരുമാന മാർഗമാണ് ഈ ചൊവ്വാദോഷം എന്ന് പറയുന്നത്. അല്ലെ പിന്നെ പുരുഷനും സ്ത്രീക്കും ചൊവ്വാദോഷം വന്നാൽ രണ്ടും തമ്മിൽ ക്യാൻസർ ആയിക്കോളും. അങ്ങനെയുണ്ട്. അതൊക്കെയാണ്. അപ്പോൾ അത് ഇതൊക്കെ ഇങ്ങനത്തെ ഓരോ വിശ്വാസങ്ങൾ വരുന്നത് ഇതുപോലെയാണ്. അപ്പം ബുധൻ ബുദ്ധിയുടെ ദേവനാണ്, ചൊവ്വ ഇതാണ്, അതേപോലെ വ്യാഴം നല്ല ഗ്രഹമാണ്. കാരണം അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പലതും അങ്ങനെയും കൂടിയാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഗ്രഹമാണ്. അതേസമയത്ത് ശനിയാണെങ്കിൽ മങ്ങി കാണും, അതുകൊണ്ട് ശനി മഹാദോഷക്കാരനാണ്. അപ്പം മനുഷ്യൻ്റെ ഈ കാണുമ്പോൾ ഉള്ള തോന്നലിൽ നിന്നാണ് പല വിശ്വാസങ്ങളും ഉണ്ടായി വന്നത്. ബാബിലോണിയക്കാരാണ് ഇന്ത്യയൊക്കെ തുടക്കം കുറിച്ച്, ഇന്ത്യക്കാരൊന്നും അല്ല. പക്ഷേ ബാബിലോണിയയിലൊക്കെ അത് പോയി. ഇപ്പോഴത്തെ ഇറാഖിലൊന്നും അതാരും വിശ്വസിക്കുന്നില്ല, ഗ്രീസിലും ഇല്ല. നമുക്ക് വളരെ അത്യാവശ്യമാണ് ഈ വിശ്വാസങ്ങൾ. കാരണം ജാതി വ്യവസ്ഥയ്ക്ക് അനുഗുണമാണത്. ജാതി വ്യവസ്ഥ അനുസരിച്ച് നമ്മുടെ മുജ്ജന്മ കർമ്മഫലമാണ് ഈ ജന്മത്തിൽ എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് തീരുമാനിക്കുന്നത്. മുജ്ജന്മ കർമ്മഫലം നിങ്ങൾക്ക് ഗ്രഹനിലകളിൽ വായിച്ചെടുക്കാം. അതാണ് അതിൻ്റെ തത്വശാസ്ത്രം. ഒരു കാര്യം ഇതിപ്പോൾ നമുക്ക് ഗ്രഹങ്ങളെപ്പറ്റിയും ഗ്രഹസംബന്ധം നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെപ്പറ്റി നമുക്ക് വേണ്ട അറിവും അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞു. അതേപോലെ തന്നെ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ, അവിടെ ഇപ്പോൾ ഇസ്രോന് ചന്ദ്രനിലേക്ക് നമ്മൾ പോകുന്നുണ്ട്, നാസ പല ഗ്രഹങ്ങളിലും. അപ്പോൾ ഈ അറിവുണ്ട് നമ്മുടെ സമുദ്രം. അത് നമ്മളെ ഈ വിശ്വസിക്കുന്ന പലർക്കും ഇതറിയാം, പക്ഷെ ആ അറിവ് ഒരു അവബോധമായി മാറുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ് അപ്പോൾ ആ പ്രോസസ് അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയാലേ എന്താ പറയുക, എന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയാലേ അതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതാണല്ലോ ഈ ശാസ്ത്ര പോപ്പുലറൈസേഷൻ്റെ ഉദ്ദേശം, പ്രൈമറി ഉദ്ദേശം. അപ്പോൾ അതിനെപ്പറ്റി ഈ വിശ്വാസങ്ങളും ശാസ്ത്രവും തമ്മിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ ഓരോ മതിലുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് അത് വളരെ കൂടുതലാണ്. ശാസ്ത്രം പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി നന്നായിട്ട് പഠിച്ച് എഴുതുന്ന കുട്ടികൾ പോലും അസലായിട്ട് ജ്യോതിശാസ്ത്രമൊക്കെ എഴുതും. പക്ഷെ അവർക്ക് പോലും പിന്നീട് സ്വന്തം ആവശ്യം വരുമ്പോഴേക്കും വിശ്വാസങ്ങൾ മാറും. ഗ്രഹദോഷമൊക്കെ നോക്കിയിട്ട്, കല്യാണമൊക്കെ വരുമ്പോഴേക്കും ഗ്രഹദോഷമൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുക. അത് വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു നിർബന്ധത്തിൻ്റെ ഒരു കുഞ്ഞുനാളിലെ കുട്ടികളിലേക്ക് ഇത്തരം വിശ്വാസങ്ങളാണ് ആദ്യം പകർന്നു നൽകുന്നത്. അതിൻ്റെ മേലെയാണ് ഈ സയൻസ് നമ്മൾ പടുത്തുയർത്തുന്നത്. അതുകൊണ്ട് എപ്പോഴും അടിയിൽ അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ കിടക്കും. അത് എങ്ങനെ മാറ്റണം എന്ന് പറഞ്ഞാൽ മാറ്റാൻ പറ്റും. നമുക്കൊക്കെ മാറിയത് അതുപോലെയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ചെറുപ്പത്തിലെ ഒരുപാട് അന്ധവിശ്വാസങ്ങളൊക്കെ പലയിടത്തുനിന്നും വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് പൊളിച്ചെഴുതാൻ കഴിഞ്ഞത് നമ്മൾ ആഴത്തിൽ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടാണ്. ഈ വിദ്യാഭ്യാസത്തിലെ ആ ഒരു പ്രശ്നമുണ്ട്. ഈ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതാൻ വേണ്ടി ഇങ്ങനെ പഠിക്കുന്ന അതായിട്ട് അല്ലാതെ ഒരു വിമർശനാത്മകമായ പഠനം ക്ലാസ്സുകളിൽ നടക്കുന്നില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ അത്തരം ഒരു മാറ്റം ഉണ്ടായാൽ മാത്രമേ ചോദ്യം ചെയ്ത് പഠിക്കുക എന്നുള്ളത് ആണ് നമുക്ക് സ്കൂളുകളിൽ ഒക്കെ ഉണ്ടാകേണ്ടത്. അതുണ്ടായാൽ മാത്രമേ മാറ്റാൻ പറ്റില്ല, അല്ലാതെ ഒന്നും മാറ്റാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഈ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ എന്നുള്ള നോവലിൽ പിന്നെ ഒരു രസമുള്ള സാധനം, പിന്നെ ഈ സ്കൂളിൽ പഠിക്കുന്ന മാഷ് തന്നെയാണ് മദ്രസയിലെ മൗലിയാരും. അപ്പോൾ മാഷ് രാവിലെ ഒന്ന് ചോദിക്കുകയാണ്, എടാ ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ? കുട്ടികളൊക്കെ പറഞ്ഞു പരന്നത്. അപ്പോൾ മാഷ് പറയുന്നത് അത് മദ്രസയിൽ, ഇവിടെ ഉരുണ്ടതാണ്. ഇവിടെ ക്ലാസ്സിൽ അത് മദ്രസയിൽ, ഇവിടെ ഉരുണ്ടതാണ്.
ഇപ്പോൾ വേണമെങ്കിൽ കുറച്ചൊരു സയൻസ് കൂടി ഇതിൽ ഇപ്പം നമുക്കറിയാം ചൊവ്വയെ പറ്റിയിട്ടുള്ള നമ്മൾ ആദിമ മനുഷ്യരുണ്ടാക്കിയ കുറേ സങ്കല്പങ്ങളെ പറ്റി മാഷ് പറഞ്ഞു. ഇപ്പോൾ ചൊവ്വ ഇപ്പോൾ അടുത്തൊരു ഫ്രണ്ടിയർ ഓഫ് എക്സ്പ്ലോറേഷനാണ് അല്ലേ. ഇപ്പോൾ ചൊവ്വയിലേക്കുള്ള ലാൻഡിങ് കുറേ നടന്നു കഴിഞ്ഞു, മനുഷ്യരെ അയക്കാൻ വരെ ഉള്ള ഏറ്റവും സ്കോപ്പുള്ള ഒരു സ്ഥലമാണ്. ചൊവ്വയെ പറ്റി നമുക്ക് എന്താ അറിയാം? പുതിയ സ്പേസ് എക്സ്പ്ലോറേഷനോടെ എന്താണ് ചൊവ്വയുടെ സ്വഭാവം? ഈ ഇന്നർ സോളാർ സിസ്റ്റം നോക്കുകയാണെങ്കിൽ ജീവൻ്റെ സാധ്യത അറ്റ്ലീസ്റ്റ് മുമ്പെങ്കിലും എവിടെയെങ്കിലും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ വളരെ സാധ്യത ഉള്ളത് ചൊവ്വയിലാണ്. എന്താ പറയുക, ഒരുവിധം എവിഡൻസ് ക്ലിയർ ആയിട്ടുണ്ട് ദാറ്റ് അവിടെ വെള്ളം ഉണ്ടായിരുന്നു. അതിൽ ഒരുവിധം എല്ലാവരും അഗ്രി ചെയ്ത ഒരു എവിഡൻസ് ആണ്. ഒഴുകിയിരുന്ന വെള്ളം സർഫസിൽ ഉണ്ടായിരുന്നു ചൊവ്വയിലെ പണ്ടെന്ന്. അപ്പോൾ വെള്ളം എന്നുള്ളത് ജീവൻ്റെ ബേസിക് കാര്യമാണ്. അപ്പോൾ വെള്ളം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഏതെങ്കിലും ഒരു കാലത്ത് ഉണ്ടായിരുന്നിരിക്കണം എന്നുള്ള ഉറപ്പുള്ള ഒരു ഗ്രഹം ചൊവ്വ തന്നെയാണ്. അപ്പോൾ അതാണ് ഒരു വലിയ ഡ്രൈവിങ് ഫാക്ടർ ചൊവ്വ ഇതാക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ജീവൻ ഉണ്ടായിരുന്നോ അതോ ജീവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്? സാധ്യത ഉണ്ട്. ഇതുവരെ അങ്ങനെ ഒരു അത് ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു തിരിച്ചൊരു സാമ്പിൾ റിട്ടേൺ ഒക്കെ വന്നാൽ തന്നെ അങ്ങനെ എന്താ പറയുക കൺക്ലൂസീവായിട്ട് പറയാൻ പറ്റുന്നുണ്ടാവുള്ളൂ. എക്സോ പ്ലാനറ്റുകളിൽ നമ്മൾ വലിയ ഗ്രഹങ്ങളെയൊക്കെയാണ് ആദ്യം കണ്ടുപിടിച്ചതെങ്കിലും ഇപ്പം നമ്മൾ താരതമ്യേന ചെറുത് ഭൂമിയെ പോലെയുള്ളതൊക്കെ കണ്ടുപിടിക്കുന്നു. പക്ഷേ ഒന്നും നമ്മൾ നേരിട്ട് കാണുന്നില്ല അല്ലേ? അപ്പോൾ അത് ഏത് രീതിയിലാണ് നമ്മൾ ഈ ഗ്രഹങ്ങളെ ഒന്ന് എന്താ പഠിക്കുക, ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ പോരല്ലോ, അതിലപ്പുറം. അപ്പം അതാണ്. അപ്പം നേരത്തെ മനോജ് ഒരു ഡേറ്റ പോയിൻ്റേ ഉള്ളൂ എന്ന് പറഞ്ഞാലും ഈ സൗരയൂഥത്തെ ആ ഒരു ഡേറ്റ പോയിന്റ് ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഡേറ്റ പോയിൻ്റാണ്. അപ്പം മറ്റതൊക്കെ ജസ്റ്റ് പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് മാത്രമാണ്. കുറേ അനുമാനങ്ങളും ഒക്കെ അതിലുണ്ടാവും. പക്ഷേ സോളാർ സിസ്റ്റം എക്സ്പ്ലോറേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ നമുക്ക് പോയി കയ്യിലെടുത്ത് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഏത് തരത്തിലുള്ള എക്സ്പെരിമെൻറ്റിനും വിധേയമാക്കാൻ പറ്റുന്ന ഇതാണ്. ഇന്നത്തേക്ക് മാത്രമല്ല, ഇത് എടുത്തു വെച്ച് ഇപ്പോൾ അപ്പോളോ ഒന്ന് കൊണ്ടുവന്നത് ഇപ്പോഴും 50 കൊല്ലം കഴിഞ്ഞിട്ടും എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്കും അത് പഠിക്കാൻ പറ്റുന്ന പുതിയ ടെക്നോളജി വെച്ച്. അപ്പോൾ അതാണ് ഈ വലിയ എക്സോ പ്ലാനറ്റിൻ്റെ ഫീൽഡിൽ നോക്കിയാലും ഇപ്പോഴും സോളാർ സിസ്റ്റം എക്സ്പ്ലോറേഷൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. ഇതാണ് ആക്സസിബിൾ ആയിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ വിശ്വാസയോഗ്യമായിട്ടുള്ള റിസൾട്ട്സ് ഉണ്ടാക്കാൻ തീർച്ചയായും റിയലി പോയി എക്സ്പ്ലോർ ചെയ്ത് എടുത്തുകൊണ്ട് വരുന്നത് അതിലപ്പുറത്തേക്കൊരു ഇതില്ല. ഈവൻ ഭൂമിയിലെ ജീവന്റെ ഉൽപ്പത്തിയെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് പോലും പിന്നെ വളരെ പ്രധാനമാണ്. ആസ്ട്രോയിഡുകളെ പറ്റിയുള്ള പഠനങ്ങളൊക്കെ അടുത്ത കാലത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി മാറി. അപ്പോൾ കുറേ കൈൻഡ് ഓഫ് ബേസിക് പ്രോട്ടീൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ ഇപ്പോൾ കോമറ്റിലും ആസ്ട്രോയിഡിലൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഭൂമിയിൽ ജീവൻ വന്നേ എന്നൊരു ഇതുണ്ട്. പക്ഷെ അത് ഓഫ് കോഴ്സ് എങ്ങനെയാണ് അവിടെ ജീവൻ വന്നതെന്നുള്ള ചോദ്യം പിന്നെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ വന്നതായിരിക്കാം ജീവൻ. ബിക്കോസ് നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ തിരയുമ്പോഴും ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു എവിഡൻസ് വന്നിട്ടില്ല. പക്ഷെ ഭൂമിയിലും ഇത് എല്ലാ കാലത്തേക്കും ജീവൻ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ ഭൂമി ഉണ്ടായിട്ട് 4.56 ബില്യൺ ഇയേഴ്സ് ആയിച്ചാലും ഇതൊരു ഒരു ചെറിയ കാലയളവിൽ മാത്രമേ ഭൂമി എന്താ പറയുക ഹാബിറ്റബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ ഈ യൂണിവേഴ്സിൽ ഇതൊരു ജസ്റ്റ് ഒരു ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമാണ്. അപ്പോൾ ഈ കൈൻഡ് ഓഫ് എക്സ്പ്ലോറേഷൻ അതിനും എന്താ പറയുക ഒരു ആൻസറാണ്. നമ്മളും ഇത് എല്ലാ കാലത്തേക്കും അല്ലല്ലോ. അപ്പം അതൊരു ഫാക്ടറാണ് അതിൽ. ഇപ്പം ഈ സ്പേസ് എക്സ്പ്ലോറേഷൻ്റെ പുതിയ ഫ്രണ്ടിയറുകൾ നിർത്തിക്കുക. ഒരു ഭാഗത്ത് മനുഷ്യൻ ചന്ദ്രനിൽ പോവുക, അവിടെ കോളനൈസ് ചെയ്യുക എന്നുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തും ഇപ്പം ഒരു ശാസ്ത്രീയമായിട്ടുള്ള പല ചോദ്യങ്ങളില്ല. ഉദാഹരണത്തിന് ഭൂമിയുടെ ജീവനെ പറ്റിയുള്ള ഉൽപ്പത്തി, അതുപോലെ ഈ സോളാർ സിസ്റ്റത്തിൻ്റെ എങ്ങനെയുണ്ടായത്, അതിനെ പറ്റിയുള്ള അതിൽ എങ്ങനെയാണ് ഈ സ്പേസ് എക്സ്പ്ലോറേഷൻ്റെ പുതിയ ഫ്രണ്ടിയേഴ്സ് എന്തൊക്കെയാണ് അടുത്ത പ്ലാനുകൾ? സോ തീർച്ചയായിട്ടും എന്താ പറയുക ചന്ദ്രനിൽ സ്ഥിരമായിട്ടുള്ള ഒരു സ്റ്റേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് ഇന്ത്യക്കും ഒരു വലിയ പ്ലാനാണ്. സാധിക്കാവുന്നതുമാണ്. ഒരു അടുത്ത എന്താ പറയുക ഒരു 30 കൊല്ലത്തിൽ 30 കൊല്ലം എന്ന് പറയാം, മേ ബി തീർച്ചയായിട്ടും. അപ്പം ഇതൊരു പാരലായിട്ടാണ് പോണേ. ഒന്ന് ഈ സയൻറ്റിഫിക് ആൻസേഴ്സിനുള്ള പ്ലാറ്റ്ഫോംസ് ആയിട്ട് ഇതൊക്കെ ഉപയോഗിക്കാം. മാത്രമല്ല നമ്മളുടെ ഹ്യൂമൻ പ്രസൻസ് എക്സ്പാൻഡ് ചെയ്യാനും എന്താ പറയുക എക്സ്പ്ലോറേഷൻ ആ ഒരു രീതിയിലുമാണ്. ബിക്കോസ് ഇതിൻ്റെ ഫൈനലി ഇതിൻ്റെ എന്താ പറയുക എക്കണോമിക് ഫീസിബിലിറ്റി അങ്ങനത്തെ കാര്യങ്ങളും ഇതിനെ ഡ്രൈവ് ചെയ്യുമല്ലോ. അപ്പോൾ
കൂടുതൽ ഇൻ്റർനാഷണൽ കോപ്പറേഷൻ കൂടി എന്ന് പറയാം. ബിക്കോസ് അമേരിക്കന്മാരുള്ള രാജ്യങ്ങൾ അവർക്ക് ടെക്നോളജിയൊക്കെ വളരെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കുറേ കട്ട്സും പിന്നെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് പുറത്തേക്കുള്ള എക്സ്പ്ലോറേഷൻ ഒരു രാജ്യത്തിനേക്കാളും കോപ്പറേറ്റീവായിട്ട് ചെയ്താലേ ഹ്യൂമൻസിന് ഇത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അവബോധം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ധാരാളം അങ്ങനത്തെ ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ഇന്ത്യയും ഉണ്ട്, അഗ്രിമെൻറ്റ്സും ഒക്കെ. അത് വളരെ നല്ല മൂവാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മൂൺ, മാർസ് തന്നെയാണ് ഇപ്പോൾ അടുത്ത കാലത്ത് ചെയ്യാവുന്ന കാര്യങ്ങൾ. ബിക്കോസ് പുറത്ത് സോളർ സിസ്റ്റത്തിൻ്റെ അറ്റത്തിലേക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇപ്പോൾ അതിനുള്ള ടെക്നോളജി ആയിട്ടില്ല. ഇതുമാതിരിയുള്ള കോപ്പറേഷൻ വരുമ്പോൾ ഉണ്ടാവും. പക്ഷേ ആഗോളതലത്തിൽ നോക്കിയാൽ ഇപ്പം വോയേജർമാരത്തുള്ള സ്പേസ് ക്രാഫ്റ്റ് സോളർ സിസ്റ്റം വിട്ട് തന്നെ പോയി കഴിഞ്ഞു. അത് 1970s അയച്ചതാണ്, എപ്പോഴാണ്. പക്ഷെ അപ്പോൾ അത്രയും എത്താനുള്ള ടെക്നോളജി നമ്മുടെ അടുത്ത് ആയി. ഇപ്പം നെക്സ്റ്റ് സ്റ്റാറൊക്കെ പോകാനുള്ള ഉള്ള അറ്റ്ലീസ്റ്റ് കോൺസെപ്റ്റുകൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ മേ ബി അതൊക്കെ നടക്കാവുന്ന കാര്യങ്ങളായിരിക്കും. അനദർ സോളാർ സിസ്റ്റം. അല്ല, മൂണിൽ തീർച്ചയായിട്ടും. മൂണിലിപ്പം ചന്ദ്രയാൻ 3 ഒരു വലിയ ഇതായിരുന്നു. മൂണിൽ വലിയ എന്താ നഗരങ്ങളൊക്കെ പണിയുന്ന രീതിയിലുള്ള. അതെ അതെ അതെ. ഇസ്രോക്ക് ആ പ്ലാൻ ഉണ്ടല്ലോ. ഇതിനുള്ള സാധനങ്ങളെല്ലാം ഇവിടുന്ന് കൊണ്ടുപോകേണ്ടി ഇല്ല. അത് ശരിക്കും എക്കണോമിക്കലി ശരിയാവുന്ന കാര്യമല്ല. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ അവിടെ തന്നെയുള്ള സോയിൽ എടുത്തിട്ട് ബ്രിക്സ് ഉണ്ടാക്കാനും അങ്ങനത്തെ കാര്യമുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതിന് ഓക്സിജൻ എടുക്കുക, വെള്ളം, വായു ഒക്കെ അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള ടെക്നോളജി. അങ്ങനെയാണെങ്കിലേ ഇത് നടക്കുള്ളൂ. ഇന്ത്യയിലും നടക്കുന്നുണ്ട് അങ്ങനത്തെ റിസർച്ച്. അത് സാധ്യമാവും തന്നെയാണ് അടുത്ത കാലത്ത്. അതിലെ ഏറ്റവും കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സാധനം ചന്ദ്രയാനാണല്ലോ അല്ലേ? അത് എന്താണ് ചന്ദ്രയാന്റെ അടുത്ത ഘട്ടങ്ങൾ? ചന്ദ്രയാൻ 3 നമുക്ക് ഇന്ത്യക്ക് തന്നെ ഒരു വലിയ ഇതായിരുന്നു. അത് ആവശ്യമായിരുന്നു. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ ഈ സോഫ്റ്റ് ലാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ചന്ദ്രയാൻ 4 ഉണ്ട്. സാമ്പിൾ റിട്ടേൺ ആണ്. അവിടെ നിന്ന് പോയി ഒരു കുറച്ച് കിലോഗ്രാം മൂണിൻ്റെ മെറ്റീരിയൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ ഇത്. അപ്രൂവ്ഡ് മിഷനാണ്. പിന്നെ അടുത്തത് നമ്മൾ ജാപ്പനീസായിട്ട് കൂടെ ഒരു മിഷൻ ചെയ്യുന്നുണ്ട്, ലൂപെക്സ് എന്ന് പറഞ്ഞിട്ട്. അതും സൗത്ത് പോളിൽ പോയി റോവർ ഇറക്കി അവിടെ വെള്ളത്തിൻ്റെ എത്ര ഉണ്ട് എന്നുള്ളത് പറയാനാണ്. ഇതൊക്കെ ടുവേർഡ്സ് ഫർദർ എന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് തന്നെ അവിടെ പോയി പിന്നീട് ഇനിയും കുറേ ചന്ദ്രയാൻസ് ഉണ്ട്. അവിടെ ഇറങ്ങി ഇതുമാതിരി സ്റ്റേഷൻ ഉണ്ടാക്കാനും ഒക്കെ ഉള്ള പ്ലാനൊക്കെ ഓൾറെഡി സെറ്റാണ്. പിന്നെ വീനസിലേക്കുള്ള ഒരു മിഷനും അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അത് വീനസ് ഓർബിറ്റർ മിഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഡെക്കേഡിൽ തന്നെ ഉണ്ടാവും. പിന്നെ മാഴ്സിക്കുള്ളതിനും സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയത്തെ മാഴ്സ് മിഷൻ റോവർ ആയിരിക്കും അപ്പോൾ ഇറങ്ങി ചെയ്യാൻ. അപ്പോൾ അതിൽ ഇതുമാതിരി ബയോളജി റിലേറ്റഡ് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആവും, ആസ്ട്രോബയോളജി കൈൻഡ് ഓഫ്. ഇതൊക്കെയാണ് അടുത്ത ഒരു 10-15 വർഷത്തിനുള്ള പ്ലാൻസ്. ഈ സോയിൽ മുകളിൽ നിന്നുള്ള സോയിൽ റിട്ടേൺ എന്നത് ഒരു ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ മാത്രമാണോ അതോ ഇനിയും അതിൽ വലിയ സയൻസ് ചെയ്യാനുണ്ടോ? കാരണം ആ സാമ്പിൾ ഇപ്പോൾ നിലവിൽ അപ്പോളോ സാമ്പിൾസ് ഇല്ലേ, അതിൽ നിന്ന് കിട്ടാത്ത എന്താണ് കൂടുതൽ കിട്ടുക? അതെ. അപ്പോൾ അപ്പോളോ സാമ്പിൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഇക്വേറ്ററിൻ്റെ ഒരു ചെറിയ ഒരു +-30 ഡിഗ്രി എന്ന് മാത്രം അതാണ് സാധിച്ചിരുന്നത്. അതിന്ന് കുറേ സയൻസ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും അതാ ചെറിയ. ഇപ്പോൾ ഭൂമിയിലൊരു 6 സ്ഥലത്ത് പോയിട്ട് കുറേ മണ്ണെടുത്തുകൊണ്ട് വന്നാൽ നമുക്ക് ഭൂമിയെ പറ്റി മുഴുവൻ അറിയുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഏകദേശം അതുമാതിരി പറയാം. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് സൗത്ത് പോളിൻ്റെ സൈഡിലേക്കാണ്. ബിക്കോസ് അവിടെയാണ് വെള്ളം, അവിടെയാണ് സ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് അപ്പോൾ അത് നമ്മൾ ബാംഗ്ലൂരുള്ള സെൻറ്ററിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുണ്ട് ഒരു ഇത് എല്ലാം ശരിയായിട്ടുണ്ട്. അത് നടക്കും. ഈ വെള്ളം എന്ന് പറയുന്നത് ആക്ച്വൽ ലിക്വിഡ് വാട്ടർ ഉണ്ടോ അതോ വേപ്പറാണ്? വാട്ടർ വേപ്പറാണ്. അവിടുത്തെ വാക്യൂം എന്ന് പറയുന്നത് തന്നെ 10⁻⁻12 ടോറൊക്കെയാണ്. അപ്പോൾ വെള്ളം അങ്ങനെ ദ്രവരൂപത്തിൽ ഉണ്ടാവില്ല. ഒന്നും ഐസ് അല്ലെങ്കിൽ അത് അപ്പം തന്നെ സബ്ലിമേഷൻ ആവും. അപ്പം മണ്ണിൻ്റെ അടിയിൽ ഐസ് ഉണ്ടാവും എന്നാണ് ഇപ്പോഴത്തെ നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അത് ഡ്രിൽ ചെയ്ത് എടുത്ത് യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ മനോജ്, ഇപ്പോൾ ഈ നമ്മുടെ ഇത്തരം തരത്തിലുള്ള കുറച്ചൊരു ശമാർന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഈ സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള പല ഡയമെൻഷണൽ ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സൗരയൂഹത്തിലുള്ള പുറത്തുള്ള ഗ്രഹങ്ങളിലേക്ക് അങ്ങനെ ഒരു സാധ്യമല്ല. അപ്പോൾ നിലവിൽ നമ്മുടെ ഉള്ള ബെസ്റ്റ് ടെക്നോളജി ടെലസ്കോപ്പുകളാണ് അല്ലേ?
ഇപ്പം ഈ ഇത് വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ അനാദിയായിട്ടുള്ളൊരു ചോദ്യമാണ് മറ്റുള്ള ഗ്രഹങ്ങളിലും ജീവനുണ്ടോ, നമുക്ക് സമാനമായിട്ടുള്ള ആളുകളുണ്ടോ എന്നുള്ളത്. ഇപ്പം ഇത് അടുത്ത കാലം വരെ ഒരു ഭാവനയുടെ മേഖലയായിരുന്നു. എല്ലാ ആളുകൾക്കും അതിനെപ്പറ്റി അഭിപ്രായമുണ്ട്, ഉണ്ടെന്നില്ല എന്നുള്ള ഇതിൽ. പക്ഷെ അതിനപ്പുറം എങ്ങനെയാണ് ഈ ചോദ്യത്തിനെ ശാസ്ത്രീയമായിട്ട് ചോദിക്കാൻ പറ്റുക? അപ്പോൾ അപ്പോൾ ശ്യാം പറഞ്ഞ മാതിരി നമ്മുടെ സൗരയൂഥം തീർച്ചയായും ഒരു അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ അവിടെ പോയിട്ട് സ്ഥാനം എടുത്തുകൊണ്ട് അതിനെപ്പറ്റി പഠിക്കുക, അതൊരു വശം. മറ്റിപ്പോൾ അജിത്ത് ചോദിച്ച ചോദ്യത്തിന് ഈ മറ്റുള്ള ബഹിർഗ്രഹങ്ങളെ, സൂര്യനപ്പുറമുള്ള ഗ്രഹങ്ങളെ, സൂര്യന് കൂടാതെ നക്ഷത്രങ്ങളിൽ ചുറ്റുമുള്ള ഗ്രഹങ്ങളെ ഈ ജീവൻ്റെ സാധ്യതയെപ്പറ്റി നമുക്ക് എന്ത് പറയാൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യമാണ്. അത് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ റേഡിയോ വെലോസിറ്റി ടെക്നിക്കും ഈ ട്രാൻസിറ്റ് ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ ഈ 6000-ഓളം ഗ്രഹങ്ങളെ കണ്ടുപിടിച്ചതിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഈ സയൻസിൽ എപ്പോഴും നമ്മൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യം, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ, അളക്കാൻ പറ്റുമോ എന്നുള്ളത്. അതായത് അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. എന്നാലേ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഗ്രഹങ്ങളുടെ പ്രോപ്പർട്ടി, സ്വഭാവ ഗുണങ്ങൾ, ഒന്ന് മാസ്, ദ്രവ്യമാനം. അത് ഞാൻ നേരത്തെ പറഞ്ഞ റേഡിയോ വെലോസിറ്റി ടെക്നിക്കിൽ ആ നക്ഷത്രം എത്രത്തോളം മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതിൽ നിന്ന് നമുക്ക് ഗ്രഹങ്ങളുടെ ദ്രവ്യമാനം കിട്ടും. പിന്നെ ഈ ട്രാൻസിറ്റ് മെത്തേഡിൽ നിന്ന് ഗ്രഹങ്ങളുടെ വലുപ്പം കിട്ടും, റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ, വലുപ്പം. ഈ രണ്ട് ട്രാൻസിറ്റും റേഡിയോ വെലോസിറ്റി ഒരുമിച്ച് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഇൻക്ലിനേഷൻ ആംഗിളും കിട്ടും. അതായത് ഇപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഈ ഓർബിറ്റൽ പ്ലെയിൻ നമ്മളെ വിത്ത് റെസ്പെക്ട് ടു അസ് ഇങ്ങനെയാവാം. അപ്പോൾ ഇതിപ്പോൾ നമ്മളിങ്ങനെ ഫേസ് ഓൺ ഇങ്ങനെ കാണുകയാണെങ്കിൽ നമുക്ക് ട്രാൻസിറ്റ് ഉണ്ടാവില്ല. ട്രാൻസിറ്റ് വേണമെങ്കിൽ കുറച്ചിങ്ങനെ ഇതായിട്ട് വേണം. പിന്നെ ഈ ഓർബിറ്റൽ പീരിയഡ് അല്ലെങ്കിൽ പരിക്രമണ കാലം അല്ലെങ്കിൽ പരിക്രമണ ദൂരം, അതും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഗ്രഹങ്ങളുടെ പറ്റി മെഷർ ചെയ്യാൻ പറ്റുക സാധാരണയായിട്ട്. അതിൻ്റെ മാസ് അല്ലെങ്കിൽ ദ്രവ്യമാനം, അതിൻ്റെ വലുപ്പം, പിന്നെ അതിൻ്റെ പരിക്രമണ കാലം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പല സ്വഭാവ ഗുണങ്ങളെ പറ്റി പറഞ്ഞത്, സൗരയൂഥത്തിനെ മാതിരി അല്ല എന്നുള്ളതൊക്കെ. ഇനി അടുത്ത ചോദ്യം അതായത് ജീവന്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ 2 കൺസെപ്റ്റുകളുണ്ട്. അത് ഒന്ന് ഈ നേരത്തെ ശ്യാമ സൂചിപ്പിച്ച ഹാബിറ്റബിലിറ്റി എന്നുള്ള, ഹാബിറ്റബിലിറ്റി അല്ലെങ്കിൽ വാസയോഗ്യമാണോ എന്നുള്ളത്. അതിന് ഒരു ഡെഫിനിഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു ഇതെന്താ വെച്ചാൽ, ജീവൻ നമുക്ക് പരിചയമുള്ള ജീവൻ എന്താണോ അതുമാതിരിയുള്ള. അപ്പം ഭൂമിയിലെ ജീവന്റെ അടിസ്ഥാനം വെള്ളമാണ്, അതായത് ദ്രാവക രൂപത്തിലുള്ള വെള്ളം. അപ്പോൾ ഈ വാസയോഗ്യം എന്നുള്ള ഡെഫിനിഷൻ, ഹാബിറ്റബിലിറ്റി, അതായത് ഒരു ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ ലിക്വിഡ് വാട്ടർ അല്ലെങ്കിൽ വെള്ളം ദ്രാവക രൂപത്തിൽ ഉണ്ടാവാനുള്ള കണ്ടീഷൻ എങ്ങനെയാണോ അതിനെയാണ് നമ്മൾ വാസയോഗ്യ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഗ്രഹത്തിൻ്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ താപനില നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകം ഈ ഗ്രഹം മാതൃനക്ഷത്രത്തിൻ്റെ എത്ര അടുത്താണെന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ സൗരയൂഥത്തിൽ ശുക്രനും ഭൂമിയും ചൊവ്വയും വാസയോഗ്യ മേഖലയിലാണ്. അതായത് റഫ്ലി ആ സൂര്യൻ എന്നുള്ളത്, നമ്മുടെ ഭൂമി ഒരു 300 കെൽവിൻ, വിന്ററിലും സമ്മറിലും കുറച്ച് വ്യത്യാസമുണ്ട്, പക്ഷേ ഒരു 27-30 ഡിഗ്രി സെൽഷ്യസ്. അതിൻ്റെ പ്രധാന കാരണം സൂര്യൻ എന്നുള്ള റേഡിയേഷനാണ്. അത് ഭൂമിയുടെ ഇക്വിലിബ്രിയം പ്രാപിക്കുന്നതാണ്. അപ്പം ഇതാണ്. അപ്പോൾ ആ ടെമ്പറേച്ചർ, പിന്നെ ബാക്കി കണ്ടീഷൻസും ഉണ്ട്. അത് ഈ സൂര്യൻ എന്നുള്ള ദൂരം മാത്രമല്ല, അതൊരു പ്രധാന ഇതാണ്. പിന്നെ നമ്മളെ അറ്റ്മോസ്ഫിയർ, ഭൂമിയുടെ അന്തരീക്ഷവും എത്രത്തോളം ഹീറ്റ് റീറ്റെയിൻ ചെയ്യുന്നതൊക്കെയുള്ളത്. അപ്പോൾ ഈ സൂര്യൻ എന്നുള്ള ഇത് വെച്ച് മാത്രം നോക്കുകയാണെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ 273 ഡിഗ്രി അത്രയേ വരുള്ളൂ, ഡിഗ്രി കെൽവിൻ. പക്ഷെ ബാക്കിയുള്ളത് ഈ അറ്റ്മോസ്ഫിയറിലെ ഗ്രീൻ ഹൗസ് എഫക്റ്റും കൂടിയാണ്. അപ്പം ഇത് രണ്ടും കൂടിയാണ് അതിൽ വെള്ളം ദ്രാവക രൂപത്തിൽ ഉണ്ടാവുക എന്നുള്ളത് തീരുമാനിക്കുക. അപ്പം അതാണ് നമ്മൾ വാസയോഗ്യമാണോ എന്നുള്ളത് പറയാം. അപ്പോൾ അതൊരു കൺസെപ്റ്റാണ്. പക്ഷെ വാസയോഗ്യം ആയതുകൊണ്ട് മാത്രം ഒരു ഗ്രഹത്തിൽ ജീവൻ ഉണ്ടാവണമെന്നില്ല. ഇപ്പം ഒരു ഉദാഹരണത്തിൽ ശുക്രനും ചൊവ്വയും ടെക്നിക്കലി സ്പീക്കിംഗ് വാസയോഗ്യ മേഖലയിലാണ്, സൂര്യനും ഇട്ടും. പക്ഷെ അവിടെ ജീവൻ ഉണ്ടോ എന്നുള്ളത് ഇപ്പോഴൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പം മറ്റുള്ള ഗ്രഹങ്ങളിൽ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ജീവസാന്നിധ്യം, അതിന് നമ്മൾ നോക്കുന്ന ഒരു കാര്യം ബയോ മാർക്കേഴ്സ് അല്ലെങ്കിൽ ജൈവ അടയാളങ്ങൾ അല്ലെങ്കിൽ ജൈവ സൂചകങ്ങൾ എന്നുള്ള. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ഇത് വെറുതെ പറയുന്നില്ല, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാ വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ ട്രാൻസിറ്റ് ചെയ്യുന്ന പ്ലാനറ്റ്സ്, അതായത് ഗ്രഹണം നടന്ന ഗ്രഹങ്ങൾ, അതായത് അതിൻ്റെ മാതൃനക്ഷത്രത്തിന് മുന്നിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളാണ് ഒബ്സർവർ എങ്കിൽ, നക്ഷത്രം ഇവിടെ, ഗ്രഹം അതിന് മുന്നിൽ വരികയാണെങ്കിൽ നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം
ആ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിലൂടെ കടന്നിട്ട് നിങ്ങളുടെ അടുത്തെത്തും. അപ്പോൾ നിങ്ങളെ ടെലസ്കോപ്പിലൂടെ നോക്കി നിങ്ങളെ ഡിറ്റക്ടറിലുള്ള ആ സ്പെക്ട്രയിൽ ആ അന്തരീക്ഷത്തിൻ്റെ ഇതുണ്ട്, എന്താ പറയുക, കയ്യൊപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളതാണ്. പക്ഷെ അത് വളരെ വീക്കാണ് ആ സിഗ്നൽ. അത് നമ്മൾ നക്ഷത്രത്തിൻ്റെ സ്പെക്ട്രയിൽ നിന്നും എടുത്ത് കളയണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഗ്രഹം ട്രാൻസിറ്റ് അപ്പുറം പോയി കഴിഞ്ഞാൽ നക്ഷത്രത്തിൻ്റെ സ്പെക്ട്രം എടുക്കും, പിന്നെ മുമ്പിലുണ്ടാകുമ്പോൾ എടുക്കും, പിറകിലുണ്ടാകുമ്പോൾ എടുക്കും. ആ മൂന്നൊന്നും നമ്മൾ നക്ഷത്രത്തിൻ്റെ സിഗ്നൽ കളഞ്ഞിട്ട് ബാക്കി എന്തുണ്ടോ അതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഈ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ എന്തെങ്കിലും ബയോമാർക്കേഴ്സ് അല്ലെങ്കിൽ ജൈവ സൂചകങ്ങൾ ഉണ്ടോ എന്ന്. എന്തൊക്കെ വാതകങ്ങളാണ്? എന്താണ് ഈ ജൈവ സൂചകങ്ങൾ? അതാണ് അടുത്ത ചോദ്യം. അപ്പം പ്രധാനമായിട്ട് 3 എണ്ണമാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഓക്സിജൻ, ഓഫ് കോഴ്സ്, മോളിക്കുലർ ഓക്സിജൻ, O2. അതിന് കാരണം അത് ഭൂമിയിൽ കുറേ ഉണ്ട് എന്നുള്ളതല്ല. മോളിക്കുലർ ഓക്സിജൻ്റെ പ്രധാന പ്രൊഡക്ഷൻ ജൈവ ഇതിലാണ്, അതായത് ഫോട്ടോസിന്തസിസിൽ. അജൈവമായിട്ട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല ഇത്ര ക്വാണ്ടിറ്റിയിൽ. ഇത് നിങ്ങളൊന്ന് ഒരു കാര്യം മനസ്സിൽ വെക്കണം. നമ്മൾ ബഹിർഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ നല്ലോണം അളവിൽ വേണം, എന്നാലേ നമുക്ക് ഈ നക്ഷത്രത്തിൻ്റെ പ്രകാശം അതിലൂടെ പോയിട്ട് കടന്നു വന്നിട്ട് നമ്മൾ കാണുമ്പോൾ അതിൽ നമുക്ക് പഠിക്കുന്ന അന്തരീക്ഷത്തിൽ നല്ലോണം ഓക്സിജൻ വേണം, എന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നല്ല അളവിൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ ജൈവ പ്രക്രിയക്ക് മാത്രമേ പറ്റുള്ളൂ. അത് ബയോളജിക്കലാണ്, ഫോട്ടോസിന്തസിസ്. എസെൻഷ്യലി വെള്ളത്തിനെ UV ഫോട്ടോ കൊണ്ട് ബ്രേക്ക് ചെയ്യണം. പക്ഷെ അത് വളരെ ഹാർഡാണ്. അപ്പം നമ്മളെ ഈ ജൈവ ഒരു കാറ്റലിസ്റ്റായിട്ട് ബയോ പ്രോസസ്സാണ് അത് അവിടെ നിന്നാണ് അത് വരുന്നത്. അത് O2. പിന്നെ O3, ഓസോൺ O2 എന്നാണ് ഉണ്ടാകുന്നത്. മോളിക്കുലർ ഓക്സിജൻ ഉണ്ടായാലേ ഓസോൺ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓസോൺ അന്തരീക്ഷത്തിൻ്റെ വളരെ ഉയർന്ന തലത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ അതും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് മേജർ ജൈവ സൂചകങ്ങൾ, വാതകങ്ങൾ. അതിന് വേറൊരു കാരണം കൂടി ഇത് രണ്ടും ആവാൻ. ഇതിന് രണ്ടിൻ്റെയും സ്പെക്ട്രൽ കയ്യൊപ്പ്, ഈ ലൈൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ അത് വളരെ ക്ലിയർ ആണ്, നമുക്ക് നന്നായിട്ട് അറിയാം അതിനെപ്പറ്റി. അത് ഏത് തരംഗദൈർഘ്യത്തിൽ വീഴുന്നു, എത്രത്തോളം ഉണ്ട്. ഓക്സിജൻ്റെത് ഈ വിസിബിൾ വേവ് ലെങ്ത്തിലാണ്. അതേപോലെ O3-ൻ്റെത്, അതായത് ഓസോണിൻ്റെത് അൾട്രാവയലറ്റിലൊന്നുണ്ട്, പിന്നെ ഇൻഫ്രാറെഡിലൊന്നുണ്ട്. അത് നന്നായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിനെയും നല്ല ഇതുണ്ടാകും. പക്ഷേ അതിൻ്റെ മെയിൻ പോയിന്റ് എന്താ വെച്ചാൽ ഓക്സിജൻ പെട്ടെന്ന് ഉപയോഗിക്കപ്പെടും. ഓക്സിജൻ ഒരു അന്തരീക്ഷത്തിൽ ഉണ്ടായാൽ അത് പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ സമയ സ്കെയിൽ വെച്ചിട്ടല്ല, ഈ ജിയോളജിക്കൽ ടൈം സ്കെയിലായ മില്യൺ ഇയർ, അതിൻ്റെ ഉള്ളിൽ ഓക്സിജൻ യൂസ് ചെയ്യപ്പെടും, അത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് റീപ്ലനിഷ് ചെയ്താലേ, അതായത് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരുന്നാലേ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ബഹിർഗ്രഹത്തിൽ ഓക്സിജൻ O2-ൻ്റെ സ്പെക്ട്രൽ ഫീച്ചർ കണ്ടാൽ അതിൻ്റെ അർത്ഥം അത് റീപ്ലനിഷ് ചെയ്യുന്നുണ്ട്, ഒരു ബയോളജിക്കൽ പ്രോസസ് അവിടെ നടക്കുന്നുണ്ടെന്നുള്ള. അപ്പോൾ ഓക്സിജൻ മോളിക്യൂൾ തന്മാത്ര, പിന്നെ O3. മൂന്നാമത്തത് മീഥേനാണ്. മീഥേനിൻ്റെതും ഇതേമാതിരിയാണ്. മീഥേൻ പെട്ടെന്ന് ഇല്ലാണ്ടാവും, ഉണ്ടാക്കിയാലും അത് പെട്ടെന്ന് ഉപയോഗിക്കപ്പെടും, അത് പല പ്രോസസ്സിലും അത് ഇല്ലാതാവും. അപ്പോൾ അത് നമ്മൾ ഡിറ്റക്ട് ചെയ്ത് അതിൻ്റെ അർത്ഥം അവിടെ അത് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. ഇതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ ഓക്സിജൻ മാത്രം നമ്മൾ ഡിറ്റക്ട് ചെയ്താൽ അത് അവിടെ ജീവനുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഓക്സിജനും O3-യും മീഥേനും നമ്മൾ ഡിറ്റക്ട് ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അവിടെ ഇക്വിലിബ്രിയം കെമിസ്ട്രി നടക്കുന്നുണ്ട്. ആ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷം ഒരു ഇക്വിലിബ്രിയത്തിൽ വന്നിട്ടില്ല, തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലല്ല, അത് അവിടെ സംഗതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊരു അപ്പോൾ അതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ജീവൻ ഉണ്ടോ എന്നുള്ളത് ഇപ്പം നമ്മുടെ സാങ്കേതിക വിദ്യ വെച്ച് ചെയ്യാൻ പറ്റുന്ന അതാണ് വിദൂര ഗ്രഹങ്ങളെ പറ്റി. ഇതിൽ ചില രസകരമായിട്ട് കാര്യങ്ങളില്ല. ഉദാഹരണം, ഇപ്പോൾ സയൻറ്റിസ്റ്റുകൾ ഒരു എർത്ത് ലൈക്ക് പ്ലാനറ്റ് എന്നൊക്കെ പറയുമ്പോൾ മനോജ് പറഞ്ഞ കാര്യം അതിന് വളരെ സ്പെസിഫിക് ആയിട്ടൊരു മീനിങ് ഉണ്ട്. പക്ഷെ പലപ്പോഴും അത് പിന്നെ പത്രത്തിലെത്തുമ്പോൾ മറ്റൊരു ഭൂമി കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിലാണ് പിന്നെ അത് വരുന്നത്. ഒരു ഭൂമിയുടെ ചിത്രം ഉണ്ടാവും, ഒരു ട്രാൻസ്ലേഷൻ്റെ പ്രശ്നമുണ്ട് അല്ലേ. കുറച്ച് പിന്നെ ഹാബിറ്റബിൾ പ്ലാനറ്റ് എന്ത് കഴിഞ്ഞാൽ ഭൗമസമാനമായ ഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു ഭൂമിയാണ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഒരു പോപ്പുലർ ഇമാജിനേഷനിൽ വരുന്നത്. അതിന് വളരെ പരിമിതമായിട്ടുള്ള അർത്ഥം ഉണ്ട് എന്നുള്ളത് പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് പറ്റപ്പെടുന്നില്ല. അതേപോലെ ഇതും ഇപ്പൊ കഴിഞ്ഞ വർഷം ഒരു പിന്നെ ബയോമാർക്കർ കണ്ടുപിടിച്ചു എന്നുള്ള ഒരു ഇതുണ്ട് അല്ലെ. അത് മീഥെയിനോ കാർബൺ മോണോക്സൈഡ് അതിന്റെ സിഗ്നേച്ചർ ആണ്. അതെ. അപ്പൊ അത് ആൾമോസ്റ്റ് ഒരു
സംഭവം ജീവൻ കണ്ടുപിടിച്ച് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും പോപ്പുലർ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് വർക്ക് ചെയ്യുന്ന സയൻറ്റിസ്റ്റുകൾക്ക് അറിയാം അതിന് കുറേ എന്താ പറയുക കോഷണറി റിമാർക്സ് ഉണ്ട്, കുറേ എന്താ പറയുക ഫൈൻ ലൈൻസ് ഉണ്ട് അതിന്. അതാ പറഞ്ഞത്, അത് ഒരുപാട് കാര്യങ്ങളല്ല, കുറേ കാര്യങ്ങൾ ഒരുമിച്ച് വരണം, എന്നാലേ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, ഓക്സിജൻ, അതായത് O2 ഓക്സിജൻ തന്മാത്ര, അല്ലെങ്കിൽ O3 ഓസോൺ. ഇത് സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങൾ ചുറ്റുമുള്ള ഒരു ഗ്രഹമാണെങ്കിൽ ഇത് ഓക്കെയാണ്. പക്ഷേ സൂര്യനേക്കാളും വളരെ മാസ് കുറഞ്ഞൊരു എന്താ പറയുക, ഒരു ടെമ്പറേച്ചർ ഒരു നക്ഷത്രത്തിന് ചുറ്റുള്ള ഒരു നമ്മൾ M12 സൂര്യൻ്റെ ഒരു 1/5 ദ്രവ്യമാനുള്ള നക്ഷത്രത്തിന് ചുറ്റുമുള്ള ഒരു ഗ്രഹമാണെങ്കിൽ O2 കണ്ടുപിടിച്ചത് കൊണ്ട് മാത്രം അത് ജൈവസൂചകമായിട്ട് എടുക്കലില്ല. കാരണം അവിടെ ആ നക്ഷത്രത്തിന് വേറെ പ്രോസസ്സുകളുണ്ട് അത് ഉണ്ടാക്കാൻ. അവിടെ ബയോട്ടിക് അല്ലെങ്കിൽ അജൈവ ഇത് അതിനുണ്ടാക്കാം. അപ്പം ഇത് കുറേ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പം നമ്മളെ ഇപ്പം ജൈവസൂചകങ്ങൾ നമ്മൾ തേടുന്നത് ഇപ്പം സൂര്യന് ചുറ്റുമുള്ള, സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങൾ. അത് കുറച്ചുകൂടി ഈസിയാണ്. അതിന് കാരണം നമ്മൾ ജീവിക്കുന്നത് സൂര്യന് ചുറ്റുമാണ്. അപ്പം നമുക്കതിനെ പറ്റി അറിയാം. ഒരുപാട് മറ്റ് സാഹചര്യങ്ങളെയും കൂടുതൽ നമുക്ക് ഇതിനെപ്പറ്റി അറിയാം. അപ്പം ആ ഒരു ഫാക്ടറുണ്ട്. അപ്പം ഇത് പറഞ്ഞാൽ ശരിയാണ്. ഇത് പലപ്പോഴും ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ജൈവസൂചകം എന്ന് വിദൂരമായിട്ട് നമ്മൾ പറയുന്ന ഒരു മോളിക്യൂൾ കണ്ടുപിടിച്ച ഉടൻ തന്നെ നമ്മൾ ജീവൻ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അത് സയൻസിൽ അങ്ങനെയല്ല പറയുന്നത്. അപ്പം കുറേ കാര്യങ്ങൾ ഒരുമിച്ച് വരണം. പക്ഷെ അതിൻ്റെ ക്രൂഷ്യൽ തിങ് ഡിസ്ഇക്വിലിബ്രിയം കെമിസ്ട്രി എന്നുള്ളതാണ്. അതായത് ഒരു സെറ്റിൽഡ് അറ്റ്മോസ്ഫിയർ അല്ല തെർമോഡൈനാമിക്കലി. കാരണം ഇത് റീപ്ലനിഷ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ലൈഫിന്റെ. അപ്പം മീഥേനും ഓക്സിജൻ, കാരണം മീഥേനും ഓക്സിജൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓക്സിജൻ മീഥേനും അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ട് ചെയ്ത് ഒന്ന് ഓക്സിഡൈസ്ഡ് ആണ്, മറ്റത് റെഡ്യൂസിങ് ഏജന്റ് ആണ്, അത് ഇല്ലാണ്ടാവും. അപ്പം അതിങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പം അതാണ് അതിന്റെ കീ. അതുകൊണ്ടാണ് ഇത് വളരെ ഫലപ്രദമായ ജൈവസൂചകങ്ങളാവുന്നത്. സാധാരണഗതിയിൽ G2 ടൈപ്പ് നക്ഷത്രങ്ങളുടെ ചുറ്റും ജൈവമണ്ഡലത്തിൽ മേഖലയിൽ ഒരു ഗ്രഹം ഉണ്ടോ എന്നുള്ള ഒരു അന്വേഷണമാണല്ലോ ശാസ്ത്രജ്ഞന്മാർ അധികവും നടത്താറുള്ളത്. അതൊന്ന് കൃത്യമായി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, എന്തുകൊണ്ട് എന്നുള്ളത്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം സൂര്യനെ പോലെ G2 എന്നുള്ളത് ഉദ്ദേശിച്ചത് സൂര്യനെ പോലെയുള്ള നക്ഷത്രം. അതിന് കാരണം എന്താണ്? ഇപ്പം സൂര്യനെക്കാളും ദ്രവ്യമാനം വളരെ കൂടുതലുള്ള ഒരു നക്ഷത്രം ചുറ്റും ആണെങ്കിലും, അല്ലെങ്കിൽ സൂര്യനെക്കാളും വളരെ ദ്രവ്യമാനം കുറവുള്ള നക്ഷത്രം ചുറ്റും ആണെങ്കിലും ഈ ജൈവസൂചകങ്ങൾ വ്യത്യസ്തമാണ്. കാരണം ഇപ്പൊ സൂര്യനെക്കാൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വളരെ ദ്രവ്യമാനം കുറഞ്ഞ നക്ഷത്രത്തിന് ചുറ്റും നമ്മൾ ഓക്സിജൻ കണ്ടുപിടിച്ചാലും അത് നമുക്ക് ഉറപ്പില്ല. അത് ജൈവ പ്രക്രിയയിലൂടെ ആയിക്കൊള്ളുന്നില്ല. അജൈവ പ്രക്രിയയിലൂടെയും അത് വരാം. അതിന് വേറെ ഫോട്ടോലിസ് മറ്റ് ഇതുണ്ട്. കാരണം ആ നക്ഷത്രത്തിന് തന്നെ വ്യത്യാസമുണ്ട്, അതിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ട്. അതേപോലെ മറ്റേ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് നമുക്കറിയാവുന്ന കാര്യങ്ങളെ നമുക്ക് നോക്കാൻ പറ്റും. ഇതിന് നോം ചോംസ്കി ഒരു ഉദാഹരണം പറയുന്നുണ്ട്, സയന്റിഫിക് എൻക്വയറി എങ്ങനെയാണെന്നുള്ളത്. അപ്പം ചിലപ്പോൾ ചോംസ്കി ഒരാൾ ഇങ്ങനെ ഒരു സ്ട്രീറ്റ് ലൈറ്റിന് രാത്രി ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെ എന്തോ തപ്പുന്നത് കാണും. അപ്പം അയാളെ പോയി ചോദിക്കും, എന്താ നിങ്ങൾ? എൻ്റെ ഒരു പെൻസില് കൈമോശം വന്നു പോയത്. അപ്പോൾ എവിടെയാണ് അത് പോയത്? അത് അപ്പുറത്ത് ഇരുട്ടുള്ള സ്ഥലത്താണ്. പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ തപ്പുന്നത്? ഇവിടെയാണ് വെളിച്ചം, ഇവിടെ മറ്റിടത്ത് കാണാം. അപ്പം ഇതൊരു എക്സാജറേഷൻ ആണ്. പക്ഷെ ഞാൻ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ചെയ്യാൻ പറ്റുള്ളൂ, പറ്റാത്തത്. അപ്പൊ സയൻസിന് അങ്ങനെ ഒരു, ശാസ്ത്രത്തിന് അങ്ങനെ ഒരു ഇതുണ്ട്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച്, അറിയുന്ന കയ്യിലുള്ള സങ്കേതങ്ങൾ വെച്ച് അത്രേ ചെയ്യാൻ പറ്റും. ഇല്ലാത്തതിനെ പറ്റി പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ വായുവില് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മള് അറിയുന്ന സബ്സ്റ്റാൻഷ്യൽ ഇത് പറയണം. അപ്പൊ അതാണ് അതൊരു സ്പെക്കുലേഷനിലേക്ക് പോകാനുള്ള ഒരു സമയമാണ്. ഇപ്പൊ ജീവന്റെ പല ലെവൽ ഓഫ് ചിന്തകളുണ്ടല്ലോ. ഇപ്പം പിന്നെ മറ്റുള്ള സൗരയൂഥത്തിന്റെ പുറത്തുള്ള മറ്റ് ഗ്രഹങ്ങളുടെ സാന്നിധ്യം നമ്മൾ കണ്ടെത്തി. പലതിനും ഒരു പക്ഷേ ജീവനെ ഹോസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് വരുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം, ഇതിലെവിടെയെങ്കിലും ഒരു ഇന്റലിജന്റ് ലൈഫ് ഉണ്ടാവുമോ എന്നുള്ളതാണ്. അത് എത്രയോ കാലമായിട്ട് മനുഷ്യരുടെ ഒരു ഭാവനയെ ക്യാപ്ചർ ചെയ്ത സാധനം. അപ്പോൾ പാപ്പട്ടി മാഷൊക്കെ അന്യഗ്രഹ ജീവികളെ പറ്റിയിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ട്. എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മാഷ് എഴുതിയ ബാലസാഹിത്യ കൃതിയൊക്കെ അത് എത്രയോ കാലമായിട്ടുണ്ട്. മാഷ, അപ്പോൾ അതിനെ ഒരു ഇന്റലിജന്റ് ലൈഫിനെ പറ്റിയിട്ടുള്ള ഒരു അന്വേഷണം, പിന്നെ അതിൻ്റെ ഒരു ഭാവനയും ഇന്ന് എങ്ങനെയാണ് ശാസ്ത്രത്തിലേക്ക് മാറിയത്? ഇപ്പോൾ മറ്റേ കാൾ സേഗനൊക്കെ അതിനെ പറ്റിയിട്ടുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടേക്ക് ഉണ്ടല്ലോ, ഒരു സെറ്റ് ഇതൊക്കെ പോലെ, സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ് എന്നുള്ളതൊക്കെ. ഈ ഒരു നക്ഷത്രത്തിന് ചുറ്റും ഗ്രഹങ്ങളിൽ
ജീവനുണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ആ നക്ഷത്രം എത്ര കാലം ജീവിച്ചിരിക്കുമെന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു നക്ഷത്രം ഇപ്പം സൂര്യൻ്റെ ഒരു 5-6 ഇരട്ടി ഭാരമുള്ള നക്ഷത്രം വളരെ വേഗം കത്തി തീർന്നു പോകും. സൂര്യനേക്കാൾ ഭാരം വളരെ കുറഞ്ഞ നക്ഷത്രമാണെങ്കിൽ ഒരുപാട് കാലം ജീവിച്ചിരുമെങ്കിൽ ജീവപരിണാമത്തിന് വേണ്ടത്ര ഊർജ്ജം അതിൽ നിന്ന് ചിലപ്പം കിട്ടിയെന്ന് വരും. പക്ഷെ പെട്ടെന്ന് പറഞ്ഞതും മില്യൺ ഇയേഴ്സ് ആണ് അല്ലേ? പെട്ടെന്ന് പറഞ്ഞതും 10 ലക്ഷം വർഷമാണ് പക്ഷെ പറഞ്ഞത്. അത് ആസ്ട്രോണമിക്കൽ ടൈം സ്കെയിലാണ് പെട്ടെന്ന് പറയുന്നത്. അതെ, അത് വളരെ ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ സൂര്യൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത് പരിണാമം പൂർത്തിയാക്കാൻ പറ്റുന്ന അത്രയും കാലം അത് നിലനിൽക്കും എന്നുള്ള ഇതുണ്ട്. ഇപ്പോൾ ഒരു 100-300 കോടി വർഷമെങ്കിലും ആയിട്ടുണ്ട് ജീവൻ്റെ ഉത്ഭവം മുതൽ ഇങ്ങോട്ടുള്ള വികാസം. സൂര്യനുണ്ടായിട്ടൊരു 450 കോടി വർഷത്തിലേറെ ആയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പരിണാമം പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ നമ്മൾ എത്തിയിടം വരെ എത്താനുള്ള കാലം ആയിട്ടുണ്ട്. സൂര്യനേക്കാൾ വളരെ വേഗം നശിച്ചു വരുന്ന നക്ഷത്രത്തിൽ പരിണാമം പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഒരു ഇൻ്റലിജൻറ്റ് ബീയിങ് ഉണ്ടാകാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. ഉണ്ടായിക്കൂടാതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ജീവൻ്റെ പരിണാമം എങ്ങനെയാണെന്നൊന്നും നമുക്ക് കൃത്യമായിട്ടൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു സൂര്യനെ പോലെയുള്ള ഒരു നക്ഷത്രത്തിലായിരിക്കും ബുദ്ധിയുള്ള ഒരു ജീവി ഉണ്ടാകാനുള്ള സാധ്യത എന്നാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ജി ടൈപ്പ്, സൂര്യൻ G2 ടൈപ്പ് നക്ഷത്രം എന്നാണ് സാധാരണ പറയുക. ഒരു G0 മുതൽ G9 വരെയുള്ള ഏതായാലും വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു അല്ലേ? അത്തരം ഒരു നക്ഷത്രത്തിലാണ് നമ്മൾ ജീവൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ജീവൻ്റെ ബേസിക് ആയിട്ടുള്ള ഘടകങ്ങൾ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നക്ഷത്ര സ്ഫോടനം കഴിഞ്ഞുണ്ടാകുന്ന ഇതിൽ പോലും അവശിഷ്ടത്തിൽ പോലും അത്യാവശ്യമായിട്ടുള്ള പല ഘടകങ്ങളും ജീവൻ്റെ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബെന്നുവിൽ അടുത്ത കാലത്ത് ഇല്ലേ, ബെന്നു എന്ന് പറയുന്ന ഒരു ആസ്ട്രോയിഡിൽ അടുത്ത കാലത്ത് മനുഷ്യൻ എൻ്റെ ഉപഗ്രഹം പോയിട്ട് പഠിച്ചു. അവിടെ ഇതുപോലെ ജീവൻ്റെ ബേസിക് ആയിട്ടുള്ള ഘടകങ്ങൾ പല ഇതും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ജീവൻ എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിൽ എവിടെ ലഭ്യമായിട്ടുള്ള അല്ലെങ്കിൽ സൃഷ്ടിച്ചെടുക്കാവുന്ന ഒരു സംഗതിയാണ്. അതിന് പറ്റിയ അന്തരീക്ഷം ഏത് ഗ്രഹത്തിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതിനെ ഇപ്പം ഇതൊരു വേറെ തരത്തിലുള്ളൊരു സൈദ്ധാന്തികമായിട്ടുള്ളൊരു ആർഗ്യുമെൻ്റ് ആണ്. അതിൻ്റെ എസെൻഷ്യൽ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് വളരെ ക്ലിയർ. വേറെ രീതിയിലും പിന്നെ അതിനെ ഒരു ഒബ്സർവേഷനായിട്ടും വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യാം അല്ലേ? ഇപ്പോൾ കാൾ സേഗൻ്റെ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ റേഡിയോ ടെലസ്കോപ്പുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇൻ്റലിജൻറ്റ് ലൈഫ് ഉണ്ടെങ്കിൽ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ അവർക്കും ഇതുപോലെ കൗതുകം ഉണ്ടാകുമായിരിക്കാം. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അവർ മറ്റുള്ളവരെ കോണ്ടാക്ട് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഏറ്റവും ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടുള്ള മീഡിയ എന്താണ് എന്നുള്ളത് മനോജിനെ പറ്റിയതിലും അതാണ് ഈ സേറ്റി എന്ന് പറയുന്നത്, അതായത് സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അജിത്ത് പറഞ്ഞത് കാൾ സേഗൻ്റെ ഒരു ഐഡിയ ആയിരുന്നു. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സെർച്ച്. അപ്പോൾ അതിൽ 2 പ്രധാന അതിന് പല ആസ്പെക്ട്സ് ഉണ്ട്. അപ്പോൾ അതിൽ വൈദ്യുതകാന്തിക തരംഗങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള 2 പ്രധാന ഇതാണ്. ഒന്ന് ഈ റേഡിയോ വേവ് ലെങ്ത്. അവരെന്താ നോക്കുന്നത് വെച്ചാൽ, ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം പറ്റും. ഞാൻ നേരത്തെ സംസാരിച്ചത് ജൈവ അടയാളങ്ങളെ പറ്റി അല്ലെങ്കിൽ ജൈവ സൂചകങ്ങളെ പറ്റി. അപ്പോൾ പക്ഷേ ഇൻ്റലിജൻറ്റ് ലൈഫിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വെറും ജൈവ സൂചകങ്ങളെ പറ്റിയല്ല സംസാരിക്കുക. ഇപ്പോൾ നമ്മൾ ടെക്നോ സിഗ്നേച്ചേഴ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതായത് ഒരു ഫുൾ ഫ്ലെഡ്ജഡ് സിവിലൈസേഷൻ അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും സിഗ്നൽ കിട്ടുമെന്നുള്ള, ഇത് വളരെ ഫാർഫെഷ്ഡാണ്. പക്ഷേ ഇത് സേറ്റി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ 2 കാര്യങ്ങളാണ് വൈദ്യുതകാന്തിക തരംഗങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള 2 കാര്യങ്ങൾ. ഒന്ന് ഈ റേഡിയോ വേവ് ലെങ്ത്തിൽ നാരോ ഫ്രീക്വൻസിയിലുള്ള റേഡിയോ സിഗ്നൽ. എന്തിനാണ് നാരോ ഫ്രീക്വൻസി? നാരോ ഫ്രീക്വൻസി പറഞ്ഞാൽ ഫ്യൂ ഹേർട്സ് അതല്ല. കാരണം നമ്മൾ നാച്ചുറലി ഒക്കറിങ് നമ്മൾ പ്രപഞ്ചത്തിൽ ഒരുപാട് റേഡിയോ സോഴ്സുകളുണ്ട്, സിങ്ക്രോട്രോൺ എമിഷനോ അല്ല, പക്ഷെ അതെല്ലാം ബ്രോഡ്ബാൻഡ് എമിഷനാണ്. ആ എമിഷൻ ഇങ്ങനെ ഒരു ലാർജ് ഫ്രീക്വൻസി ഇൻ്റർവെല്ലിലാണ് വരിക. ഈ നാരോ ഫ്രീക്വൻസി വേണമെങ്കിൽ ആർഗ്യുമെൻ്റ് ഇതാണ്, നാരോ ഫ്രീക്വൻസി വേണമെങ്കിൽ അതിൽ ഇൻ്റലിജൻറ്റ് ഇടപെടൽ വേണം. 92.1 FM. അപ്പോൾ അത് നമ്മൾ മോഡുലേറ്റ് ചെയ്യണം, അത് പഠിക്കണം. അത് അറിഞ്ഞിരിക്കുന്ന സിവിലൈസേഷനെ നാരോ റേഡിയോ ഫ്രീക്വൻസി ഇതാവുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിസ്. കുറേ ഡീറ്റെയിൽസ് ഉണ്ട് വേറെ. പക്ഷേ അപ്പോൾ അതിന് സേറ്റി ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും നമുക്ക് ഇങ്ങോട്ട് അയച്ചുന്ന സിഗ്നൽ എന്നല്ല, അത് ഉള്ള ഇതിൽ തന്നെ. പക്ഷെ അത് നമ്മളൊരു പാരാമീറ്റർ സ്പേസിൻ്റെ വളരെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഇതുവരെ സെർച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇതുവരെ ഒരു സക്സസ്സും ഇല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല.
അതാണ് ഒന്ന് റേഡിയോ ഇതിൽ ടെക്നോ സിഗ്നേച്ചർ. മറ്റൊന്ന് രണ്ടാമത്തത് ഈ ഒപ്റ്റിക്കൽ വരുന്ന ലേസർ, നമ്മൾ ഒപ്റ്റിക്കൽ സേറ്റി അല്ലെങ്കിൽ വിസിബിൾ വേവ് ലെങ്ത്തിലുള്ള തരംഗത്തിലുള്ള സേറ്റിയിൽ ഈ ലാർജ് ലേസർ പൾസസ്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്താ വെച്ചാൽ അതിനും കുറച്ച് ഉയർന്ന സിവിലേഷൻ അങ്ങനെ ലേസർ മനസ്സിലാക്കണം അത് കഴിഞ്ഞ്. അപ്പോൾ അതുണ്ടോയെന്നുള്ള ആ ഫ്ലാഷസ് ഓഫ് ലേസർ, അത് ലേസർ കോഹറൻ്റ് എമിഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ ആ നക്ഷത്രത്തിൽ തന്നെ അത് ഓർമ്മില്ല, അത്രയ്ക്കും പ്രകാശം വരും അത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ നോക്കുന്നത്. കാരണം ഒരു ഇൻ്റലിജൻറ്റ് ലൈഫാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിനെ ആസ്പദമാക്കിയിട്ടുള്ളത് ചെയ്യുന്നത്. വേറെയും ടെക്നോ സിഗ്നേച്ചേഴ്സ് ഉണ്ട് ഇങ്ങനെ, പക്ഷെ അത് ഇതിലൊരു രസകരപരമായിട്ടുള്ള എത്ര പേര് ആലോചിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മുടെ ബയോളജി ഒരു യൂണിവേഴ്സൽ അല്ല. അപ്പം ഉദാഹരണത്തിന് ഭൂമിയിലുള്ള ലൈഫ് കാർബൺ ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ മറ്റു ഗ്രഹങ്ങളിലെ ലൈഫ് കാർബൺ ബേസ്ഡ് ആയിക്കോളുന്നില്ല. കാരണം ഇവിടുത്തെ ബയോളജി രൂപപ്പെട്ടത് ഇവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യങ്ങളുണ്ടാകും. പക്ഷേ ഫിസിക്സ് യൂണിവേഴ്സലാണ്. അതുകൊണ്ടാണ് പിന്നെ നമുക്കറിയാവുന്ന ഫിസിക്സ് തന്നെയായിരിക്കും അവിടുത്തെ ഫിസിക്സ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ പറ്റിയുള്ള തിയറി ശരി അവിടെ തന്നെ അതായിരിക്കും. അതാണ് ഈ ഒരു ആർഗ്യുമെൻസിൻ്റെ ഒക്കെ ഒരു കോർ അതാണ്. പക്ഷേ ഈ പറഞ്ഞ പലപ്പോഴും ബയോ സിഗ്നേച്ചേഴ്സൊക്കെ നമ്മൾ അന്വേഷിക്കുന്നത് പിന്നെ നമുക്കറിയുന്ന ജീവനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. വേറെ കുറേ സ്പെക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ സിലിക്കൺ ബേസിസ് ലൈഫ് ആവാം എന്നുള്ളതൊക്കെ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് ആഡ് ചെയ്യാൻ, ഭൂമിയിൽ തന്നെ ഇപ്പോൾ ഡീപ്പ് ഓഷ്യനിൽ പോയാൽ ഓക്സിജൻ വേണ്ടാത്തതും അങ്ങനത്തെ ലൈഫ് അല്ലേ. നമ്മൾ എവിടെയും എനർജി സോഴ്സ് ഉണ്ടെങ്കിൽ ലൈഫ് സംഭവം ത്രൈവ് ചെയ്യുന്നുണ്ട് എക്സ്ട്രീം കണ്ടീഷൻസിലും കൂടി. അപ്പോൾ ആ കൈൻഡ് ഓഫ് ലൈഫ് എനിക്ക് തോന്നുന്നത് എക്സാക്ട് റിസോഴ്സസ് ഉണ്ടെങ്കിൽ ജീവൻ എങ്ങനെയെങ്കിലും ഉണ്ടാവും. അത് പാവട്ടി മാഷ് പറഞ്ഞ പോലെ അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറച്ചുണ്ട്. കാരണം ഇത്ര അധികം ഇപ്പം നമുക്ക് അറിയാം, നമ്മുടെ ഗാലക്സിയിലുള്ള 10,000 കോടി നക്ഷത്രങ്ങളിൽ ഒന്ന് മാത്രമാണ് സൂര്യൻ. അതിന് ആവറേജ് 1.4 ഗ്രഹങ്ങളുണ്ട് നക്ഷത്രത്തിൽ ചുറ്റുന്നു. അപ്പം അത്രയെങ്കിലും ഗ്രഹങ്ങളുണ്ടാവും. നമ്മുടെ പ്രപഞ്ചത്തിലെ 10,000 കോടി ഗാലക്സികളിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ ഗാലക്സി. അപ്പം അത്രയധികം ഗ്രഹങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അതിൽ ഇത്തരം ഒരു എന്താ പറയുക കെമിക്കൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാവാനുള്ള സാധ്യത ഒട്ടും കുറവല്ല. പക്ഷേ ഈ പറഞ്ഞ ഒരു ഇൻ്റലിജൻറ്റ് ലൈഫ് ഉണ്ടാവുക എന്നുള്ളത് അതിനേക്കാൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ മാത്രമേ ഉണ്ടാവൂ. ഇപ്പോൾ എവല്യൂഷൻ നടക്കാനുള്ള സാധ്യത ഉണ്ടോ, അതിന് സമയമുണ്ടോ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. ഒരു കാര്യം, അതായത് അജിത്ത് പറഞ്ഞ കാര്യം ഒന്നുകൂടി അത് വളരെ നല്ലൊരു പോയിൻ്റാണ്. അതായത് ബയോളജി യൂണിവേഴ്സൽ അല്ല, പക്ഷേ ഫിസിക്സ് ആണ്. അതിൻ്റെ ബേസിസ് ക്വാണ്ടം മെക്കാനിക്സുമാണ്. അത് നാരോ റേഡിയൽ റിപ്പൾസ് ആയാലും ലേസർ ആയാലും ക്വാണ്ടം മെക്കാനിക്സ് ഇല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ കണ്ടുപിടിക്കില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്വാണ്ടം ഇയറിൻ്റെ നല്ല കോണ്ടെക്സ്റ്റും കൂടിയാണിത്. ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് പോലെ സിലിക്കൺ ബേസ്ഡ് ആയിട്ട് ഉണ്ടാകാനുള്ള സാധ്യത ഗൗരവമായിട്ട് ശാസ്ത്രജ്ഞന്മാർ എടുക്കുന്നില്ല. കാരണം അതിലെ മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചർ വളരെ ദുർബലമാണ്. അപ്പം വളരെ വികസിതമായൊരു ജീവരൂപമൊന്നും എന്തായാലും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഒരു ധാരണ. ചില അടിസ്ഥാന ഘടകങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം, പക്ഷേ വികസിത ജീവരൂപങ്ങളെല്ലാം തന്നെ കാർബൺ ബേസ്ഡ് ആയിരിക്കും എന്നാണ് കരുതുന്നത്. പക്ഷേ അതിലൊരു മോഡേൺ രസകരമായ കാര്യം എന്താ വെച്ചാൽ ജീവൻ്റെ ഇത് നമ്മൾ സാധാരണ കോണ്ടെക്സ്റ്റിൽ പറയുമ്പോൾ ഒരു ഊർജ്ജ സ്രോതസ് വേണം, എസെൻഷ്യൽ ബയോ എലമെൻറ്റ്സ് വേണം, പിന്നെ വെള്ളം വേണം, വാട്ടർ. കാരണം വെള്ളം ഒരു ഭയങ്കര സാധനമാണ്. അത് അതിൻ്റെ വളരെ പവർഫുൾ സോൾവൻ്റാണ്. അതുമാത്രമല്ല വെള്ളം ഹൈഡ്രജൻ ഓക്സിജനുമാണ്. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള മൂലകമാണ് ഹൈഡ്രജൻ, ഏറ്റവും കൂടുതലുള്ള മൂന്നാമത്തെ മൂലകമാണ് ഓക്സിജൻ. അത് രണ്ടും കൂടി, ഹീലിയം ഒരു ഇനേർട്ട് ഗ്യാസാണ്, അപ്പോൾ അത് റിയാക്ട് ചെയ്യില്ല. അപ്പം അത് രണ്ടും കൂടിച്ചേരുന്ന ഒരു സംയുക്ത അല്ലെങ്കിൽ കോമ്പൗണ്ട് അല്ലെങ്കിൽ തന്മാത്ര കോമ്പൗണ്ട് ലൈഫിന് ബേസിസ് ആണെന്നുള്ളത് ഒരു റീസണബിൾ അസംഷനാണ്. അപ്പം പിന്നെ സിലിക്കൻ്റെ പ്രശ്നം വെച്ചാൽ സിലിക്കൺ ഈ നമ്മുടെ പ്രപഞ്ചത്തിൽ ഉണ്ടാവുന്നത് വളരെ കഴിഞ്ഞാണ്. അതിന് ഈ ന്യൂക്ലിയർ സിന്തസിസ് നടക്കുമ്പം കാർബൺ കുറച്ചുകൂടി ലോ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ട് സിലിക്കൺ ബേസ്ഡിൻ്റെ സാധ്യത ഇതൊരു തുറന്ന ചോദ്യമാണ്, ഓപ്പൺ ക്വസ്റ്റ്യനാണ് ഇത്. നമ്മൾ പക്ഷേ പാവട്ടി ഭാഷ പറഞ്ഞത് ശരിയാണ്. അപ്പം
നമുക്കറിയാവുന്നത് പോലെയുള്ള ഭൂമിയിലുള്ളത് പോലുള്ള ജീവൻ്റെ തെളിവ് തേടുന്നത് യാദൃശ്ചികമല്ല, അതിന് കാരണങ്ങളുമുണ്ട്. കാരണം ഇവിടെ ജീവനുണ്ട്, അപ്പോൾ വി നോ ഇറ്റ് വർക്ക്സ്. അപ്പോൾ ആ ഒരു ഇതിൽ മറ്റേതോടെ എത്ര ഉണ്ടാവുന്നുള്ള നമുക്ക് അത്ര വ്യക്തതയില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഈ സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഇപ്പോൾ കാൾ സേഗൻ എന്ന് പറഞ്ഞാൽ പല രീതിയിലും നമുക്ക് മാതൃകയാവേണ്ട ഒരാളാണ് അദ്ദേഹം. പിന്നെ അതിൻ്റെ സയൻസിലെ ഏറ്റവും ഫ്രണ്ട് ഇയേഴ്സ് പുഷ് ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. പിന്നെ ഭയങ്കരമായിട്ട് മനുഷ്യരാശിയെ മാറ്റിയ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ഐഡിയയും ഒക്കെ പുഷ് ചെയ്ത ഒരാളാണ്. മറ്റേ ഈ ഹൈഡ്രജൻ ബോംബ് കൊണ്ടുള്ള ന്യൂക്ലിയർ വാറിനെ പറ്റിയിട്ടുള്ള ഐഡിയ കൊണ്ടുവന്ന ആളാണ്. മൊത്തം ഒരു കൺസർവേഷൻ മൂവ്മെൻറ്റിനൊക്കെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ച ആൾ, ഒരു സയൻസ് പോപ്പുലറൈസേഷനൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഉണ്ട്, അദ്ദേഹം ഒരു നോവലിസ്റ്റാണ്, എഴുത്തുകാരനാണ്, ടെലിവിഷൻ പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് എന്ന് പറഞ്ഞൊരു ഒരു നോവലുണ്ട്. അദ്ദേഹം ഇതുപോലെ ഒരു സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസിലുള്ള വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ഒരു വിദൂര ഗ്രഹത്തിൽ നിന്നുള്ള ഒരു റേഡിയോ തരംഗം കിട്ടുന്നതും അതിനെ പറ്റിയിട്ടുള്ളൊരു ഭാവനയാണ്. അതിനെ പറ്റിയൊരു സിനിമയുണ്ട്, ജൂഡി ഫോസ്റ്റർ അഭിനയിച്ചൊരു വളരെ ഇമ്പോർട്ടൻറ്റ് നല്ല രസമുള്ള സിനിമയാണ്. അത് ഞാൻ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് കൂടിയാണ്. അപ്പോൾ നമുക്ക് പുതിയ വേറൊരു ചെറിയൊരു സെഗ്വേ കൂടിയും വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ടെക്നോ സിഗ്നേച്ചേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ മറ്റുള്ള ഗ്രഹങ്ങളിൽ വലിയൊരു സിവിലൈസേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവർ എന്തൊക്കെ ചെയ്യും എന്നുള്ളൊരു സ്പെക്കുലേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ അടിസ്ഥാനം. അപ്പം അതുപോലെ ഒരു പരിധിയേറെ സിവിലൈസ്ഡ് ആയിട്ടുള്ളൊരു സമൂഹമാണ് നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ ഉള്ളത്. അത് എങ്ങോട്ട് പോകുന്നു എന്നുള്ള വേറെ ചോദ്യമാണ്. പക്ഷെ അത് ഈ ഒരു സ്പേസ് എക്സ്പ്ലോറേഷൻ്റെ ഒരു രീതി കഴിഞ്ഞ ഒരു 10 വർഷമൊക്കെ ആയിട്ട് ഭയങ്കരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. 10-20 വർഷമായിട്ട് പിന്നെ വലിയൊരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു, പ്രൈവറ്റ് കമ്പനികൾ വരുന്നു. ഇപ്പോൾ സ്പേസ് എക്സ് ഒക്കെ പോലെയുള്ള ആളുകൾ കമ്പനികൾ വരുന്നു. അതിന് പിന്നെ വേറൊരു വലിയൊരു സാധ്യതയുണ്ട്, അതൊരു ഭയങ്കരമായിട്ട് ഓപ്പൺ അപ്പ് ചെയ്തു. പക്ഷേ അതേസമയം തന്നെ എലോൺ മസ്കിനെ പോലെയുള്ള അത്ര തീർത്തും സെയിനാണോ എന്നുള്ള സംശയമുള്ള കുറേ ആളുകളൊക്കെയാണ് അതിൻ്റെ തലപ്പത്തിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്പേസ് എക്സ്പ്ലോറേഷൻ ഇതിലൊരു സ്പേസ് റേസ് ആയിട്ട്, ഒരു സ്പേസ് റേഞ്ച് പറഞ്ഞാൽ നമ്മൾ റോഡ് റേഞ്ച് ഒക്കെ പറയുന്ന പോലെ ആളുകളെല്ലാം ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിച്ച് അങ്ങോട്ട് കൂടി ഇടിക്കുന്ന സ്ഥിതി എത്തുന്നുണ്ടോ പിന്നെ സ്പേസിൽ? തീർച്ചയായും, ബിക്കോസ് ഇത് കുറച്ചൊരു രാജ്യങ്ങൾക്ക് മാത്രം പറ്റാവുന്ന ഒരു കാര്യമായതുകൊണ്ട് ആ കൈൻഡ് ഓഫ് ഒരു, പ്രത്യേകിച്ച് ചൈന, US, ഇപ്പം ചൈന ചാങ്കെ 7-8 വരെ ആയി തുടങ്ങി. അവർ മേ ബി ആദ്യത്തെ ഈ എന്താ പറയുക US-ത്തെ കട്ടും ഒക്കെ കാരണം മേ ബി അവരായിരിക്കാം ആദ്യം ഈ മൂൺ കോളനൈസേഷനൊക്കെ ഉള്ള സാധ്യത നല്ലോണം ഉണ്ട്. ആൻഡ് പറഞ്ഞ മാതിരി എക്സ്പാൻഡ് ചെയ്തുകൊണ്ട്, ബിക്കോസ് സ്പേസിൻ്റെ സാധ്യതകൾ കണ്ടുകൊണ്ട്, ഇപ്പം ഈവൺ ഇങ്ങനത്തെ കാര്യങ്ങൾ വരെ മെഡിസിൻസ് പലതും സ്പേസിൽ മാനുഫാക്ചർ ചെയ്ത കൂടുതൽ യൂസ്ഫുൾ ആവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ISS-ൽ അങ്ങനത്തെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം അതൊരു എത്താവുന്ന കാര്യമായതുകൊണ്ടാണ് നമുക്കിങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നത്. നോട്ട് ജസ്റ്റ് ഒരു അഡ്വെഞ്ചർ എന്നല്ലതിലപ്പുറം റിയലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് സ്പേസിന്. അപ്പോൾ ഇത് നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല, എന്തായാലും എല്ലാ ഇൻഡസ്ട്രിയും സ്പേസൊക്കെ. അപ്പോൾ എന്താ പറയുക, പിന്നെ മൈനിങ്, അങ്ങനെ സ്പേസ് ടൂറിസം മാതിരിയുള്ള സാധ്യതകൾ ഇതൊക്കെ റിയാലിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇമാജിനേഷനിലപ്പുറമുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഫ്യൂച്ചറുണ്ട്. ഇതൊരു ഒരു അൺബ്രൈഡ് ആയിട്ടുള്ള ബ്രൈഡൽഡ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റലിസം ഒക്കെ പോലെ എവിടെയെങ്കിലും ഒരു റെഗുലേറ്ററി ഇത് വേണ്ടേ? ഇപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ 1-2 കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ ഈ സാറ്റലൈറ്റിൻ്റെ ഡെബ്രി എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ അത് എത്ര ആൾക്കാർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇപ്പോൾ ആസ്ട്രോണമേഴ്സിന്, ഇപ്പോൾ ജ്യോതിശാസ്ത്രജ്ഞർക്ക് ഉള്ള വലിയൊരു ത്രെട്ട് ഈ എലോൺ മസ്ക് കിടക്കുന്ന ആളുകൾ അയക്കുന്ന 100 കണക്കിന് സാറ്റലൈറ്റുകളാണ്. കാരണം ആസ്ട്രോണമേഴ്സ് റിലൈ ചെയ്യണത് വളരെ ഡാർക്കായിട്ടുള്ള സ്കൈ ആണ്. കാരണം ഈ പിന്നെ മറ്റുള്ള തരത്തിലുള്ള വെളിച്ചങ്ങളൊക്കെ ഈ ആസ്ട്രോണമേഴ്സിൻ്റെ നിരീക്ഷണത്തിൽ നോയ്സാണ്. അപ്പോൾ ഇത്രയും നമ്മുടെ എന്താ പറയുക നിയർ അറ്റ്മോസ്ഫിയറിൽ മുഴുവൻ ഇത്രയധികം സാധനങ്ങൾ വന്നതോടെ ഇവർക്ക് നോക്കാനുള്ള സ്ഥലങ്ങൾ ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനൊരു ഒരു റെഗുലേറ്ററി ബോഡിയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ? ഉണ്ട്. ഓൾറെഡി ലൈക്ക് ഇപ്പോൾ കോസ്പാർമാരെയുള്ള ഇതിൽ പ്ലാനറ്ററി പ്രൊട്ടക്ഷൻ ലോസ് ഉണ്ട്.
ഒരു ഇൻ്റർനാഷണൽ സ്പേസ് ലോ മാതിരിയുള്ളതൊക്കെ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രൊട്ടക്ഷനും നമ്മളിപ്പോൾ വേറൊരു ഇപ്പോൾ ചൊവ്വയിൽ പോയി ഒരു സാമ്പിൾ റിട്ടേൺ ചെയ്ത് കൊണ്ടുവരുമ്പോൾ സപ്പോസ് അതിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് ലൈഫ് ഉണ്ടെങ്കിൽ അതൊരു ത്രെറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബാക്ക്വേർഡ് കണ്ടാമിനേഷനും ഫോർവേഡ് കണ്ടാമിനേഷനും രണ്ടും വളരെ സീരിയസ് ആയിട്ട് എടുക്കണം എന്നുള്ളത് ലോ പ്രകാരമുണ്ട്. ബിക്കോസ് അത് ത്രെട്ട് ആവാനും സാധ്യതയില്ലേ ഇതുമാതിരി ഓരോ ഗ്രഹത്തു നിന്നൊക്കെ ഓരോന്ന് കൊണ്ടുവരുമ്പോൾ. അപ്പോൾ ആദ്യം അപ്പോളോ 2 മിഷനിൽ അവരെ 2 ആഴ്ച ക്വാറന്റൈൻ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വന്നിരുന്ന ആസ്ട്രോണറ്റ്സിന് പിന്നെ ഓക്കെ മൂണിൽ അങ്ങനത്തെ സാധ്യത ഇല്ല പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ. പക്ഷേ മാർസിലേക്കും അല്ലെങ്കിൽ വേറെ ഇതിലേക്കൊക്കെ പോകുമ്പോൾ അത് തീർച്ചയായിട്ടും ഇതുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഓരോ ലോ ഉണ്ട്. ആൻഡ് ഇപ്പോൾ മൂണിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലാൻഡിങ് കുറേ പേര് ചെയ്യണോണ്ട് ഒരു 5 കിലോമീറ്റർ റേഡിയസിൽ വേറെ ആരും ചെയ്യരുതെന്ന് ഒരു ഇത് വെച്ചിട്ടുണ്ട്, കൈൻഡ് ഓഫ് അഗ്രിമെൻറ്റ്. ബിക്കോസ് ആന്ത്രോപോളജിക്കൽ സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ അപ്പോളോ 11 എടുത്ത അതേ സ്ഥലത്ത് പോയി ലാൻഡ് ചെയ്താൽ പറ്റില്ലല്ലോ. ലൈക്ക് അതുകൊണ്ട് അങ്ങനെ ഒരു 5 കിലോമീറ്റർ റേഡിയസ് വെച്ചിട്ടുണ്ട്. അതുമാതിരി മൂണും ഇപ്പോൾ ഇനി കുറച്ച് കണ്ടാമിനേറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്, അങ്ങനെ കുറേ പേര് പോണോണ്ട്. അപ്പോൾ ഈ എന്താ പറയുക മൂണിൻ്റെ ഒറിജിനൽ പ്രിസ്റ്റൈൻ ഇത് പോയേക്കാം. അപ്പോൾ നമ്മൾ എന്താ പറയുക മൂൺ ക്യാൻ ആൻസർ മെനി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുറേശ്ശെ ചേഞ്ച് ചെയ്യാം. ബിക്കോസ് അവിടുത്തെ എൻവറോൺമെൻറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അതെ, ഇതൊക്കെ ഈ ആസ്ട്രോണമേഴ്സിൻ്റെ കാര്യം പറഞ്ഞ മാതിരി സിറ്റി ലൈറ്റ്സ് കാരണം സിറ്റിയിൽ നിന്നൊന്നും ഇപ്പം ആസ്ട്രോണമി ചെയ്യാൻ പറ്റില്ല. പറഞ്ഞമാതിരി കുറച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ ചുറ്റുമുള്ള ആസ്ട്രോണമിയൊക്കെ ഇനി വേറെ വല്ല ഗ്രഹത്തിൻ്റെ ചുറ്റിലാക്കേണ്ടി വരും. ഈ ഒരു ഭൂമിയിൽ നടന്ന ഒരു കൊളോണിയൽ കോൺക്വസ്റ്റിൻ്റെ എക്സ്പ്ലോറേഷൻ്റെ ഒക്കെ ഒരു രീതിയിലുള്ള പാരലൽ കാണാൻ പറ്റുവാണെങ്കിലും അല്ലേ? നമ്മൾ ഓഫൻ പറയും, പക്ഷേ ലെറ്റ്സ് നോട്ട് യൂസ് വേർഡ് കൊളോണൈസിങ് മൂൺ എക്സ്പ്രസ് ചെയ്യാൻ ശ്രദ്ധിക്കും. ബിക്കോസ് കോളണൈസേഷൻ ഇസ് സീൻ ലൈക്ക് ഒരു കൈൻഡ് ഓഫ് നെഗറ്റീവ് തിങ്. അപ്പം നമ്മൾ കൂടുതൽ കോപ്പറേറ്റീവായിട്ട് ഒരു ബേസ് സ്റ്റേഷൻ വയ്ക്കുമ്പോഴും അത് കോളണൈസേഷൻ ആവാതിരിക്കട്ടെ എന്നൊരു അജിത് ഇത് ഭൂമി ആളുകൾ വാങ്ങിയിടുന്നതായി കേൾക്കുന്നു, അതാണ് ഞാൻ പറഞ്ഞ ഈ സ്പേസ് എക്സ്പ്ലോറേഷൻ. അപ്പം അതിങ്ങനെ കൂടുതൽ വരികയാണ്. ഇപ്പോൾ ശ്യാമ സൂചിപ്പിച്ച പോലെ ചന്ദ്രൻ ഇങ്ങനെ പകത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പകത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ സ്പേസ് എക്സ്പ്ലോറേഷൻ ഒരുതരം യൂണിവേഴ്സാലിറ്റിയും നമ്മൾ ഉണ്ടാക്കിയിരുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ നാസ എസ്പെഷ്യലി അതിൽ ഒരു പയനിയറാണ്. ഇപ്പം ഈ ഓപ്പൺ സ്കൈ പോളിസി എന്ന് പറഞ്ഞൊരു ഇതുണ്ട് നാസയിൽ. ഇപ്പം ലോകത്തിലെ എല്ലാ വലിയ ടെലസ്കോപ്പുകളും അമേരിക്കയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് മാറുമായിരിക്കും ഇനി. അപ്പം ഇപ്പം കാൽടെക് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ അവരാണ് എന്താ പറയുക മനുഷ്യരാശി ഉണ്ടായിരുന്നുള്ള ഏറ്റവും വലിയ ടെലസ്കോപ്പുകൾ എപ്പോഴും അവരുടെ അടുത്തായിരുന്നു. പക്ഷെ അത് വളരെ ക്ലോസ്ഡ്, അത് എല്ലാവർക്കും ഒന്നും അത് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ നാസ അങ്ങനെയായിരുന്നില്ല. അവരുടെ സ്പേസ് മിഷൻ എല്ലാവരും ലോകത്തിൽ ആർക്കും ഉപയോഗിക്കാം. അവരാണ് ഇതെങ്കിലും അത് ആർക്കും അതിൽ പ്രപ്പോസൽ അയക്കാം, ഇതാക്കാം. അതൊരു ഓപ്പൺ പോളിസി ആയിരുന്നു. മറ്റ് രാജ്യങ്ങൾ അത് ഇതുവരെ ക്യാച്ചപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ ആ ഒരു തരം യൂണിവേഴ്സാലിറ്റീൻ്റെ ഇതിലും കൂടിയാണ് ഈ ഇനീഷ്യൽ സ്പേസ് എക്സ്പ്ലോറേഷൻ്റെ ഒരു ആസ്പെക്റ്റും കൂടി ഉണ്ട് ഇതിൽ. അപ്പം ഇത് അമേരിക്കൻ ഏർലി പോളിസിയിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പം ഭയങ്കരമായിട്ട് മാറുന്നുണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മറ്റ് രാജ്യങ്ങളിലൊന്നും ഇപ്പം ഈ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള റിസർച്ച് സയൻറ്റിസ്റ്റിനൊക്കെ വെൽക്കം ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പം അമേരിക്ക ഈ സയൻസിൽ ലീഡ് ചെയ്യുന്നതിന് കാരണങ്ങളുണ്ട്. അവരുടെ ആ ഓപ്പൺ പോളിസിയും അതും കൂടിയുണ്ട്. അപ്പോൾ അതിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരിക്കലൊരു സെനറ്റ് ഹിയറിങ്ങിൽ ഇതൊരു വലിയ ഫെസിലിറ്റിയാണ്, അത് ബ്രൂക്ക്ഹാവൻ നാഷണൽ ലബോറട്ടറി എന്നൊരു ആക്സലറേറ്റർ എന്താണ്. അപ്പം സെനറ്റർ വളരെ ക്രിട്ടിക്കലായിട്ട് ചോദിക്കുകയാണ് ഹൗ വിൽ ഇറ്റ്, അത് വലിയ എമൗണ്ടാണ്, അപ്പോൾ ഹൗ വിൽ ഇറ്റ് ഹെൽപ്പ് ഇൻ അവർ നാഷണൽ സെക്യൂരിറ്റി. അപ്പോൾ അതിൻ്റെ ഒരു സീനിയർ ഫിസിസിസ്റ്റ് അതിന് റിപ്ലൈ ചെയ്തത് ദാറ്റ് മേക്സ് യുവർ കൺട്രി വർത്ത് ഡിഫെൻഡിങ്. അപ്പോൾ ആ ഒരു വാല്യൂസ് നമ്മളിപ്പം ഇപ്പോഴത്തെ അമേരിക്കയിൽ ഇതൊന്നും വേണ്ടെന്നും അങ്ങനത്തെ ഒരു വളരെ സങ്കുചിതമായൊരു അമേരിക്കയിലും ലോകം മുഴുവനും ഇങ്ങനെ ഒരു ഇതിലേക്കാണ് പോകുന്നത്. അപ്പം പക്ഷേ സ്പേസ് എക്സ്പ്ലോറേഷൻ ഇനീഷ്യൽ ഓൾദോ ഒരു കോമ്പറ്റീഷൻ, ഈ ഒരു കോൾഡ് വാറിൻ്റെ പാരമ്യത്തിലുള്ളൊരു കോമ്പറ്റീഷനിൽ തുടങ്ങിയെങ്കിലും ഒരു യൂണിവേഴ്സൽ ആസ്പെക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് വേഗം നഷ്ടപ്പെട്ടു പോവാണ്. ശരി. ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾ കാൾ സേഗൻ പിന്നെയും പറയുകയാണെങ്കിൽ വോയേജറിൽ അദ്ദേഹം കുറേ ഹ്യൂമാനിറ്റി റെപ്രസ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഒന്നൊരു കുട്ടിയുടെ കരച്ചിലിൻ്റെ റെക്കോർഡിങ് അല്ല, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ആ കാലത്ത് ആളുകളുടെ ഒരു വിഷൻ ആ ഒരു പ്രോഗ്രാം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മാറി ഇപ്പോൾ എലോൺ മസ്കിനെ പോലുള്ള ആളുകളൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നൊരു വിഷൻ ആകുമ്പോൾ അത് എങ്ങനെ മാറുന്നു എന്നുള്ളത് കുറച്ചൊരു ആശങ്കാകരമായിട്ടുള്ളൊരു കാര്യമാണ്. വോയേജറിനെ പറ്റി പറഞ്ഞതിൽ
വോയേജർ സോളാർ സിസ്റ്റത്തിൻ്റെ ദൂരത്തേക്ക് പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ ക്യാമറ ഷട്ട് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കാൾ സേഗൻ പറഞ്ഞു ഒന്ന് ഭൂമിയിലേക്ക് തിരിച്ചു വെച്ചിട്ടൊരു അവസാനത്തെ ഫോട്ടോ എടുക്കാൻ. വോയേജറിലെ ആ ക്യാമറയുടെ അവസാനത്തെ ഫോട്ടോ അതായിരുന്നു. അപ്പോൾ ഒരു സൂര്യൻ്റെ ആ സ്കാറ്റേർഡ് ലൈറ്റിൻ്റെ ഒരു സ്ട്രീക്കിൽ നമ്മളെ ഭൂമി ഒരു പിക്സലിലാണത്. അതാണ് ആ പെയിൽ ബ്ലൂ ഡോട്ട് എന്നുള്ള ആ ഫേമസ് ഇമേജ് ആയിട്ട് വന്നത്. കാൾ സാഗൻ അതിനൊരു കമൻട്രി വന്നിട്ടുണ്ട്. നമ്മുടെ കംപ്ലീറ്റ് എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ് തുടങ്ങാനുള്ള ഒരു വലിയ പ്രേരക അതായിരുന്നു. ഇതും പിന്നെ അപ്പോളോ എന്നെടുത്ത ആ എർത്ത് റൈസ് എന്നുള്ള ചന്ദ്രന് ഭൂമി ഉദിക്കുന്ന ആ ചിത്രം. അപ്പോഴാണ് നമുക്ക് അത് നമ്മളെ പ്ലാനറ്റ് എത്രത്തോളം, നമ്മളെ ഗ്രഹം എത്രത്തോളം ഡെലിക്കേറ്റാണ്, അതിനെ സംരക്ഷിക്കേണ്ട ആവശ്യത്തെ പറ്റി. അപ്പോൾ ആ മുഴുവൻ എൻവയോൺമെൻറ്റ്, അപ്പോൾ ഈ സ്പേസ് എക്സ്പ്ലോറേഷൻ ഇങ്ങനെ പല തലങ്ങളുണ്ട്. ഇങ്ങനെ പല നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത പല സംഗതികൾ സാധിച്ചിട്ടുണ്ട്. സോഷ്യൽ മൂവ്മെൻറ്റ് സാധിച്ചിട്ടുണ്ട്. ഇതാണ് ഈ ശാസ്ത്രത്തിൽ ഇങ്ങനെ കൾച്ചറലി സോഷ്യൽ ഇതിലേക്ക് ഇങ്ങനെ വരുന്നതിൻ്റെ ചില, അപ്പോൾ അങ്ങനത്തെ എഫക്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ല, നേരത്തെ അജിത്ത് പറയണ്ടായിരുന്നു മീഡിയയിൽ എഴുതി വരുമ്പോൾ ഇതിൻ്റെ പലതും മാറണമെന്ന്. അതിന് ഒരു റെസ്പോൺസിബിലിറ്റി ഐ തിങ്ക് ഇങ്ങനെ ഗവേഷകർ തീരെ എടുക്കണം. ബിക്കോസ് അവർ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അങ്ങനത്തെ ട്രെയിനിങ്ങും എന്താ പറയുക എൻകറേജ്മെൻറ്റും മേ ബി കൂടുതലായിട്ട് അല്ലേ. ബിക്കോസ് ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ടാണ് ഇപ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റാത്തത്. മേ ബി അത് ഒരു ഇതായിട്ട് നമ്മൾ എല്ലാവരും എടുക്കണം. ഇതൊരു നമ്മുടെ ഉള്ളിലുള്ള ചർച്ച തൽക്കാലം ഒന്ന് അവസാനിപ്പിക്കാൻ നല്ല സമയമായി തോന്നുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു എൻവയറമെൻ്റൽ ആ ഒരു ഇതിൻ്റെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റിനെ പറ്റിയിട്ട്. ഇനി ഈ ചർച്ച കുറച്ചുകൂടി വിശാലമാക്കാനുള്ള സമയമുണ്ട്. അടുത്തൊരു 15 മിനിറ്റ് നമുക്ക് ഇതിലുള്ള കൂടിയ സുഹൃത്തുക്കളിൽ നിന്നുള്ള ചോദ്യങ്ങളോ കമൻറ്റുകളോ ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. കൈവക്കി കഴിഞ്ഞാൽ മൈക്ക് വിനോദ്. ഗംഭീരമായൊരു സെഷന് നന്ദി. എനിക്കൊരു ചോദ്യവും ഒരു കമൻറ്റുമാണുള്ളത്. ചോദ്യം ഇതാണ്, അതായത് നമ്മളിപ്പം ജ്യോതിശാസ്ത്രത്തെ പറ്റി ആലോചിക്കുന്ന സമയത്ത് അത് നമ്മളുടെ ഒരു ടൈം സ്കെയിലിലോ അല്ലെങ്കിൽ നമ്മളൊരു ദൂരത്തെ സംബന്ധിച്ച് നമ്മളുടെ ഒരു ഭാവനയിലോ ഒതുങ്ങുന്നൊരു കാര്യമല്ല. എങ്കിൽ തന്നെയും പൊതുജനങ്ങളുടെ ഇടയിൽ ഇതിന് ഭയങ്കരമായിട്ടുള്ളൊരു അപ്രീസിയേഷൻ ഉണ്ട്. അതായത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു റിസർച്ച് സയൻസ് റിസർച്ചാണെന്ന് പറയുന്ന ഒരു, അല്ല ഈ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള സെർച്ചാണെന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ഇപ്പോൾ നാഷണലിസത്തിൻ്റെ കാര്യം പറഞ്ഞു. ഒരുപക്ഷെ അത് മാത്രമായിരിക്കണം എന്നില്ല. നാഷണൽ പ്രൈഡ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു അൾട്രാ നാഷണലിസ്റ്റ് ചിന്തകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇതിന് നല്ല പോപ്പുലാരിറ്റി ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും അത്? ഒരുപക്ഷെ മനുഷ്യഭാവനയുടെ ഒരു എന്താ പറയുക പരിധിയെ സ്പർശിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടായിരിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. പിന്നെ ഒരു കമൻ്റ് ഉള്ളത്, ഇപ്പം ജീവൻ കാർബൺ ബേസ്ഡ് ആണോ എന്നുള്ള ക്വസ്റ്റൻ ഉണ്ടല്ലോ, സിലിക്കൺ ബേസ്ഡ് ജീവൻ ഉണ്ടോ എന്നുള്ള ക്വസ്റ്റൻ ഉണ്ടല്ലോ. അത് ഓൾറെഡി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ സിലിക്കൺ ബേസ്ഡ് ഇൻ്റലിജൻസ് ഉണ്ടല്ലോ. അപ്പോൾ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് സിലിക്കൺ ബേസ്ഡ് ആണെന്ന് വേണമെങ്കിൽ ആരോപിക്കാമല്ലോ. അങ്ങനെ ഒരു കൂട്ടിച്ചേർക്കലും കൂടി ചേർത്തുകൊണ്ട് വൺസ് അഗൈൻ താങ്ക് യു. നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭൂമി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല മനുഷ്യൻ ആദ്യമായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു നോളജ് എന്ന് പറയുന്നത് സ്പേസെ സംബന്ധിച്ചാണ്. ബാക്കി പലതും നമ്മൾ നിത്യേന ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഒരു വടിയെടുത്ത് മൂർച്ച കൂട്ടിയിട്ട് എടുത്താൽ നമുക്ക് വേണമെങ്കിൽ ഒരു കിഴങ്ങ് മാന്തി എടുക്കാമെന്നുള്ളതൊക്കെ പ്രാചീന മനുഷ്യനൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സയൻസായിട്ട് ആദ്യമേ വരുന്നത് നക്ഷത്ര നിരീക്ഷണവും ഗ്രഹനിരീക്ഷണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. എല്ലാ സമയത്തും വളരെ കൃത്യതയോടെ സൂര്യനും ഗ്രഹങ്ങളും ഒക്കെ ഉദിക്കുന്നു, പോയി അസ്തമിക്കുന്നു, വീണ്ടും ഉദിക്കുന്നു. അത് വെച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു കലണ്ടർ ഉണ്ടാക്കാമെന്നുള്ളതാണ് ആദ്യത്തെ വലിയൊരു കണ്ടുപിടുത്തം. ശരിയല്ലേ? ഒരു കുഞ്ഞെന്ന് ജനിക്കുന്നു എന്ന് കുറച്ച് ദിവസമൊക്കെ നമുക്ക് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പറയാം. പക്ഷേ കുറേ കാലം കഴിഞ്ഞാൽ നമുക്ക് ആകെ അളവ് തെറ്റിപ്പോകും, എണ്ണം തെറ്റും. അത് എണ്ണാൻ എന്താ മാർഗം? അതിനാണ് നമ്മൾ ഇന്ത്യക്കാരാണെങ്കിൽ ജന്മനക്ഷത്രം എന്ന ആശയം ഉണ്ടാക്കിയെടുത്തു. ചന്ദ്രൻ പോകുന്ന ഭൂമിയെ 27 ദിവസം 8 മണിക്കൂർ കൊണ്ട് ചന്ദ്രൻ ചുറ്റും. പോകുന്ന വഴിക്ക് 27 നക്ഷത്രങ്ങളെ സ്ഥാപിച്ചു. ഓരോ നക്ഷത്രത്തിൻ്റെ അടുത്തൂടെ പോകുക, ആ നക്ഷത്രത്തിൻ്റെ പേരില്ല നാളെ അറിയപ്പെടും. അശ്വമുഖം പോലെ അശ്വതി, അല്ലേ? കുതിരത്തല പോലെ.
ഭരണി, അതുപോലെ തന്നെ കാർത്തിക എന്ന് പറഞ്ഞിട്ട് 27 നക്ഷത്രങ്ങൾ സ്ഥാപിച്ചു. എന്തിനാണ്? ഒരു കുട്ടിയുടെ എത്ര ജനിച്ചിട്ട് എത്ര കാലമായെന്നറിയാം. അപ്പം കാർത്തികയിൽ ഒരു കുട്ടി ജനിച്ചു, ഇന്ന് മകമാണെങ്കിൽ നമുക്ക് ഉടനെ എണ്ണം. കാർത്തിക കഴിഞ്ഞ് രോഹിണി, മകീരം, തിരുവാതിര, പുണർതം, പൂയം, ആയില്യം, മകം 7 ദിവസമായി എന്ന് ഉടനെ എണ്ണാൻ പറ്റും. അങ്ങനെ ഒരു നല്ലൊരു കാലക്രമം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. ഇതുപോലെ തന്നെ ഞാറ്റുവേല എന്ന് പറയുന്ന ആശയം കൃഷിക്കാരന് വേണ്ടി നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെ ബാബിലോണിയക്കാർ സൂര്യനെ ആസ്പദമാക്കി ചെയ്തുകൊണ്ടിരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തെ കൃത്യത ഉള്ളതാക്കാൻ വേണ്ടി ആണ് നമ്മൾ വാനനിരീക്ഷണം തുടങ്ങിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതിനപ്പുറം കിടന്നുള്ള ഒരു കൗതുകം അതിലുണ്ട് തീർച്ചയായിട്ടും. ആകാശം കാണുമ്പോൾ ഉണ്ടാകുന്ന കൗതുകം ഉണ്ടല്ലോ, ഇതൊക്കെ എന്താണ്, ഈ സൂര്യൻ എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്തിരി പോകുന്നൊരു സൂര്യൻ ഈ ഭൂമിയെ ചുട്ടുപൊഴിപ്പിക്കുന്നത് എന്താണെന്നുള്ളത്. കുറേ കാലം കഴിഞ്ഞാണ് നമ്മൾ ഇത് ആകാശത്ത് ഇങ്ങനെ അടുത്ത് വയ്ക്കുന്ന ഒരു സാധനമല്ല, 15 കോടി കിലോമീറ്റർ അകലെയാണെന്നും അത് അതിൻ്റെ ഉള്ളിൽ ഫ്യൂഷൻ നടക്കുകയാണ്. സൂര്യൻ ഭൂമിയുടെ 13 ലക്ഷത്തോളം ഇരട്ടി വലിപ്പമുണ്ട് അതിന്. ആ ഫ്യൂഷൻ വഴി ഉത്പാദിപ്പിക്കുന്ന ഊർജത്തിൻ്റെ 250 കോടിയിലൊരംശം മാത്രമാണ് നമ്മുടെ ഭൂമിക്ക് കിട്ടുന്നത്. ബാക്കി മുഴുവൻ വേസ്റ്റായി പോവുകയാണ്. മനുഷ്യന് കിട്ടാതാകുന്നതിനാണല്ലോ നമ്മൾ വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 250 കോടിയിലൊരംശമേ ഭൂമിക്ക് കിട്ടുന്നുള്ളൂ, ബാക്കി മുഴുവൻ പോവുകയാണ്. അപ്പം അതേസമയത്ത് മുമ്പ് പഠിപ്പിച്ചിരുന്നത് എന്താണ്? ഭൂമിക്ക് പകൽ നൽകാൻ വേണ്ടിയാണ് സൂര്യനെ അവിടെ നിർത്തിയതെന്നാണ്. ഭൂമിയിൽ പകല് വെളിച്ചം നൽകാൻ വേണ്ടി സൂര്യനെയും രാത്രിയിൽ വെളിച്ചം നൽകാനും നമ്മുടെ കാലഗണനയ്ക്കും വേണ്ടി ചന്ദ്രനെയും സൃഷ്ടിച്ചു എന്നാണല്ലോ പൊതുവിൽ ബൈബിളും ഒക്കെ നമുക്ക് പറയുന്നത്, ഖുർആനും ഒക്കെ പറയുന്നത്. അപ്പം അതിൻ്റെ അർത്ഥഹീനത നമ്മൾ പിന്നെയാണ് മനസ്സിലാക്കുന്നത്. 250 കോടിയുടെ അംശം മാത്രം കിട്ടാൻ വേണ്ടി ഇത്രയും വലിയ പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല എല്ലാ നക്ഷത്രങ്ങളും ഈ പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ അറിയുന്നുണ്ട്. അപ്പം ശാസ്ത്രം ഇങ്ങനെ വളരുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നിത്യേന നമ്മൾ കാണുന്ന കാര്യമാണ്. നമ്മുടെ ആശയങ്ങൾ മാറുന്നു, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നു. അതൊക്കെ തന്നെ സ്പേസ് എക്സ്പ്ലോറേഷന് ശേഷം നമ്മളുണ്ടാക്കിയ വലിയൊരു മാറ്റം എത്ര വലുതാണെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. തോന്നാതായിരിക്കും. ഒരു കാര്യം കൂടി ചേട്ടൻ വിനോദ് പറഞ്ഞത് ശരിയാണ്. അത് വെറും ഒരു നാഷണൽ പ്രൈഡിൻ്റെ ഭാഗം മാത്രമല്ല. ഒരു കാരണം ഇപ്പം പല ഈ ജ്യോതിശാസ്ത്രത്തിലുണ്ടായ പല കണ്ടുപിടുത്തങ്ങളും അതിൽ നിന്ന് താഴേക്ക് വന്ന് സമൂഹത്തിൽ നമ്മുടെ ലോകവീക്ഷണത്തെ തന്നെ മാറ്റിയ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ഒന്ന് ഈ സൂര്യനെ, ഭൂമിയെ സൗരയൂഥത്തിന് നടുവൊന്ന് മാറ്റി പ്രതിഷ്ഠിച്ച കോപ്പർനിക്കൻ റെവല്യൂഷൻ. അത് നമ്മുടെ ജനങ്ങളുടെ ചിന്ത, നമ്മളല്ല ഈ പ്രപഞ്ചത്തിൻ്റെ നടുവിൽ എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം സംഭവിച്ചത്, ഗാലക്സീൻ്റെ നടുവെന്ന് സൂര്യനെ മാറ്റിയ ഹാർലോ ഷാപ്ലി എന്ന് പറഞ്ഞ ജ്യോതിശാസ്ത്രനാണ്. അതുവരെ നമ്മൾ വിചാരിച്ചിരുന്നത് സൂര്യനാണ് ഗാലക്സിയുടെ നടുവിൽ. പക്ഷെ അത് സൂര്യൻ ഒരു ഗാലക്സിന്ന് എത്രയോ ദൂരെ അതിൻ്റെ പുറമ്പോക്കിലുള്ള ഒരു ചെറിയ നക്ഷത്രമാണെന്നുള്ള. അപ്പോൾ അതിനിങ്ങനെ, അപ്പോൾ ഈ ചില കണ്ടുപിടുത്തങ്ങൾ ഈ ഇതിൽ നമ്മളെ ലോകവീക്ഷണത്തെ തന്നെ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചില നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയുമ്പോൾ ഈ ജ്യോതിശാസ്ത്രത്തിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ലുക്ക് ബാക്ക് ടൈം എന്ന് പറഞ്ഞിട്ട്. അതായത് സൂര്യൻ എന്നുള്ള ലൈറ്റ്, ഇപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് സഞ്ചരിക്കുന്നത് ലൈറ്റാണ്, പ്രകാശമാണ്. അതിനേക്കാളും കൂടുതൽ വേഗത്തിൽ ഒന്നിനും സഞ്ചരിക്കാൻ പറ്റില്ല. ഇപ്പോൾ സൂര്യൻ എന്നുള്ള എന്നിരുന്നാലും ലൈറ്റിൻ്റെ സ്പീഡ് ഫൈനൈറ്റാണ്. അപ്പോൾ സൂര്യൻ എന്നുള്ള പ്രകാശം നമ്മളിലെത്താൻ 8 മിനിറ്റ് എടുക്കും. ഇപ്പോൾ സൂര്യൻ ഈ നിമിഷം ഇല്ലാണ്ടായാൽ 8 മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മൾ അറിയുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ കൂടുതൽ ഇതാൻ വേണ്ടി ആൻഡ്രോമീഡ ഗാലക്സി എന്നുള്ള ലൈറ്റ് നമുക്ക് എത്താൻ ഒരു 1.5 മില്യൺ വർഷങ്ങളോട് എടുക്കും. ഇപ്പോൾ ആൻഡ്രോമീഡയിൽ നിന്ന്, അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് വശം എന്ന് വെച്ചാൽ, ആൻഡ്രോമീഡയിൽ ഇപ്പോൾ ഒരാൾ ഒരു സിവിലൈസേഷൻ ഉണ്ടെങ്കിൽ അവർ നമ്മൾ ഭൂമിയെ നോക്കുകയാണെങ്കിൽ അവർ കാണുന്നത് എന്താ, നമ്മളെ പൂർവികർ തീ കണ്ടുപിടിക്കുന്നതാണ് കാണുക. ഇപ്പോൾ കുറച്ചുകൂടി ദൂരം പോവുകയാണെങ്കിൽ ഇപ്പം നമ്മൾ വെർഗോ ക്ലസ്റ്റർ ഓഫ് ഗാലക്സിയിൽ അവിടെ ആരെങ്കിലും നമ്മളെ ഭൂമിയെ നോക്കുകയാണെങ്കിൽ ഡൈനോസോഴ്സ് ഭൂമിയിൽ നടക്കുന്നതാണ് അവർ കാണുക. അപ്പോൾ ഇതാണ് ഈ ലുക്ക് ബാക്ക് ടൈമിൻ്റെ. അപ്പോൾ ഇതൊക്കെ ആളുകളെ, അപ്പോൾ അത് ചില എനിക്ക് തോന്നുന്ന ഒരു മോഡസ്റ്റ്, ഒരു ഹംബ്ലിങ് ഇഫക്റ്റാണ്. നമ്മൾ എന്താ പറയുക, ഒരു എന്തായാലും മലയാളം വിനയം. നമുക്ക് അപ്പോൾ ഇതൊരു വലിയ പ്രപഞ്ചമാണ്, നമ്മളതിൽ ഒരു അത്ര ഒരു സീരിയസ് സെൻട്രൽ പ്ലെയർ ഒന്നുമല്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളിത് മനസ്സിലാക്കുന്നില്ല. അപ്പം നമ്മൾ അതിൻ്റെ മറ്റു വശം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഒരു കാര്യം, ഈ നമ്മളെ പ്രപഞ്ചത്തിൻ്റെ വയസ്സ് 13.8 ബില്യൺ ഇയേഴ്സാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒരു 70 കൊല്ലമായിട്ടേ ഉള്ളൂ.
അപ്പോൾ ഇറ്റ്സ് എ വെരി പ്രൊഫൗണ്ട് മൊമെൻ്റ്. അതേപോലെ തന്നെ സൂര്യനെ അല്ലാതെ മറ്റ് നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഗ്രഹങ്ങളുണ്ടെന്ന് വ്യക്തമായ തെളിവോടെ മനസ്സിലാക്കിയ ആദ്യത്തെ തലമുറയാണിത് നമ്മുടേത്. ഇതൊരു അനന്യമായ അറിവാണ്. ഒരു അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ ആലോചിച്ച് ഒരു മൊമെൻ്റ് അല്ല. അപ്പോൾ അത് ദാറ്റ് ക്യാപ്ചേഴ്സ്. അപ്പോൾ ചിലപ്പോൾ ആളുകളുടെ ഭാവനയെ അത് ഇങ്ങനെ, അപ്പോൾ ഇതുകൂടി ആയിരിക്കാം ഒരുപക്ഷെ ഈ സ്പേസ് എക്സ്പ്ലോറേഷൻ്റെയും ജ്യോതിശാസ്ത്രത്തിൻ്റെയും ഒരു ആകർഷണം. മുന്നൂറ് 350 കോടി വർഷമായിട്ടേ ഉള്ളൂ ഭൂമിയിലെ ജീവൻ. ഇപ്പോൾ സാറ് ജെയിംസ് വെബ് ടെലിസ്കോപ്പിൻ്റെ അതിൻ്റെ സാധ്യതയെക്കുറിച്ചും കൂടി ഒന്ന് സൂചിപ്പിച്ചാൽ നന്നായി. ഇപ്പോൾ നമ്മളെ വായനയുടെ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയത് 400 കോടി വർഷം മുമ്പുള്ള പ്രകാശത്തെ ജെയിംസ് വെബ് ടെലിസ്കോപ്പിലൂടെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഭൂമിയിൽ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പുള്ള പ്രകാശത്തെ നമുക്ക് സ്പെക്ട്രോസ്കോപ്പിയിലൂടെ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയത് എന്നൊരു കാര്യം സൂചിപ്പിച്ചാൽ നന്നായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ജീവനുമായി ബന്ധപ്പെട്ട് ഈ മൈക്രോ ഓർഗാനിസംസ്, ഇപ്പോൾ ഈ ഇൻ്റലക്ച്വൽ ലൈഫ് തന്നെ വേണമെന്നില്ലല്ലോ. മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവരൊക്കെ ഉണ്ടായിക്കൂടെ? രണ്ട്. മൂന്നാമത്, മനോജ് സാർ നേരത്തെ സൂചിപ്പിച്ചത് ഈ സൂര്യനിൽ നിന്നുള്ള അകലനുസരിച്ച് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ ഇവയിലാണ് ജീവൻ്റെ സാധ്യതകളുള്ളത് എന്നുള്ളത്. പണ്ട് വായിച്ചത് ഓർമ്മയുണ്ട്, ഈ വ്യാഴത്തിൻ്റെ യൂറോപ്പയിൽ സാധ്യതയുണ്ട് എന്നുള്ളത്. അതിപ്പോൾ ഇല്ലാതായോ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ റിസർച്ച് എന്നുകൂടി അറിഞ്ഞാൽ നന്നായി. താങ്ക് യു. ഇത് ജെയിംസ് വെബ് എന്ന് പറയല്ലേ, ദൂരത്തേക്ക് നോക്കുന്നവർ നമ്മൾ കാണുന്നത് പിറകിലാണ് എന്നുള്ള പോയിന്റ് മനോജ് പറഞ്ഞു. അത് ജെയിംസ് വെബും ടെലിസ്കോപ്പും അങ്ങനെ കാണുന്നത്. പക്ഷേ ഇതിനൊരു തമാശ, ഇതിനേക്കാൾ എത്രയോ പഴക്കമുള്ള പ്രകാശം നമുക്കറിയാം. നമുക്ക് പ്രപഞ്ചം ഉണ്ടായിട്ട് ഏറെക്കുറെ 13 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രകാശം വരെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഭൂമി, നമ്മുടെ പ്രപഞ്ചത്തിൽ നക്ഷത്രങ്ങളൊക്കെ ഉണ്ടാവുന്നതിൻ്റെ എത്രയോ മുൻപ് ഉള്ള പ്രകാശം, അത് നമ്മുടെ ബിഗ് ബാങ്ങിന് ഏറെക്കുറെ 3 ലക്ഷം വർഷങ്ങൾക്ക് ശേഷം മാത്രം ഉണ്ടാക്കിയ ഏറ്റവും ആദ്യത്തെ പ്രകാശം വരെ 1960 മുതൽ കോസ്മോളജിസ്റ്റുകൾ ഡിറ്റക്ട് ചെയ്യുന്നതാണ് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്നുള്ളത്. ഇത് പറഞ്ഞ പോലെ ഇത് നമുക്ക് ഒരു മിനിറ്റ് ആലോചിച്ച് ഡൈജസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യമാണ്. നമുക്ക് പ്രപഞ്ചത്തിനെ അത്രയും പഴക്കം വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണത്. ശരിയാ. ലൈക്ക് ഈ എക്സ്ട്രീമോഫൈൽസ് ഉണ്ടല്ലോ ഭൂമിയിലും, ഓക്സിജൻ ആവശ്യമില്ല, വെളിച്ചം ആവശ്യമില്ല, ആൻഡ് വെരി ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ വെരി കോൾഡ്. അപ്പോൾ അങ്ങനത്തെ കൈൻഡ് ഓഫ് ജീവൻ്റെ സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അപ്പോൾ ഈ എക്സോ പ്ലാനറ്റ്സിനെ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സിഗ്നേച്ചർ പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക ഇതുപോലെയുള്ള ലൈഫിന് വിചാരിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും അങ്ങനത്തെ സാധ്യതയുണ്ട്. ആൻഡ് ഈവൺ ഇപ്പം പല എക്സ്പെരിമെൻറ്റ്സും നടക്കുന്നുണ്ട് ISSലും, അല്ലെങ്കിൽ പുറത്തേക്ക് മൈക്രോബ്സിനെ കൊണ്ടുപോയിട്ട് അവർക്ക് വരുന്ന ചേഞ്ചസ് എന്താണ്. അപ്പോൾ ഈവൻ അൾട്രാവയലറ്റ് റേഡിയേഷനൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മൈക്രോബ്സ് ഉണ്ട്, മ്യൂട്ടേറ്റ് ചെയ്യുന്നുണ്ട് മൈക്രോബ്സ്. സോ അങ്ങനത്തെ കൈൻഡ് ഓഫ് മൈക്രോബിയൽ ഡൈവേഴ്സിറ്റി തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ എന്തായിരുന്നു ചോദിച്ചാൽ, ഈ ഇവിടുത്തെ അതെ ജീവൻ്റെ സാധ്യത എന്ന് പറയുന്നത് യൂറോപ്പയിൽ ശരിയാണ്. യൂറോപ്പയിൽ സബ്സർഫസ് ഓഷ്യൻ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് വെള്ളത്തിൻ്റെ തന്നെയാണ് ആയിരിക്കണം. അപ്പോൾ അവിടെയും സാധ്യതയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ചെറിയൊരു ഉദാഹരണം, ഇത് എൻ്റെ ഒരു തെറ്റാണ്. നമ്മൾ തമ്മിലുള്ള സംഭാഷണം കുറച്ച് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം തരണമായിരുന്നു. അത് അടുത്ത സെഷനുകളിൽ നമ്മളത് ശ്രദ്ധിക്കുന്നതാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു പ്രത്യേക നിർബന്ധം എന്നുള്ളത് ഈ കൃത്യസമയത്ത് തന്നെ സെഷനുകൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. വിനോദമാഷനെ നോക്കുന്നുണ്ട്. ഒന്നുകൂടി ആണോ? ഒരു ചോദ്യം കൂടി ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ചോദ്യമല്ല, പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ജെൻസി, എൻ്റെ ഒരു അനുഭവം, കറൻ്റ്ലി നിങ്ങൾക്ക് ഒരു 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 സ്റ്റാൻഡേർഡിൻ്റെ മുകളിലുള്ള സയൻസ് ഇപ്പോൾ ക്ലാസ് റൂമിൽ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടികൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഐ എം ടീച്ചിങ് ബോട്ടണി. അപ്പോൾ അതിൽ ഫോട്ടോസിന്തസിസ്, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ലൈഫിൻ്റെ പ്രസൻസിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ഫോട്ടോസിന്തസിസ് നമ്മൾ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ ലൈറ്റ് വന്ന് വീഴുന്നു, ഇലക്ട്രോൺ എക്സൈറ്റേഷൻ ഉണ്ടാവുന്നു. അപ്പോൾ ഇതൊന്നും അവർ വിശ്വസിക്കുന്നില്ല. അവർ പറയുന്നത് സാർ ഇതിങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ജെൻസി എങ്ങനെയാണ് സയൻസ് ഇപ്പോൾ അവർ എങ്ങനെയാണ് ഈ സാധനം കാണുന്നത് എന്നതിനെക്കുറിച്ച്
ഇങ്ങനെയുള്ള വലിയ മികച്ച ആളുകൾ ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയിലും ഒക്കെ വരേണ്ടതുണ്ട് എന്നാണ്. എന്താ അതിനെപ്പറ്റി അഭിപ്രായം? ബാബുട്ടി മാഷ ഒറ്റ ചോദ്യം കൂടി ചോദിക്കാം. ഒറ്റ ചോദ്യം. അല്ല, ഇതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. പിന്നെ നമ്മൾ മികച്ചതാണെന്നുള്ള വേറെ ചോദ്യമാണ്. പക്ഷേ കുറേ മികച്ച ആളുകൾ വരേണ്ട ആവശ്യമുണ്ട്. അത് പിന്നെ ഇപ്രാവശ്യത്തെ NCERT-യുടെ സയൻസ് പുസ്തകങ്ങളൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. അതിൽ പിന്നെ ഹിസ്റ്ററിയെ പറ്റിയിട്ടുള്ള വേറെ പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ പോലും പിന്നെ ഇന്ത്യയിലെ സയൻറ്റിസ്റ്റുകൾ പുതിയ തലമുറ കുറച്ചുകൂടിയും കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. അത് ചെറിയൊരു മാറ്റം കാണുന്നുണ്ട്. ഇപ്പോൾ 8 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ പ്രിപ്പയർ ചെയ്യുന്നതിൽ ഞങ്ങളുടെ കുറേ കൊളീഗ്സ് അടക്കമുള്ള ആളുകൾ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. സയൻസ് ബുക്കുകൾ നന്നായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട പോയിന്റാണ്. ഒരു മാഷോട് ജസ്റ്റ് പറയാൻ എന്താ വെച്ചാൽ ഈ കുട്ടികൾക്ക് ഇപ്പം ഭയങ്കര ഇൻഫോർമേഷൻ, ലൈക്ക് എനിക്ക് ഒരു ജെൻസി മകനുണ്ട്, ഒന്നും വിശ്വസിക്കില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഉടനെ ഗൂഗിൾ ചെയ്ത് പറയും അതിൽ പറഞ്ഞു ഇങ്ങനെയൊന്നല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞാലും വിശ്വസിക്കില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ശരി, ഞാൻ എടുക്കാൻ പറയണത് ശരിയാണ്, ഫോട്ടോസസ് ഒന്നുമില്ല. പിന്നെ അവരെങ്ങനെ പിന്നെ ഗ്രോ ചെയ്യണേ? വൈ ഡോണ്ട് യു തിങ്ക് അബൌട്ട് ദാറ്റ്? ശരി, എന്നാൽ ഓൾട്ടർനേറ്റ് എക്സ്പ്ലനേഷൻ പറയൂന്ന അങ്ങോട്ട് ചോദിച്ചാൽ അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കാനെങ്കിലും ഒന്ന് ശ്രമിക്കാം. ഒറ്റ കാര്യം, ചോദ്യമല്ല സാർ. ഞാൻ ആക്ച്വലി ഈ ഒരു അവസരം പാപ്പുട്ടി സാർക്ക് ഒരു നന്ദി പറയാൻ, കാരണം ജ്യോതിഷം പഠിക്കാൻ പോയ ഞാൻ ജ്യോതിശാസ്ത്രത്തിൽ തിരിച്ചിട്ട ആളാണ് പുള്ളിക്കാരൻ. സംഭവം അതായത് എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടിയിട്ട് ഈ ജ്യോതിഷം പഠിക്കാൻ പോയി. ബുക്കൊക്കെ വാങ്ങി 2 ദിവസം കഴിഞ്ഞതും പുള്ളിയുടെ ഒരു വീഡിയോ യൂട്യൂബിൽ വന്നു. ഞാനത് കണ്ടു മാറി. അവൻ ഇപ്പോഴും ജ്യോതിഷം നോക്കിയിരിക്കുന്നുണ്ട്. അപ്പം ഇതിൽ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, സാറിപ്പോൾ ചൊവ്വയുടെ ഒരു സാധനം പറഞ്ഞു. ഞാൻ പ്രേമവിവാഹ, അപ്പോൾ എൻ്റെ വൈഫിന് മുടിഞ്ഞ ചൊവ്വ ദോശ. അപ്പോൾ ഇവൻ്റെ അടുത്ത് ഞാൻ വീണ്ടും പോയി, വെറുതെ പോയി. അപ്പോൾ ഇവൻ പറഞ്ഞു, നീ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് നീ മരിക്കും പറഞ്ഞു. അപ്പോൾ 6 വർഷമായി മരിച്ചിട്ടില്ല. താങ്ക് യു സാർ. ഇപ്പോൾ സമയക്കുറവ് മൂലം നമുക്കിത് അവസാനിപ്പിക്കണം. പക്ഷേ ഇവരെല്ലാവരും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് പിന്നെ ഉച്ചഭക്ഷണ സമയത്തും മറ്റുള്ള സമയത്തും സംസാരിക്കാം. അടുത്ത സെഷൻ മുതൽ മോഡറേറ്റർമാർ ശ്രദ്ധിക്കാവുന്ന കാര്യം, ഈ ഡിസ്കഷൻ കുറച്ച് നിങ്ങളെല്ലാവരെയും ചർച്ചയിൽ പങ്കെടുപ്പിക്കാനുള്ള കൂടുതൽ സമയം കൊടുക്കുന്നതാണ്. എൻ്റെ ഒരു കൺക്ലൂഡിങ് തോട്ടായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ വിനോദ് ഇനിഷ്യേറ്റ് ചെയ്ത ഡിസ്കഷനാണ് എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഈ ഒരു കോസ്മോളജി, ആസ്ട്രോഫിസിക്സ്, ആസ്ട്രോണമി ഇന്ന കാര്യങ്ങളിലൊക്കെ ഒരു കൗതുകം. അതൊരു നാഷണലിസം മാത്രമല്ല. ഇത് ഒരു ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണമല്ല. എൻ്റെ എന്താ പറയുക, ഒരു പരം വിഷ്ഫുൾ തിങ്കിങ് ആണ് എങ്കിൽ പറയവേ. എനിക്ക് തോന്നുന്നത് മനുഷ്യർക്ക് ജിജ്ഞാസ എന്നുള്ളത് വളരെ ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു വികാരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് വളരെ രസകരമായിട്ട് ചില ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ പിന്നെ ഒരു 13,000 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഉള്ള സൗത്ത് ഫ്രാൻസിൽ ഒരു ഗുഹയുണ്ട്. ലസ്കാവ് എന്നാണ് ഗുഹയുടെ പേര്. ആ ഗുഹയിൽ വളരെ രസകരമായിട്ടുള്ള പിന്നെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. ആ കാലത്തെ ആളുകളെ കൺസേൺഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ മൃഗങ്ങൾ, മനുഷ്യർ, അതൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ചിത്രങ്ങൾക്കിടയിൽ കുറേ പൊട്ടുകൾ വരച്ചിട്ടുണ്ട്. ഇതെന്താണെന്നുള്ളത് ഇപ്പോഴും ഡിബേറ്റബിൾ ആണ്. പക്ഷെ ഒരു ഭാഗം ആർക്കിയോളജിസ്റ്റുകൾ വിചാരിക്കുന്നത് അത് നക്ഷത്രങ്ങളാണ് എന്നുള്ളത്. അത് ശരിയാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഈ ഒരു സ്പിരിറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സയൻസ് ഫെസ്റ്റിവൽ നടത്തുന്നത്. മനുഷ്യരുടെ പിന്നെ ഇറസ്പെക്റ്റീവ്, സയൻസിന് ഭയങ്കരമായിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഉണ്ട്. അത് ടെക്നോളജി നിലയിലാണെങ്കിലും വേണ്ടില്ല. ഇപ്പോൾ കാലഘടന മുതൽ ഏറ്റവും പുതിയ മൊബൈൽ ഫോൺ വരെയുള്ള ടെക്നോളജി മുഴുവൻ സയൻസിൻ്റെ സംഭാവനയാണ്. വേറൊരു സോഷ്യൽ ആസ്പെക്റ്റ് ഉണ്ട്. MP രാജേഷ് അടക്കമുള്ള ആളുകൾ പറഞ്ഞതാണ്, പിന്നെ മനോജും പറഞ്ഞു, ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷനെ അത് എങ്ങനെ സഹായിച്ചു എന്നുള്ളത്. ഇതൊന്നുമില്ലാതെ തന്നെ മനുഷ്യൻ്റെ ഒരു കൗതുകം എന്നുള്ളത്, അത് ഒരു കലയോ ഫുട്ബോളോ എഴുത്തോ കവിതയോ ഒക്കെ പോലെ മനുഷ്യർക്കുള്ള ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു വികാരമാണ് ജിജ്ഞാസ എന്നുള്ളതും അറിവിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ. അത് മനുഷ്യനെ പറ്റിയിട്ടുള്ള ഏറ്റവും പ്രൊഫൗണ്ടായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ പ്രപഞ്ചം നമ്മുടെ സ്ഥാനത്തെ പറ്റിയിട്ടുള്ള ഏറ്റവും പ്രൊഫൗണ്ടായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ എപ്പോഴും ആളുകളുണ്ടാവും എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. ഈ ഒരു പ്രത്യാശയോടെ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.